Hello, guys. Welcome to another late night Valorant live. This is Martial God after all. ഹലോ ഗൈസ്, ഞാൻ കുറച്ച് ലേറ്റായി പോയി. സോറി. പക്ഷേ ഫസ്റ്റ് കളി കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നണത്. കുറച്ച് ലേറ്റായി പോയി ഗൈസ്. അപ്പം എല്ലാവർക്കും വെൽക്കം ടു അനദർ വാച്ച് പാർട്ടി. അപ്പം ആരൊക്കെയുണ്ട്? നമ്മൾ ലൈവൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത്. ഉണ്ണിയേട്ടൻ ഫസ്റ്റ് പ്രൈമേ ഹായടാ. Okay, so and definitely you see the results so far this first half, and he's contributing quite well. Maybe not at the top of the board, but that's not his role. He's not going to be the one trying to get the entries for the team, right? But his assist factor is there. And it's crazy. It's not crazy to see. It's good to see that. Aslam, hi guys. Aarke wait ചെയ്തു നമ്മുടെ വാച്ച് പാർട്ടിക്ക് വേണ്ടിട്ട്. Sorry guys, കുറച്ച് ലേറ്റ് ആയി പോയി. നമുക്ക് VP ഒക്കെ Amazon വഴി മേടിക്കാൻ പറ്റുമോ? Amazon വഴി VP മേടിക്കാൻ പറ്റുമോ അറിഞ്ഞൂടാ ബ്രോ എനിക്ക്. On paper and in the server. ഉറക്കൊന്നുമില്ല മെന്നിയണ്ണ. ഇബിനെ വാച്ച് പാർട്ടി ആണെന്ന് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യണം, മനസ്സിലായോ? I mean, you got to be focused when you got to lurk, right? I kind of like this. When you're actually really close to that monitor, if you're looking at the bottom left, what we're talking about here, what Shai is currently doing is your focus is now, which means I don't need to focus on my minimap. I know my pathing that I have to do. I'll get that backstab. എന്തോ ഞാൻ അറിഞ്ഞോ, ഞാൻ അവസാനം കണ്ടപ്പോൾ 2-9 എന്തോ സ്കോർ. എന്നാൽ 12 റൗണ്ട് കഴിഞ്ഞ് എന്തൊരു ആരാണ് ലീഡിൽ നിൽക്കണേ? We'll see what they can do to keep it going, because man, it has been working so far for Crew. 10-2 on that first half, and in dominating fashion to simply run the same strats, really default it up until that first blood comes through. Then it wasn't even a first blood. There were a few 1v1s that would happen. Then Crew gets their trade on the rotation. Hello, retakes. It's not fun to play that type of game. So let's see if you're able to play here on attack side. 100% we get back into this one around 13. Just a few seconds left before they hop മെഹദിൽ മറ്റേ ഓപ്പൺ ഹാർഡ്വെയർ മോണിറ്റർ ഓൺ ചെയ്ത് ഇട്ട് നോക്കടാ. അപ്പോൾ വലിയ ടെമ്പറേച്ചർ കൂടാൻ നോക്കാം. പ്രോസസർ ഓവർ ഹീറ്റ് ഇല്ലായിരിക്കും. പ്രോസസർ ഏതാണ് നിന്റെ മെഹദിൽ? Yeah, definitely looking to have a little bit of utility here on the defensive side. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിസ്റ്റൽ റൗണ്ട് അയ്യോ പിസ്റ്റൽ റൗണ്ട് എടുത്തെന്നാണ് തോന്നുന്നത്. Smelling more players on the other side of this wall and trying to chase him down, and Labor kills but manages to get a second one at the shot. 3v3 ആണ്. 2v2 in the door, or 3v3 rather in the door. 3v3 not 3v3. അയ്യോ റീലോഡ് ശരിക്കും പറഞ്ഞാൽ അത് ബേസ്റ്റ് ചെയ്യണ്ടായിരുന്നു. ബേസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 2-3 ബുള്ളറ്റ് സേവ് ചെയ്യായിരുന്നു. നോക്കാതെ പോണേ. മേവറിക്ക് ഹേടാ it might catch these two players up through off guard. Ryzen 5 7600 അപ്പൊ പിന്നെ കൂളറിന്റെ ഇഷ്യൂ ആയിരിക്കും ഉറപ്പായിട്ടും. അങ്ങനെ വരേണ്ടല്ല. 7600 ഒക്കെ കൂടിയ പുതിയ പ്രോസസർ അല്ലേ, അങ്ങനെ വരേണ്ടല്ല. അത് 100% അടിക്കണമെങ്കിൽ ഒന്ന് ഈ വൈറസ് കയറി ഒന്ന് വിൻഡോസ് റീഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശരിയാവും. എന്തെങ്കിലും ഓവർ ഹീറ്റ് ആവാൻ നോക്കി നോക്കും. ഓവർ ഹീറ്റ് ആവുന്നില്ലെങ്കിൽ വൈറസ് കയറിയാണ് ഒന്ന് വിൻഡോസ് റീഇൻസ്റ്റാൾ ചെയ്താൽ. ഓ നൈസ്. This is gonna be a comeback, brother. This is gonna be a comeback. ലൈവ് ആയിരുന്നല്ലോ, വിഷയമാണോ? They do not have much of a chance here. ഇത്രയും നാളിൽ ഇന്ന് ആദ്യമായിട്ട് കമന്റ് വായിച്ച് തൃപ്തിയായി. SJ ഗെയിമിങ് ഞാൻ വായിക്കോളാം. ഞാൻ കമന്റ് വായിക്കാറുണ്ട്. അങ്ങനെ വായിക്കാതിരിക്കില്ല. കിളവാ ഷെറിഫേടേ ഗ്ലോബല് തോറ്റോ? തോറ്റ താഴെ വെച്ചില്ല. വല്ലാത്ത ഡിപ്രഷനായി പോയത് കണ്ട്. ഗ്ലോബലിന്റെ നല്ലൊരു കളി കാണണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു. ഡിസാസ്റ്റർ ആയിരുന്നു. ഷിബിൽ ഹലോ നോ ഉറക്കം വെടി ഉറങ്ങാൻ പറ്റൂല. ഞാൻ ഇവിടെ വാച്ച് പാർട്ടി ചെയ്യണം. എനിക്ക് ഇവിടെ നമ്മുടെ വാലോ കമ്മ്യൂണിറ്റി വിഷയമാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു കിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് ഇന്നും പ്രതീക്ഷിക്കേണ്ട. അതോടെ തീർന്നു.
Numbers game. Menena, hey, Carlito, hey. Okay, we run. Now towards A. Shy's That's jumping in. That's going to be tough. At least come back, Ano. The rotates coming out from crew. Yep. There's lurks around. And also, at least when they got that pick on that C side, there was Ajay no weapon upgrades apparently available for crew Visa. Yeah, just a sheriff coming down from Shy as he detected all those members. Now Radion, hello. no Welcome for me. Up on your ഞാൻ രാത്രി അമേരിക്കൻ സമയം ഇതാണ് 2:30 തൊട്ട് 5:30 അമേരിക്കൻ ടൈം കളി പറഞ്ഞത് 5:30 തുടങ്ങും പിന്നെ 2:30 തുടങ്ങും 2:30 തുടങ്ങും പിന്നെ 5:30 തുടങ്ങും 2 മാച്ച് ഉണ്ടെങ്കിൽ സ്പെസിഫിക് മാത്രമാണ് നമ്മളെ സമയത്ത് ഞാനാണെങ്കിൽ ഒന്ന് പുറത്തോട്ടൊക്കെ പോയി Make that damage. But it's clean. Pretty decent there from Truthear to convert the piss around. 3v3 അതൊരു nicely done. ഇവിടെ നിന്ന് മൊമെന്റം ബിൽഡ് ചെയ്യാൻ റീടേക്ക് ചെയ്യാൻ ഇത് റീടേക്ക് കംബാക്ക് അടിക്കാൻ പറ്റും ഇതൊരു നല്ലൊരു അറ്റാക്കിംഗ് മാപ്പ് ആണ് മര്യാദ കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിടിലായിട്ടൊരു കംബാക്ക് അടിക്കാം പക്ഷേ പിസ്റ്റൽ റൗണ്ട് ഇവരുടെ ഉണ്ടല്ലോ നമ്മളെ ക്രൂവിന്റെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അവർ കുറച്ച് വിഷയമാണെന്ന് തോന്നുന്നു going for the alt orb game, using every advantage that they can get to get these rounds. Because they have to expect Crew's going to try to play just as fast. Sentinel match മാത്രമല്ല പൊതുവെയുള്ള എല്ലാ മാച്ചും ഞാൻ കാണുന്നു എനിക്ക് എല്ലാ ടീമിനെ പറ്റി എല്ലാവരെയും പറ്റി പഠിക്കണം ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് ഞാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ലൈവ് ഞാൻ മുൻപ് സ്ഥിരം ലൈവ് വരാറുണ്ടായിരുന്നു ഷാജി പാപ്പൻ ഓർക്കുന്നുണ്ട് എടേ നീ ആയിരുന്നല്ലേ അത് പറ അതല്ലേ എന്ത് പറ്റി ഇപ്പൊ കാണാനില്ലല്ലോ എനിക്ക് ഉദ്ദേശിക്കാം Seems like Furia they'll flash and try to gain pressure, gain control of Mountain. They'll be able to do that successfully. Prowler now on the defense, thrown by Crew Visa. Havoc now connected by that. Media mini pro VCN VXC R1 series mouse കൊള്ളാമോ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ കേട്ടിട്ടില്ലടാ ഷാനെ അതിനെപ്പറ്റി എത്ര രൂപയാണ് നമ്മ സീനാണ് ഹായ് ഹായടാ നമ്മ സീനാണോ ജോബ് ഫുൾ ബിസി ആണ് മാൻ ഓക്കേ അജയ് കൊലപ്പുള്ളി അപ്പനടെ നീ ഇവിടെ കാണാനില്ലല്ലോടാ നിന്നെ The pinch to baby door here. It was a jump spot too. Oh, blind miss. To set up with the Zodin, but the flash he gets hit by it. Still has support from Kezin out towards the baby door. Shy now the second one trying to run through, but he gets stuck by a snake bite thrown on the attack. Still one more fire inside. 20 seconds left on the clock. They're going backwards. Right back at the Shy and they fall. ഈ സൗണ്ട് എടുത്ത് അരിക്കിന്റെ പോലെ ഇല്ലേ 3000 5000 വയർലെസ് ആണ് ഞാൻ കേട്ടിട്ടില്ലടാ മൗസിനെ പറ്റി എന്നെ ഉറങ്ങുന്നില്ലേ എടേ ഉറങ്ങാൻ പറ്റൂല വാച്ച് പാർട്ടി എടുത്ത് വെച്ചാൽ വാച്ച് പാർട്ടി ചെയ്യണം എടുത്ത് മൊമെന്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയില്ല എന്റെ കമന്റ് വായിക്കാത്തത് അബ്രോഡാണ് ജോബ് ഡ്രോപ്പ് ചെയ്ത് വന്നു എബ്രോഡായിരുന്നു ജോബ് ഡ്രോപ്പ് ചെയ്ത് വന്നു ഞാൻ നിന്റെ കാണുമ്പോഴൊക്കെ വായിക്കാറുണ്ട് പക്ഷെ എപ്പോഴും ആലോചിക്കും നിന്നെ കാണാനില്ലല്ലോ പിന്നെ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ വിചാരിക്കും ജെന്യൂനായിട്ട് കാണാത്തത് കാണുമ്പോൾ എന്തോ ചോദിക്കണേ വെയിറ്റ് ചെയ്ത് ഉറങ്ങിപ്പോയോ ഞാൻ ഉറങ്ങിപ്പോയില്ല gets all muddled up in tree. That is not the round Crew. Furia wanted to continue this second half. അതെന്തൊരു മണ്ടത്തരമാണ് അവിടെ ഒന്ന് പീക്ക് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നിൽക്കാന്ന് പറഞ്ഞേ. We saw the hope that came out as well when Furia won that piss around. ഞാൻ ഈ ഗെയിം ഫുൾ ഇഷ്ടപ്പെട്ടതും എന്താണ് ഈ ഗെയിം എന്ന് പഠിച്ചതും ഇവിടെ നിന്ന് ഒരിക്കലും മറക്കില്ല ടൈം കിട്ടാറില്ല അതാ ലൈവ് വരാത്തത് അജയ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്താ ഇനിയിപ്പോ എല്ലാ ടൈമും ഞാൻ ലൈവ് ആണ് ഇനിയിപ്പോ വന്നേ പറ്റൂ വീണ ഉറങ്ങുന്നില്ലേ അബ്ദു ഇല്ലടാ വാച്ച് പാർട്ടി സെറ്റ് ആക്കണം ഇന്ന് രാത്രി ഒന്ന് കളിക്കണമെന്നൊക്കെ വിചാരിച്ചു നടന്നില്ല ജോമോൻ ജോസ് ഓർമ്മയുണ്ട് ലോക്കോയിൽ വരുന്നതാണ് അവിടെ നിന്റെ പേര് തന്നെയായിരുന്നില്ലേ ഓർമ്മയുണ്ട് ജോമോൻ
All this spam of the Odin gives so much time here for Keston to rotate across towards A with the showstopper ready. That reopens the door, but Shock has died towards B. An opening, an opportunity for Crew to move inside B for the plant. At least MW0 dies from the showstopper. He tried to walk forward. Khalil was trying to walk that angle. Thankfully, we didn't move too far out. Still some players alive are playing quite passively here. There's a potential crossbar setup of Furia towards this A site. Khalil will be first contact. Keston and Heat together. The Odin spray connects on the Conan. Melzer gets the kill. The trade from Keston now, and the disadvantage is on to Furia. Back to the IGL and an LMS against Keston. Oh, nice duel, nice one. And we'll manage to salvage around for Furia. That's incredibly big. That's game point for Crew if they grab it. Showstopper അടിച്ചു കൊടുത്തു. എന്നാ വാലോ കളിച്ച് ജീവിതം തോൽവിയോട് തോൽവി. ഫ്ലാറ്റ് കേറാൻ നിന്നേ ഇപ്പൊ സിൽവർ 3 ആയി. എടാ അബു അങ്ങനെയല്ലേ ഈ കളി അങ്ങനെയാണ്. രാവിലെ 8 മണിക്ക് വർക്ക് ഉണ്ട്. സ്റ്റിൽ വാച്ചിങ് ദിസ് സ്ട്രീം. ഇക്സോ റോക്കറ്റ് എടാ കിടന്നുറങ്ങടാ. For Furia, right? They still do a bit of the A play. They don't worry about pillars. ഒരു വിഷയം തോക്കണം ഓടിങ് കളിക്കറിയാൻ കേട്ടാ. ബിഗ് ബോസ് എങ്ങനെ കാണുക? ഹോട്ട്സ്റ്റാർ ടൈം ഔട്ട് വിളിച്ചടേ. രണ്ട് ടീമില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവർ കുറച്ചൊരു റൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ചാലഞ്ച് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മാപ്പ് ഇവര് കൊണ്ടുപോകുന്നുണ്ട്. മറ്റേ ഏറ്റവും കൂടുതൽ റൗണ്ട് ഉള്ള കൊണ്ടുപോകുന്നു ഈ മാപ്പ്. രഞ്ജു ഹായടാ ഹായ് ഗൈസ് എല്ലാവരും വെൽക്കം ബ്രോ. ന്യൂ കമ്മർ ആണ്, ഒരു ഹായ് തരുവോ? റോഹനെ എത്ര ഹായ് വേണം നിനക്ക്? റോഹൻ കേവി ഹായടാ വാലോ ഒക്കെ ഇവിടെ വാലോ കളിക്കാൻ അറിഞ്ഞാത്ത ആരും കാണാൻ തോന്നില്ല. എല്ലാവർക്കും വാലോ അറിയാലോ, ബേസിക്സ് അറിയാലോ. അറിഞ്ഞാത്ത ആരെങ്കിലും ഉണ്ടോ? ജി വേഴ്സസ് ഇക്സോ വേണം. ഇക്സോ ഒരു പെർഫെക്റ്റ് ടീമായിരുന്നു, ഒരു പെർഫെക്റ്റ് ടീമായിരുന്നു ഇക്സോ. ഞാൻ പറഞ്ഞ കേട്ടവര് കളിച്ചിരുന്നെങ്കിൽ വിഷയമായിരുന്നു ആ കളി. Force these rotate outs of these positions and കഴക്കൂട്ടാണ് വീട്. അതേ റോഹൻ കഴക്കൂട്ടത്താണ്. അന്ധകാരം അന്ധകാരം ഹലോ ഹലോ അന്ധകാരം. So they have some sort of a game plan as well to continue that type of pressure. And Crew potentially now calls a timeout to answer onto this. എനിക്ക് ഈ പിച്ചാത്തി ഇഷ്ടമല്ല. നോർമൽ പിച്ചാത്തി Thrifty by the strongest weapon being a guardian. ട്യൂട്ടോറിയൽ കണ്ട് പഠിച്ചു, ബട്ട് കളിച്ചിട്ടില്ല. മനസ്സിലായല്ലോ നമുക്ക്. ട്യൂട്ടോറിയലിന്റെ മനസ്സിലാവോടാ ഞാൻ പറയണത്? കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവോ? കാണുമ്പോഴത്തേക്ക് ഒരു ഐഡിയ കിട്ടുവോ? അസ്ലാം കളിച്ചിട്ടില്ല, ട്യൂട്ടോറിയലിന്റെ ഒരാളെന്താ ചോദിക്കണേ. ഈഗിൾ ടൂറിന് ഫൈനൽ ഓൺ സ്റ്റേജ് ആണോ? എനിക്ക് ഒരു പിടിയില്ലടാ. ടൂർണമെന്റിനെ പറ്റി എനിക്കൊരു രഞ്ജു അടുത്ത ടൂർണമെന്റ് ഞാൻ കളിക്കുകയാണെങ്കിൽ ഞാൻ പ്ലെയർ ആയിട്ട് എന്തായാലും കയറില്ല. ടീം ഓണറായിട്ട് വിളിച്ചാൽ ഞാൻ കയറും. എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് പ്ലെയർ ആയിട്ട് കയറി ഒരാളെ സ്ലോട്ട് കളയാൻ താല്പര്യമില്ല. മറ്റേ ഞാൻ ടീം വിളിച്ചിട്ട് മാറി കൊടുക്കും, ആര് കളിക്കട്ടെ. Walk in the park. There's that headshot. Now closing out, out from the paranoia being thrown on the attack. ഇനി ഞാൻ വിളിക്കുന്ന ടീം ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല. ഇനി വിളിക്കുന്ന ടീം എനിക്ക് ജെറ്റ് കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കഴിഞ്ഞ ടീം ഞാൻ ജയിക്കാൻ വേണ്ടി വിളിച്ച. ഇനി എനിക്ക് ജെറ്റ് കളിക്കാൻ വിളിക്കും. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടീമാണ്. Although labored once again, Heat getting 2 kills out of that, escapes with അണ്ണ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പണ്ടേ ലൈവിൽ ഉണ്ടായിരുന്നു. നീ പണ്ടേ ഇല്ലായിരുന്നു ഷാദ്, ഒരിടയ്ക്ക് വന്ന് ഇപ്പൊ കാണാനില്ല. വെൽക്കം ടു ദ സ്ട്രീം. താങ്ക് യു ഫോർ ദ 40. ആ അണ്ണ ഗെയിം എന്താണെന്ന് മനസ്സിലാവും, അതുപോലെ. ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ്. That would make Crew care as attackers, but now Furia gets to play their own game using the utility where they prioritize and they are able to route Crew based on how they're playing the map. The shots are coming in the two very different halves. In the sense that Crew had absolute firepower when they're rounds. Furia is playing that organized game. എനിക്ക് മുഹമ്മദ് എനിക്ക് ലാപ്പിനെ പറ്റി വലിയ വിവരമില്ല. പൊതുവെ എനിക്ക് ഇൻസ്റ്റയിൽ ആൾക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് 1-2 അവർ തന്നെ സ്വന്തമായിട്ട് നോക്കി റിസർച്ച് നടത്തി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അയച്ചു തരും. ഇതിൽ ഏത് കൊള്ളാന്ന് വെച്ചു. അപ്പം ഞാൻ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള പതിവ്. എനിക്കെല്ലാം ഒരു പിടിയില്ല. അയ്യോ ആ നെയ്ഡ് തലയിലടേ.
couple of them now being ഇത് ഫുറിന്റെ കംബാക്ക് ആണോ ഈ കളി ഈ റൗണ്ട് ജയിച്ചു കഴിഞ്ഞാൽ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ ഒരു ബൈ റൗണ്ട് ആണ് ക്രൂവിന്റെ ബൈ റൗണ്ട് പോയ സെറ്റ് ആണ് MW സെറ Now our TP towards upper B. Showstop rounding attack used by MW0. Trying to clear out towards A. He trying to run across, and he's able to get the contact on the first kill. And finally, he's surrounded from behind. 3v2 ആണ് And the process shy. I mean, all the crew so far are finding these timings. An immediate trades after losing a couple of players. Lockdown has been initiated here for Furia. So that's going to run the clock down off that spike. Turn out. Melzer will have to try to open the door, try to keep the players at bay. When Ruby able to throw the paranoia, push them back towards A site, where MW0 just won against Melzer. Melzer on his own 1v1 as well. In a bad position now. That was an important round here, Riv, because the economy was low for both of these teams. ജെഞ്ചിയുടെ കളി നിങ്ങൾ നോക്കണം എന്താണെന്ന് വാലോ PS വരാൻ ചാൻസ് ഇല്ലടാ And yeah, that pushback gives him just enough time to set up. Ulti എന്താണ് അൾട്ടിമേറ്റ് പവർ അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്യൂട്ടോറിയലിൽ അൾട്ടിമേറ്റ് slowed down last time we checked in. നാലാമത്തെ സ്പെല്ലാണ് അൾട്ടി എന്നാണ് അൾട്ടിമേറ്റ് ഫസ്റ്റ് സ്പെല്ല് സെക്കൻഡ് സ്പെല്ല് തേർഡ് സ്പെല്ല് നാലാമത്തെ സ്പെല്ല് അൾട്ടി എന്നാണ് feeling the momentum right now. They're going to keep pressuring this power whole line. Melzer again. Nice shot with the today, sheriff. Melzer. Just doesn't stop. ഇതിന്റെ അമ്മ Takes down the ബോംബോട്ട് duel, കണ്ണില് leads to paranoia and is able to TP away, so you'll take that. For കിൽജോന്റെ one മോണിറ്റർ sheriff അവന്റെ shot, മൂക്കിൽ one body, സത്യം and an സത്യം important piece of util on the അങ്ങനെ attack for കളിക്കുന്നതിനുള്ള Furia. അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ഇത്രയും അടുത്ത് വെച്ചിട്ട് മോണിറ്റർ ചരിച്ച് കിടത്തിയൊക്കെ വെച്ച് ഇങ്ങനെ നോക്കിയാണ് കളിക്കണം With this Vandal, pain shots pushing him out of the way, he eats the majority of that damage. Yeah. Placing swarm grenade. എക്സ് എബിലിറ്റി അത് എക്സ് ആയിരിക്കില്ലല്ലോ എല്ലാവരും ഡിഫോൾട്ട് കളിക്കണമെന്നില്ലല്ലോ Furia now moving towards the A site because they've lost control on both C and B at the beginning of this round. 30-50 ആണ് Melzer അത് കൊള്ളാലോടാ has done so much for the team already this round. Any blast backing in is now ഓരോ snuffed out. ഏജന്റിനെ You വെച്ച് see how വീഡിയോ ചെയ്യും ഓരോ ഏജന്റിനെ വെച്ച് ചെയ്യണോ ഷോർട്സ് ആയിരിക്കും ഓരോ ഏജന്റിനെ വെച്ചിട്ട് trying to figure out where this slew of sheriffs could be that's hiding on the other side. അങ്ങനെയല്ലേ ചെയ്യാം അത് കൊള്ളാം നല്ല ഐഡിയ ആണ് ചെയ്യാം Oh, they feel like they might be too close after that goes down. നാളെ തൊട്ട് ഇന്നേക്ക് 25 You ദിവസം might still be able to 25 use it here. They just want to make sure they don't get the pressure from the staircase. And an ഞാൻ instant വേറെ trade കണ്ടത് comes out. അറിഞ്ഞത് He എല്ലാം still from has you. his Vandal and Kesdit with the മർസോ Guardian വാട്ട് യു തിങ്ക് ബ്രദർ waiting ഇഷ്ടപ്പെട്ടോ for a slow lurk to happen from the B site. As he escaped, though, Conan's able to get the headshot to Melzer. Kesdit going to group up with Shy and Heat. Dog coming out on the attack. He could not connect on the surprise 10 kill. seconds left. Attempted onto Ah, Havoc. patti And as he ivra. re-peeks, he gets picked. But there's the punch of Re-peek Kesdit. mandatre. Guardian Oyyo. and the Sheriff of both Kesdit and Eda, Shy. thrifty Plus adichada. crew visa at that point. ഫ്രീ തൃപ്തി Furia കൊടുത്തോ has just ബെൽ been ബോയ് on the ഹലോ edge ഹലോ of the സൈഫർ habit ഗൈഡ് of ചെയ്യും each ഓരോ of these എടാ rounds, ഞാൻ സൈഫർ staving ഗൈഡ് it എന്റെ off, കളി staving വേറെയാണ് Furious, മൂഞ്ചി കളിയാണ് waterfall എന്റെ into sight, retakes until this finally they find it on the low by still. It's been so close. What should I do? And Melzer, this opener on the round, you saw how slow Furia played after it. ചില്ലാണ് അതാ നീ Came down to the കാര്യം post പറയല plant, നമുക്കിപ്പം and yeah, Kesnit saying, we got this. കൂടെ കളിക്കുന്നവര് മൈൻഡ് സെറ്റ് നിന്റേത് മാച്ച് ചെയ്താലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ നീ മാത്രം റാങ്ക് അപ്പ് ചെയ്യണം ബാക്കി എല്ലാവരും ചില്ലിനാണ് കളിക്കുന്നത് എന്ന് വെച്ചാൽ ടൈം പാസിനാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ നീ വേറെ ടീമേറ്റ്സിനെ നോക്കാനേ ഞാൻ പറയുള്ളൂ രണ്ട് ഐഡിയ വയ്ക്കുക ഇവരെ പിണക്കണ്ട് ഇവരെ കൂടെ കളിക്കാൻ ഒരു ഐഡി ആ കളി കളിക്കുമ്പോൾ നീ വാമപ്പാൻ വേണ്ടി കളിക്കുക എന്നിട്ട് ഒരു ഡിയോ പാർട്ട്ണറെ കളിച്ചിട്ട് 2-3 കളി അവരോട് കളിച്ചിട്ട് സീരിയസ് ആയിട്ട് വേറൊരു ഐഡിയിൽ കളിക്കുക അങ്ങനെ ചെയ്യണം ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ആരെയും പിണക്കാൻ വേണ്ട നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് കളിക്കാം നമുക്ക് സീരിയസ് ആയിട്ട് കളിക്കാം എപ്പോഴും രണ്ട് ഐഡി കീപ്പ് ചെയ്യുക ഒരു സീരിയസ് അക്കൗണ്ട് ഒരു വാമപ്പ് ആവാനും ഫ്രണ്ട്സിനോ കളിക്കാനും അക്കൗണ്ട് അത് സീരിയസ് ആയിട്ട് തന്നെ കളിക്കുക ഞാൻ പറഞ്ഞത് മൈൻഡ് സെറ്റ് മാച്ച് ആയാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും They're having trouble taking mound there with that one-way just. You can skybird over, but it doesn't tell you how many are there. If you haunt over, you might be able to get a ping. You might be able to play off a little more with a prowler follow. Hello. Is it the util game seems like it's just not working for Furia, even though Sky works, right? It's not a problem in the composition.
It does not seem like it's giving them the space that they need right now. Especially losing members in the beginning. Crew opening up with more first bloods and just making it so hard for Fury to put something together. ഞാനൊരു ജെറ്റ് പ്ലെയർ ഞാൻ ഒരിക്കലും കൺസിഡർ ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റെ ഡാഷ് ഹാൻഡ് ചെയ്യണം ഓഫ് ചെയ്യുമ്പോഴത്തേക്ക്. ഞാൻ അത്ര കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എന്നെക്കാളും നന്നായി ജെറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ കളിക്കുന്ന ആൾക്കാരാണ് ഞാൻ മാറിക്കൊടുക്കും. കണ്ടാൽ നമ്മൾ അപ്രീഷിയേറ്റ് ശരിക്കും പറഞ്ഞാൽ ഡോമിനേറ്റ് ചെയ്തതാണ് ചേട്ടാ. കുറച്ചുകൂടെ റൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു 8-4 ഒക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഫ്യൂറിയ എന്നുള്ള ടീം ഉണ്ടല്ലോ, അവരെ തോറ്റൊന്നും കൊടുത്തില്ല ശരിക്കും പറഞ്ഞാൽ. മാക്സിമം കളിച്ച് അടുത്ത മാച്ച് കുറച്ചുകൂടെ നൈസ് ആയിരിക്കും. കിടന്ന് ഞാൻ സെന്റിനൽ എങ്ങനെയെന്ന് പഠിച്ചത്, സ്പെഷ്യലി സൈഫർ. മുഹമ്മദേ താങ്ക് യുടാ, താങ്ക് യു. നമ്മളിപ്പം നമുക്ക് അറിഞ്ഞൂടാത്ത 2 ടീമാണിത്, ക്രൂവും ഫ്യൂറിയയും. നമ്മളിപ്പോൾ ഇവരെ പറ്റി പഠിച്ചില്ല, ഇവരെങ്ങനെ കളിക്കും, എന്താണ് ഇവരുടെ ഒരു എന്നൊക്കെ പറഞ്ഞില്ലേ. നൈസ് കളി, സത്യം നൈസ് കളി. ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഗൈസ്, നിങ്ങളുടെ ഈ ഹൈറ്റ് നിങ്ങൾക്ക് ശരിക്കും കളി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഏറ്റവും ഹൈ ടിയർ ടീംസിൻ്റെ കളി കാണരുത്. ഈ വാച്ച് പാർട്ടി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത കുറച്ച് ടീംസൊക്കെ കാണും. ഇന്ന് തന്നെ നമ്മളിപ്പോൾ ഗ്ലോബൽ ഈസ്പോർട്സും DRXൻ്റെ ഒക്കെ കളിയുണ്ട്. DRX അല്ലേ തന്നെ അവരെ കളിയുണ്ട്. അത് കണ്ടപ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു വേറെ ഒരു ലോബിയിലോട്ട് അഡോപ്റ്റ് ചെയ്ത് പോകണമല്ലോ തോന്നില്ല. നമ്മളെ ലോബിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളതല്ലേ തോന്നിയത്. അപ്പം പക്ഷേ നമ്മളെക്കാളും ബെറ്ററായിട്ട് കളിക്കുന്നവരാണ്. നമുക്ക് അത് കാണുമ്പോഴത്തേക്കും നമ്മളെ കളി ഇമ്പ്രൂവ് ആവും. നമുക്കത് കണ്ട് പഠിക്കാൻ പറ്റും, അത് കണ്ട് ഇമ്പ്രൂവ് ആകാൻ പറ്റും. പക്ഷേ ഒരുപാട് ഹൈ ടിയർ കളി കണ്ട് നമുക്ക് ഒരിക്കലും അത് അഡാപ്റ്റ് ചെയ്യാനോ പഠിക്കാനോ പറ്റില്ല. അതങ്ങനെയാണ്. അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ കളികളൊക്കെ മാക്സിമം കാണുക. ഞാൻ ഒറ്റ സെക്കൻഡ് ഇതാ പറഞ്ഞേ. വാട്ടർ ബ്രേക്ക് റൈറ്റ്. ഈ IEMS ഞാൻ കണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് എടുത്ത് വയ്ക്കാനും തിരിച്ചു വയ്ക്കാനും പറ്റൂല. മനസ്സിലായി? ഓരോ തവണ ലെഫ്റ്റ് റൈറ്റ് ഏതാന്ന് നോക്കണം. ചിലവർക്ക് പറ്റുമായിരിക്കും, എനിക്ക് പറ്റൂല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും സീനെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തു നിന്ന് ഒരാൾ സംസാരിച്ചാൽ കേൾക്കാൻ പറ്റില്ല. പിന്നെ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ മറ്റേ ഹെഡ്സെറ്റിൻ്റെ ഇടയ്ക്ക് വെച്ച് സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളെ ഹെഡ്സെറ്റ് ഊരാതെ തന്നെ, അത് നടക്കില്ല. അത് ഭയങ്കര ഒരു മിസ് ചെയ്യും കേട്ടോ. IEMSിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമുക്കത് വിചാരിക്കും കൊച്ചു കാര്യമല്ലെന്ന് വിചാരിക്കും, പക്ഷേ അത് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു മിസ് ചെയ്യും ശരിക്കും. ഇതൊക്കെ കോപ്പി റൈറ്റാണ്. ഇന്നലെ 10 രൂപ കിട്ടി. എയിം FPS റിലേറ്റഡ് ആണോ അതോ നെറ്റ്വർക്ക് മിനിമം റിക്വയർമെൻറ്റ് വല്ലതും ഉണ്ടോ? എടാ ഒരു ബേസിക് ഒരു FPS വേണം. ഒരു 100, 120, 100 ഞാനൊരു 100 പറയുന്നത് വെച്ചാൽ നമ്മളൊക്കെ പണ്ട് ഗ്ലോബൽ എലൈറ്റ് എല്ലാം അടിച്ച 100 FPSലാണ്. CS 1.6ലും CS GOയിലും ഒക്കെ 100ന്റെ മുകളിൽ കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഞാൻ 100 പറയും. 100 FPS വേണം. FPS ഗെയിമിന് 100 FPS എങ്കിലും വേണം. പിന്നെ ഫുഡൊക്കെ കഴിച്ചാൽ ഞാൻ എന്തിന് കഴിച്ച് രാത്രി ഇന്നലെ മാലി ഉണ്ടാക്കിയ ഫിഷ് ബിരിയാണിയുടെ ബാക്കിയുണ്ടായിരുന്നു, ചൂടാക്കി തിന്ന്. അടിപൊളിയായിരുന്നു. മാൻഡ്രിച്ച് വാച്ച് പാർട്ടി കണ്ട് ഇപ്പോൾ എല്ലാവരുടെയും വാച്ച് പാർട്ടി കാണും. അതായത് എനിക്ക് തലയ്ക്ക് പിടി സത്യം പറഞ്ഞാൽ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തന്നെ പിന്നെ കളിച്ചപ്പോൾ ഫീൽ ചെയ്യും. എനിക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട് ഇപ്പോൾ. ഒരുപാട് കളി കണ്ടിട്ട് നമുക്ക് ഈ കളി കേസ് നമ്മൾ എന്നും കയറി ഒരേ മണ്ടത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു വ്യത്യാസം വരില്ല. അതേ മണ്ടത്തനം നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? പക്ഷെ നമ്മൾ ഈ കളികളൊക്കെ കാണുമ്പോൾ നമുക്ക് സംഭവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അതൊന്ന് നോക്കിയിരുന്ന് കാണണം. വെറുതെ ടൈം പാസിന് കാണുമല്ലോ കാണാൻ. കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ ഒരുപാട് ഐഡിയാസ് കിട്ടും. മനസ്സിലായി? നമുക്ക് വേറെ ആൾക്കാരെ POVന്ന് കിട്ടുന്ന ഐഡിയാസാണ് നമ്മളെപ്പോഴും ഒരു കളിയിൽ ഇമ്പ്രൂവ് ആക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ഇമ്പ്രൂവ് ആയിട്ടുള്ളത്. ഞങ്ങൾക്ക് കണ്ടുപഠിക്കാൻ പറ്റും എനിക്ക്. അതങ്ങനെയാണ് എന്നാൽ ബിരിയാണി ഉണ്ടാക്കിയാൽ ദിവസം ചൂടാക്കി കഴിക്കാൻ ഒരു പ്രത്യേക വൈബാണ്. ഇന്ന് അവളൊന്നും കുക്ക് ചെയ്തില്ല, അതാണ്. അണ്ണാന്ന് മുഷിൻ എന്നാടാ നീ മുഷിൻ.
യു ആർ മൈ ഫേവറേറ്റ് വാലോ പ്ലെയർ എസ്പെഷ്യലി ഓപ്പ് പ്ലെയർ. താങ്ക് യു ബ്രദർ, താങ്ക് യു. ഓപ്പ് എനിക്ക് സത്യം പറഞ്ഞാൽ അത് എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ വർഷങ്ങളായിട്ടൊരു ഓപ്പറാണ്. വർഷങ്ങളായിട്ട് ഞാൻ ഓപ്പാണ് കളിക്കുന്നത്. ഇതിലോട്ട് വാലറൻ്റ് വന്നതിന് ശേഷമാണ് റൈഫിൾസ് കളിച്ചു തുടങ്ങുന്നത്. റൈഫിൾ എന്ന് പറഞ്ഞാൽ വാൻഡലും ഫാൻതും ഒക്കെ കളിച്ചു തുടങ്ങുന്നത്. മുമ്പ് ഞങ്ങൾ അധികം കളിക്കാറില്ല. ഫുൾ ടൈം സ്നൈപ്പറാണ്. അതുകൊണ്ട് എനിക്ക് സ്നൈപ്പർ സെറ്റാണ്. വാലോ സ്ട്രീം ഇടാൻ പറ്റിയില്ലടാ, എനിക്ക് എൻ്റെ മൂഡ് ശരിയല്ലായിരുന്നു ബ്രോ. അതുകൊണ്ട് ഞാൻ വാലോ സ്ട്രീം എന്നല്ല, മാത്രമല്ല എനിക്ക് ഈ വാച്ച് പാർട്ടി കുറച്ച് സ്ട്രെസ്സാണ്, കുറച്ചധികം സ്ട്രെസ്സാണ് വാച്ച് പാർട്ടി. ഞാൻ ഇത് പറഞ്ഞല്ലോ, ഞാൻ ഇത് ചെയ്യാനുള്ള മെയിൻ കാര്യം ഇപ്പം നമ്മൾ ഈ ലേറ്റ് നൈറ്റ് ഈ ഓഡിയൻസിന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇരുന്ന് നമ്മളെ ലൈവ് കാണുന്നവരെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് നമ്മൾ എവിടെ ചെന്നാലും നമ്മളെ ലൈവ് കാണാൻ ഇഷ്ടമുള്ളവരാണ്. വാച്ച് പാർട്ടി ഞാൻ സാധാരണ ലൈവ് പറഞ്ഞാൽ എത്ര മണിക്കാണ്? 10:30. അപ്പം നമുക്ക് ഇവിടെ ഒരു വാലോ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ ആൾക്കാരിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എത്തിക്കണം. കൂടുതൽ ആൾക്കാർ വാലോയിലോട്ട് അഡാപ്റ്റ് ചെയ്യിപ്പിക്കണം. മനസ്സിലായോ? കൂടുതൽ ആൾക്കാരെ വാലോ പഠിപ്പിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളെന്നും 10:30 ലൈവ് വരുമ്പോഴത്തേക്ക് ഒരേ ഓഡിയൻസ് അല്ലെങ്കിൽ കുറച്ചൊരു ആൾക്കാരിൽ എത്തുമായിരിക്കും. പക്ഷേ ഈ വാച്ച് പാർട്ടി ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ രാവിലെ ലൈവ് ഇടുന്നുണ്ട്, ഉച്ചയ്ക്ക് ലൈവ് ഇടണം, വൈകുന്നേരം ലൈവ് ഇടണം, സാധാരണ ലൈവ് ഇടുന്ന സമയങ്ങളല്ലാതെ ലൈവ് ഇടണം. അപ്പോൾ നമുക്ക് പുതിയ ഓഡിയൻസോ ആരെങ്കിലുമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. നമ്മളെ കമ്മ്യൂണിറ്റി വലുതാവാൻ ചാൻസ് ഉണ്ട്. ആ ചാൻസിന് വേണ്ടി മാത്രമാണ് വാച്ച് പാർട്ടി ചെയ്യണം. അല്ലാതെ ഇതിൽ 10 പൈസ പേയ്മെൻ്റ് ഇല്ല എനിക്ക്. ആരെങ്കിലും എനിക്ക് വാച്ച് പാർട്ടിക്ക് പേയ്മെൻറ്റോ വല്ലതും ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വെറും തെറ്റിദ്ധാരണയാണ്. 10 പൈസ പേയ്മെൻ്റ് ഇല്ല. പിന്നെ യൂട്യൂബ് റവന്യൂ അത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് അതിനൊന്നും അല്ല ഇത് ചെയ്യണത്. ഇത് ശരിക്കും ഇപ്പം എനിക്ക് റൂട്ടറിൽ അവർ സ്ട്രീം ചെയ്യാൻ വിളിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്നില്ല എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഞാനത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തത്. എനിക്കൊരു ഇതാണ്, എനിക്കിത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഡ്രൈവിന് ചെയ്യണതാണ്. പക്ഷെ ഒരു പോയിൻ്റ് എത്തുമ്പോൾ എനിക്കും ക്വിറ്റ് ചെയ്ത് റൂട്ടർ ചെയ്യേണ്ടി വരും. അത് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഇത് വേണ്ടേ, തിന്നണ്ടേ അരി. അതുകൊണ്ട് നോക്കാം എത്രത്തോളം പോകാൻ പറ്റും നോക്കാം. അല്ലാതെ You just heard Coach Adam. I'm fascinated to know what they're cooking. I know, but I'm so happy to finally see a Coach Adam interview after they've won. There's so many times. Man, Appu എന്ന് വിളിക്കാൻ എനിക്ക് ഇഷ്ടം. ഓക്കേ അപ്പു സെറ്റ്. And we finally did it. Crew come out on their debut and they look great. They had a great I like you Cypher more than Jet. നല്ല കോൾ ഔട്ട്സ് ആണ് കൊടുക്കുന്നത്. ഞാൻ അത് കണ്ടാ പഠിക്കുന്നത്. അത് സംഭവം ഞാൻ ജെറ്റ് അല്ല കളിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ടൈം കിട്ടും. ആൾക്കാരോട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ ഒന്ന് മനസ്സിലാക്കി കളിക്കാൻ. ഞാൻ ജെറ്റാണ് കളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, കറക്റ്റായിട്ട് സ്മോക്ക് ചെയ്യുന്നു, ഇനിഷ്യേറ്റ് ചെയ്യുന്നു, കയറുന്നു, ചാവുന്നു, അടിക്കലേ കൊല്ലുന്നു. മനസ്സിലായി? അതാണ് അണ്ണൻ. ഇനി നല്ലൊരു ടീമിന് കളിക്കാൻ ഓഫർ കിട്ടിയ ഇല്ലടാ, ഒരിക്കലും ഇല്ല. എന്നെപ്പോൾ ഇതിപ്പം എന്നെ വിളിക്കാൻ യാതൊരു ചാൻസും ഇല്ല. അഥവാ വിളിച്ചാലുള്ള കാര്യമാണ് പറയണത്. അഥവാ വിളിച്ചാൽ തന്നെ ഒരിക്കലും ഞാൻ കളിക്കാൻ പോകുന്നതായിരിക്കില്ല. ഞാൻ ഇവിടെ നമ്മുടെ വാലോ സ്ട്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സീരിയസ് ഗെയിം പ്ലേ മാത്രമല്ല, ഇവിടെ നമ്മൾ കൊണ്ടുപോകുന്ന രീതി വേറെയാണ്. എനിക്കങ്ങനെ സീരിയസ് ആയിട്ട് അങ്ങനെ ആക്കണമെന്നില്ല. ഒരു വട്ടം ഞാൻ സീരിയസ് ആയിട്ട് പുഷ് ചെയ്തത് എല്ലാം നിർത്തി ചെയ്തത്. അത് എനിക്ക് ഞാൻ പണ്ടത്തെ കിടിലുവാണെന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ട്. നമുക്ക് റാങ്ക് അടിച്ച് കാണിച്ചിട്ടേ കാര്യമുള്ളൂ. അത് ചിലവർക്ക് അങ്ങനെയാണ്. ചിലവർക്ക് പറഞ്ഞാൽ ഓക്കെ ശരി, ഞാൻ പണ്ടത്തെ കിടിലുവാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഒരു തവണ മാത്രമാണ് സീരിയസ് ആയിട്ട് റാങ്ക് പുഷ് ചെയ്ത് ഇമോർട്ടൽ 3 അടിച്ചത്. അത് കഴിഞ്ഞ് റേഡിയൻ്റെ പുഷ് ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ ചെയ്യും കറക്റ്റ്. അത് അത്രയും നേരം ഇരിക്കണം ബ്രോ, അത്രയും നേരം. ഈ വന്ന് ലൈവ് ഇടുന്ന 3-4 മണിക്കൂറല്ല, നല്ല സ്ട്രെസ്സാണത്. അതിന് മുമ്പ് ഒരു 3-4 മണിക്കൂർ വാമപ്പ് കളിച്ച് സെറ്റൊക്കെ ആയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് സ്ട്രെസ്സാണ്. അതുകൊണ്ട് മാത്രമാണ് സീരിയസ് ആയിട്ട് ഒരിക്കൽ പുഷ് ചെയ്തത്. സീരിയസ് ആയിട്ട് പുഷ് ചെയ്ത് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്നവർ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ കുറേ പേർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫൺ ഫാക്ടർ ഉണ്ട് ലൈവിൽ, അത് ഭയങ്കര ഒരു മിസ് ചെയ്തു. വൺ ഡേ ഒരു ഫൺ വാലോ കളിക്കാം, ഓൺലി വിത്ത് ലേറ്റ് നൈറ്റ് വ്യൂവേഴ്സ് കളിക്കാം, സെറ്റാക്കാം. നമുക്ക് ഈ സമയത്തുള്ള ഓഡിയൻസ് ആയിട്ട് കളിക്കാം. വേണമെങ്കിൽ ഇന്ന് നോക്കട്ടെ, ഈ കളി കഴിഞ്ഞിട്ട് കളിക്കാം. കേരള ബെസ്റ്റ് വാലോ പ്ലെയർ ആരാണ്? സംശയം എന്തൊരു മാക്കാച്ചി. ജിഷ്ണു താങ്ക് യു ഫോർ ദ $2. മെന്നി ബ്രദർ ജിഷ്ണു താങ്ക് യു ബ്രദർ, താങ്ക് യു ഫോർ ദ $2. വെൽക്കം ടു ദ സ്ട്രീം. താങ്ക് യു ജിഷ്ണു, മീൻസ് അലോട്ട്. ആ കെട്ടിപ്പിടി എനിക്ക് മനസ്സിലായി. ആ കെട്ടിപ്പിടിയിലൊരു സ്നേഹം എനിക്ക് കിട്ടി. അണ്ണാ ഞാൻ ജെട്ടി. വാട്ട്? ബാഡ് ബോയ് കാർലോ ഞാൻ എത്തി. ഓക്കെ. എഗെയിൻ ഗുഡ് മോർണിംഗ് ജിനാൻ. ഗുഡ് മോർണിംഗ് എടാ, ഗുഡ് മോർണിംഗ്. വാട്സാപ്പ് ഗ്രൂപ്പ് ലിങ്ക് പ്രൊവൈഡ് ചെയ്യാമോ ഫോർ മോർ അപ്ഡേറ്റ്സ്? ഞാൻ ഒരു കാര്യം ചെയ്യാം.
ഞാനൊരു കാര്യം ചെയ്യാം. എന്തായാലും ഇപ്പോൾ ഇവിടെ ഉള്ള ഓഡിയൻസിന് വേണ്ടി മാത്രം ലിങ്ക് ഇടാം. പക്ഷേ ഗൈസ് ആ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞില്ല, ഞാനത് അങ്ങനെ ഗ്രൂപ്പ് ലിങ്ക് ഇട്ട് എനിക്ക് 1000 വരെ തയ്ക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന ഗ്രൂപ്പല്ല. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ടീം ഉണ്ടാക്കി കളിക്കാനും പ്ലേയേഴ്സായിട്ട് ഇൻവോൾവ് ചെയ്യാനും കാര്യങ്ങൾ ചോദിക്കാനും ഡൗട്ട് ചോദിക്കാനും ലൈവ് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണത്. വളരെ ഒരു ആക്റ്റീവ് ഗ്രൂപ്പാണ്. മ്യൂട്ട് ചെയ്തിടാൻ വേണ്ടിയാണ് എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. ഈ ഗ്രൂപ്പിലും കൂടെ കയറി ഇരിക്കാം എന്നുള്ള ഒരു ഇതിൽ ആരും കയറി വരല്ലെന്നേ ഞാൻ പറയും. എനിക്ക് ആ ഗ്രൂപ്പ് ഫുള്ളാക്കണ്ട. നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്തിടണ്ട. നിങ്ങൾക്ക് ആൾക്കാരൊക്കെ സംസാരിക്കാൻ നമ്മളെ അടുത്തൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, വാലോ എന്ന് പറയുന്നൊരു സാധനത്തിൽ താല്പര്യമുണ്ട് എങ്കിൽ മാത്രമേ കയറാവൂ. പ്ലീസ്, ഞാൻ കാല് പിടിക്കാം, അല്ല കയറരുത്. പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ കയറിക്കോ. കുറേ നാളിന് ശേഷമാണ് ഈ ഗ്രൂപ്പ് ലിങ്ക് ഇടണേ. കളി തുടങ്ങിയല്ലേ? You're taking it? I have something more important. What if I'm not done drawing? No, you're done drawing. I have something more important to talk. Can we talk about like how? 5 clips loaded up. Okay, so Shai was in that. Can we talk about how he plays? Look at the. Where's the pen? There's no pen. Use your അഫ്താബ്, അതിലൊരു സീനുണ്ട് ഞാൻ പറയാം. ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. വെൽക്കം ടു മെനറ്റാംസ് ജിഷ്ണു. വെൽക്കം ടു മെനറ്റാംസ് ഫാമിലി ബ്രദർ. വെൽക്കം ടു മെനറ്റാംസ് ഫാമിലി. താങ്ക് യു ജിഷ്ണു, താങ്ക് യു ബ്രദർ. താങ്ക് യു ഫോർ ജോയിനിങ് ദ ഗ്രൂപ്പ്. മെമ്പേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിന്റെ ലിങ്ക് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യണം കേട്ടോ. That is, I mean, no, don't do that. I mean, didn't you learn from the eclipse? You're gonna destroy your eyes. ഇന്ത്യൻ ആർക്കെങ്കിലും ഒരു ഇന്റർനാഷണൽ ടീമിൽ കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി തോന്നിയിട്ടുണ്ട്. എനിക്ക് എസ്.കെ. റോസി തോന്നിയിട്ടുണ്ട് ബ്രോ. എസ്.കെ. റോസി നൈസാണ്. പുള്ളി നല്ലൊരു ഹൈ ടിയർ ലോബി എല്ലാ തവണയും റേഡിയൻ്റ് ഹൈ ടിയർ ടോപ്പ് 50 കളിച്ച് എക്സ്പീരിയൻസ് ഉള്ളൊരു പ്ലെയറാണ് എസ്.കെ. റോസി. അപ്പോൾ എസ്.കെ. റോസി ഡെഫിനറ്റ്ലി. റേഡിയൻ്റ് അടിക്കണമെന്ന് തോന്നുമ്പോൾ പുഷ് ചെയ്യ് ബ്രോ. എന്തായാലും നമ്മളുണ്ട് കൂടെ. അറിയാം അപ്പു, അറിയാം. ഞാൻ റൂട്ടറിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം അത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തെന്ന് കരുതുന്നു. ഞാൻ ലിങ്ക് റിമൂവ് ചെയ്ത് റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാത്ത ആരെയും ഞാൻ പറഞ്ഞില്ല, ഈ ഗ്രൂപ്പ് എനിക്ക് ഫുള്ളാക്കാൻ യാതൊരു താല്പര്യമില്ല. നിങ്ങൾക്ക് വന്ന് ഈ ഒരു ഗ്രൂപ്പിൽ കയറാൻ താല്പര്യമുണ്ടെങ്കിൽ കയറുക. മ്യൂട്ട് ഇടാൻ വേണ്ടി കയറണ്ട. സൗണ്ട് ഇച്ചിരി കുറവല്ലേ? ഓക്കെ ഇപ്പോൾ സെറ്റായിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ലൈവ് തുടങ്ങാറായി. ഞാൻ തിരിച്ച് ഇത് അൺപിൻ ചെയ്ത് വിടുകയാണ് മെസ്സേജ്. എന്നിട്ട് ഞാൻ ഗ്രൂപ്പ് ലിങ്ക് റീസെറ്റ് ചെയ്യാണ്. ഇനി കയറാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തോണം ഇടുമ്പോഴേ കയറാൻ പറ്റുള്ളൂ. ഞാൻ ഇനി ഇപ്പോൾ ഗ്രൂപ്പ് ലിങ്ക് ഇവിടെ ഇടൂല. ഞാനിത് അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഓക്കെ അപ്പോൾ ഈ മാച്ച് തുടങ്ങുമ്പോൾ ഞാൻ ഗ്രൂപ്പ് ലിങ്ക് റീസെറ്റ് ചെയ്യും. Yeah, so that's the leak. Yeah, What did you hear? ഓക്കെ റീസെറ്റ് ചെയ്ത്. സോറി. താങ്ക് യു ഗൈസ്, ജോയിൻ ചെയ്ത എല്ലാവർക്കും വെൽക്കം. There's going to be a deadlock. There's going to be a clove. Not enabled. Can't pick them. Listen here. I heard ISO. No. Throwing it out there. All right, now we know you're joking. Out there. I heard it. Too far. Too far. I forgot about ISO. Are we sure ISO's in? സെൻ മാച്ച് എന്താ സെൻറ്റിൽ ജയിച്ചടാ ഇന്നലെ? എന്നെണ്ണ ഞാൻ ലേറ്റായോ? റിപ്പറേ ഒരു കളി അവർ ജയിച്ചിട്ടുണ്ട്. അല്ല ഫുറല്ല കുർ. ക്രൂ ജയിച്ചിട്ടുണ്ട്, ക്രൂ. അപ്പം സെൻ മാച്ച് എപ്പോഴാണ്? സെൻ മാച്ച് ഇന്നലെ ഉണ്ടായിരുന്നു 100 Thieves ആയിട്ട്. ഇനി എന്താണ് നോക്കണം, നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഇനിഷ്യേറ്റർ, സിംഗിൾ ഡ്യൂവലിസ്റ്റ് ഇല്ല. ഡ്യൂവലിസ്റ്റ് ഇല്ല. സെന്റിനല് 2 കൺട്രോളർ 2 ഇനിഷ്യേറ്റർ ഉള്ള ക്രൂവിന്റെ പിക്ക് കൊള്ളാം. ക്രൂ റെയ്ന. എടാ, ഒരു ഡ്യൂവലിസ്റ്റ്, ഒരു സെന്റിനല്, ഒരു കൺട്രോളർ, 2 ഇനിഷ്യേറ്റർ വിത്ത് റെയ്നയ്ക്ക് ആകുമ്പോൾ സ്വന്തമായിട്ട് ഹീൽ ചെയ്യാം. ഇത് വിഷയമാണ് ഗൈസ്. ഞങ്ങൾ അവസാനം കുറെ കാലത്തിന് ശേഷം റെയ്ന കാണാൻ പോയാണ്. റെയ്ന ഇന്റർനാഷണൽ സ്റ്റേജ്. ഞാൻ ഇത്ര നാൾ വാച്ച് പാർട്ടിയിട്ട് ആദ്യമായിട്ടാണ് ഒരാൾ റെയ്ന എടുക്കുന്നത്. ഏടാ മോനെ, എന്നാ PRXന്റെ കളി കാണാൻ പറ്റിയില്ല. ജിങ്ങിന്റെ കംബാക്ക് ആയിരുന്നു. ഓടാ വാടൂ, ഞാൻ വാച്ച് പാർട്ടി ആയിട്ടുണ്ട്, എടുത്തു വെച്ച് കാണ്. മെനിഞ്ഞാന്നായിരുന്നു തോന്നുന്നു. അപ്പോ വിഷയമായിരുന്നടാ. ജിങ് ഒന്ന് ആദ്യം ഫോം ഔട്ട് ആയിരുന്നു, പിന്നെ അങ്ങോട്ടൊരു ഫോം ആയി വയ്യേ. അവന്റെ സാച്ചിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ആരും ക്ലോവ് യൂസ് ആക്കുന്നില്ലല്ലോ. അലൗഡ് അല്ല. അതെന്തൊരു ബഗ് ഉണ്ട്. സംതിങ് റെയിന ആയിരുന്നു. അതെപ്പാ റെയിന കളിച്ച സ്കൗട്ട്?
ഇനി ഞാൻ ഇനി മറന്നു പോയണ സീരിയസ് ഗെയിമിംഗ് ഹായടാ സെൻ 100 Thieves-നെ പണ്ണി 100 Thieves നല്ലോണം കളിച്ചടാ. പണ്ണി എന്ന് പറയാൻ പറ്റൂല, പക്ഷെ സെൻ ഒരു സ്റ്റെപ്പ് ഹെഡ് ആണെന്ന് 100 Thieves-ന് നല്ലോണം മനസ്സിലാക്കി കൊടുത്ത്. അതേ പറയാൻ പറ്റുള്ളൂ. പണ്ണി എന്ന് പറയാൻ പറ്റൂല. പണ്ണിയത് ഇന്ന് ഗ്ലോബൽ Esports-ന്റെ കളിയായിരുന്നു അങ്ങനത്തെ ഒരു ഇത് പറയാനുള്ളത്. DRX-ന്റെ അല്ലേ വാച്ച് പാർട്ടി ചെയ്തത്. റെയിനായിരുന്നു അസെന്റ്. റെയിൻ എടുത്തായിരുന്നു. ഞാൻ ഇപ്പോൾ വാച്ച് കളി കണ്ടില്ല. എനിക്ക് ആ കളി NRG അഗൻസ്റ്റ് ആയിരുന്നടാ, അത് ഞാൻ കണ്ടില്ല. അതാണാ സംതിങ് പ്ലേഡ് റെയിന സെവറൽ ടൈംസ് തന്നെടാ. എടാ പോടാ, മൈൻഡിലായിരുന്നു തോന്നുന്നു. ഓക്കെ, കളി തുടങ്ങി. ഡബിൾ കൺട്രോളർ, ഡ്യുവലിസ്റ്റ് ഇല്ല. ആ പട്ടിയെ തിരിച്ചെടുക്കാൻ പറ്റുന്ന വിഷയം തന്നെ കേട്ടോ, അത് വിഷയമാണ്. ഞാൻ ഇതൊരു ഗെക്കോ ആണ് ഐസ് ബോക്സിൽ. ജെറ്റ് കിട്ടിയില്ലേ ഗെക്കോ. ഓ പട്ടി തുപ്പി. കുറച്ച് വോളിയം കുറവാണ്. എനിക്ക് ഇംഗ്ലീഷിന്റെ ഒക്കെ വോളിയം കൂട്ടാൻ തോന്നുന്നു, സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട് അവരെ. ഇത് സെക്കൻഡ് മാപ്പാണ്. ഫസ്റ്റ് മാപ്പ് ക്രൂ ജയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മാപ്പ് കേട്ടോ. KMC കപ്പിലെ ഹൈ എല്ലാരും എവിടെ ഉള്ളവർ തന്നെ. TVM ബെസ്റ്റ് ഏജന്റ് ഇൻ യുവർ ഒപ്പീനിയൻ. എന്റെ ഒപ്പീനിയനിൽ ഇപ്പോഴത്തെ ബെസ്റ്റ് ഏജന്റ് ക്ലോവ് ഗിഡിൽ ഏജന്റ് ആണ്. ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. അത് ഓരോ ക്ലാസ്സിൽ പറയണം. കൺട്രോളറിലാണെങ്കിൽ ഒമൻ കൊള്ളാം, ക്ലോവ് കൊള്ളാം. അയ്യോ പണ്ണി. ഡ്യൂവലിസ്റ്റിലാണെ റേസ് ഒന്നും നോക്കില്ല. റേസ് ബെസ്റ്റ് ഏജന്റ് റേസ്, പിന്നെ ജെറ്റ്. എനിക്ക് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ക്ലാസ് ചേംബറിൻ്റെ ആണ്. ചേംബറിന് അവർ ഒരു ഫ്ലാഷ് കൊടുത്തിട്ട് ഡ്യൂവലിസ്റ്റ് ആക്കണം എന്നാണ് ഞാൻ പറയണത്. അങ്ങനെ പുതിയൊരു സെന്റിനെല്ലാം കൊണ്ടുവരണം. ഇപ്പോഴത്തെ ഒരു ക്ലാസ്സിൽ എനിക്ക് ചേംബറിന് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഇനി മിക്സഡ് ക്ലാസ്സുകൾ കൊണ്ടുവരണം. സെന്റിനൽ പ്ലസ് ഡ്യൂവലിസ്റ്റ് അങ്ങനത്തെ ഒരു ക്ലാസ് കൊണ്ടുവന്നിട്ട് ചേംബറിന് അതിലിടണം. പുതിയ ഏജന്റൊക്കെ അങ്ങനെ ഇറങ്ങണം. സെന്റിനൽ പ്ലസ് ഡ്യൂവലിസ്റ്റ് അങ്ങനെ വലിയൊക്കെ എനിക്ക് കൊള്ളായിരിക്കും. എന്നാൽ ഞാൻ ഫെയ്ഡായി. ബട്ട് റാങ്ക് അപ്പ് ആകാൻ യൂസ് ഉണ്ടാവുമോ എന്ന് ഹയർ ലോബി. എടാ നമ്മൾ കളിച്ച റാങ്ക് അപ്പ് ആവും, അങ്ങനെ സീനൊന്നുമില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, എല്ലാ മാപ്പിലും നമുക്ക് ഒരേ ഇനിഷ്യേറ്റർ അല്ലെങ്കിൽ ഒരേ ഏജന്റ് കളിക്കാൻ പറ്റൂല. എനിക്കൊന്ന് കൂടുതലും നമുക്ക് ഒരേ മാപ്പിൽ ഒരേ ഏജന്റ് കളിക്കാൻ പറ്റുന്ന സൈഫറും കിൽ ജോയ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു സെന്റിനൽ എടുക്കുകയാണെങ്കിൽ അങ്ങനെ കളിക്കാൻ പറ്റും. പക്ഷെ ബാക്കിയൊക്കെ നമുക്ക് മാറി കളിക്കേണ്ടി വരും. ചേംബറിന്റെ ഡബിൾ TP തിരിച്ചു വന്നാലോ. എന്നാലും അതിനൊരു സെന്റിനലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഡബിൾ ട്രാപ്പ് കൊണ്ടുവന്നാൽ പിന്നെയും കൺസിഡർ ചെയ്യാം. പണ്ടത്തെ പോലെ ഡബിൾ ട്രാപ്പ് ഉണ്ടെങ്കിൽ പിന്നെയും സെറ്റാണ്. വാട്ട് അബൌട്ട് നിയോൺ? അത് ജോഷിൻ പ്രശ്നം എന്ന് പറയാൻ നമ്മൾ ഇവിടത്തെ ഒരു ലോബി ഉണ്ടല്ലോ, നമ്മൾ ഇപ്പൊ കളിക്കുന്ന ഇവിടത്തെ കറണ്ട് ലോബി മുംബൈ സെർവർ മറ്റേ പറയണേ. അവിടെ ഞാൻ നല്ലൊരു നിയോണിനെ കണ്ടിട്ടുമില്ല, ആരും കളിക്കുന്ന കണ്ടിട്ടുമില്ല. സ്റ്റീവ് കളിക്കും, പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ എടുത്തു പറയത്തക്ക അതുകൊണ്ട് എനിക്ക് അറിയില്ല. പുറത്തോട്ടൊക്കെ ആണെങ്കിൽ നിയോൺ കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിയോൺ നല്ലൊരു ഏജന്റാണ്. നമ്മളിവിടെ ഇതൊരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടില്ല നിയോൺ ഒരു കിടിലെ ഒരു OP ഏജന്റാണ്. പ്രത്യേകിച്ച് ഹൈ ടയർ ലോബിയിലേക്ക് അൾട്ടി അടിച്ച് വരുമ്പോൾ തന്നെ അവനെ അടിച്ചാൽ കൊല്ലും. ഓൾഡ് ചേംബർ വിഷയമായിരുന്നു. നമ്മൾ പണ്ട് തീരാൻ ചേംബർ ആയിരുന്നു, ഓർമ്മയുണ്ട ബ്രോ? ഞാൻ യോറ് മാത്രം യൂസ് ചെയ്ത് പ്ലാറ്റീവ് ആയി. അപ്പോൾ വിഷയമാണല്ലോടാ ശ്രീരാജ. എനിക്ക് യോറ് കളിക്കുന്ന പ്രത്യേക സ്നേഹമാണ്. വിഷയ ഏജന്റാണ് യോറു. ഭയങ്കരമായിട്ട് ബുദ്ധിക്കളി കളിക്കുക അത് വെച്ചിട്ട്. ട്രിക്സ്റ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ. ടീമേറ്റിന്റെ നിയോണാണ് നിയോൺ. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ പറയണത്. ടീമേറ്റിന്റെ ഒരു 6-7-8 മാസം മുമ്പൊക്കെ ഉള്ളൊരു ഗെയിം പ്ലേ ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ടീമേറ്റിന്റെ ഒക്കെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ഗ്രിമ്മ്, ടിമറ്റ്, അങ്ങനെ കുറേ പേര്, അങ്ങനെ പലരെയും ലൈവ് കാണുമ്പോഴത്തേക്ക് നമുക്ക് അവർ മുക്കാൽ സമയം പണ്ണപ്പെടണയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ അത് അവരെ തെറ്റല്ല, ഞാൻ പറയണം. ഈ കാണുന്ന കളിയൊന്നും ലൈവിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇതൊക്കെ അവർക്ക് ക്ലിപ്പൊക്കെ എടുത്ത് ഉണ്ടാക്കണതാണ് മാസങ്ങളോളം. ഞാൻ പൊതുവെ എല്ലാവരും ലൈവ് കാണും. ഈ കണ്ടന്റ് ഇടുന്ന എല്ലാവരും ലൈവ് ഞാൻ കാണും. അപ്പോൾ ഈ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ആ ഒരു കളിയോ ഒന്നും നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല. വല്ലപ്പോഴും ഉള്ളൊരു സംഭവമാണ് അത്. നമുക്ക് പക്ഷേ തെറ്റിദ്ധരിക്കും, നമ്മളുള്ള ഇവ എപ്പോഴും ഇങ്ങനെ കളിക്കുന്നു വിചാരിക്കും. ഒരു ഏസ് ക്ലിപ്പ്
ഷോർട്സിലുണ്ടായിരുന്നു വിത്ത് എപ്പിക് ഡയലോഗ് ദിസ് ഇസ് മോർണിംഗ് ഫക്കിംഗ് സ്റ്റാർ ഓനെ സീൻ ഏതാ അത് വിഷയമായിരുന്നു. ജോയിന്റെ ബ്രീച്ച് ഗെയിം പ്ലേ നൈസാണ്. എനിക്ക് സെറ്റ് ആവൂലേ ബ്രീച്ച്. എനിക്ക് ഒന്നുകിൽ ഭയങ്കര സ്ലോ അല്ലെങ്കിൽ ഭയങ്കര ഹൈ പേസ്ഡ് ഗെയിം പ്ലേ അങ്ങനെ പറ്റുള്ളൂ. നടുക്കുള്ളത് പറ്റൂല. എനിക്ക് പക്ഷേ ഇനിഷ്യേറ്റർ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക സന്തോഷമാണ് കളിക്കാൻ. പോഹയെ കൂടെയൊക്കെ റിവീൽ ചെയ്തൊക്കെ ഓഡിന് വെച്ച് കാണിക്കുമ്പോൾ ഉണ്ടല്ലോ. ഓ വന്ന് പണിയിട്ടു വേടാ, അറിഞ്ഞില്ലേ? അടുത്ത ബോൾ വരാൻ നിൽക്കുന്നു. ഈ മഞ്ഞപ്പെട്ടി നിന്നാ പണ്ണപ്പെട്ടെന്നാണ് അർത്ഥം. ഇവിടെ ഫേക്ക് ചെയ്തേ അലാം ബോട്ട് വെച്ചത് കേട്ട് ഗിൽജോയ്. ഇല്ല ഫേക്കല്ല, അവന്മാർ ശരിക്കും പോകണം. മറ്റേ ഗിൽജോയ്ക്ക് ഇൻഫോ ഉണ്ട്, അവർക്ക് ഇൻഫോ കിട്ടിയിട്ടുണ്ട്. എല്ലാം റൊട്ടേറ്റ് ചെയ്ത് ഓടി വരണുണ്ട്. നെക്സ്റ്റ് മാച്ച് വിച്ച് ടീം? ഞാനൊരു നിയോൺ പ്ലെയർ ആണ്. എന്തോ ആ അഗ്രസീവ് മൂവ്മെന്റ് ഇഷ്ടപ്പെട്ടു. എടാ നല്ല കാര്യം എന്ന് വെച്ചാൽ നിയോണൊന്നും അധികം നമ്മളെ ലോബികൾ കളിക്കാറില്ല, കൗണ്ടർ ചെയ്യാനും അറിഞ്ഞുകൂടാ. നല്ലോണം കളിച്ച് പഠിക്കാൻ പറ്റിയ സെറ്റാണ്. റേസിന്റെ സാച്ചില് അത് എങ്ങനെ ഒന്ന്, അതുകൊണ്ട് ഞാൻ മടുത്തു. എടാ എളുപ്പമാടാ റേസിന്റെ സാച്ചില്, ഒരു പാടുമില്ല റേസിന്റെ സാച്ചില്. ഭയങ്കര എളുപ്പമുള്ളവരാണ്. ആകെ കുറച്ച് ടൈമിങ് സെറ്റാണെന്നേ ഉള്ളൂ. ഓയ്യോ എന്തൊരു ഷോട്ടടാ അതൊക്കെ. പ്ലാൻ ചെയ്യാൻ വന്നവരെ ഫുൾ ഡിസേബിൾ ചെയ്തടാ. പ്ലാൻ ചെയ്യാൻ പറ്റൂല. ഇത് കുറച്ച് മാറിയ പ്ലാൻ ചെയ്യാൻ പറ്റും. കുറച്ച് ഫോർവേഡ് കയറി പ്ലാൻ ചെയ്യണം. ഒരാളെ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് ക്യാൻസൽ ചെയ്യാം. ഓ പ്ലാന്റ് ക്യാൻസൽ ചെയ്തടാ. ഇല്ല ബാക്കി പ്ലാൻ ചെയ്ത്. എന്റെ മോനെ 1v2 ആണ്. ഓ നൈസ് ട്രൈ നൈസ് ട്രൈ. മങ്കി കിങ് വന്ന് കൊണ്ടുപോയി. പക്ഷെ ആസ്ട്ര കളിക്കാൻ എപ്പോഴും അറിയാം. കുറച്ച് മെറ്റ ഏജൻസ് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നിയോൺ, ബ്രീച്ച്, ആസ്ട്ര. ഞാൻ മെറ്റ ഏജൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മെറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് OP ആയിട്ട് നമുക്ക് ഏത് ലോബിയിലും കളിക്കാൻ പറ്റുന്ന കുറച്ച് ഏജന്റുകൾ. അതാണ് മെറ്റ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ മെറ്റ മനസ്സിലായി. ഇപ്പോഴത്തെ മെറ്റ ആ ഏജന്റ് ആണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കളിക്കേണ്ടതൊക്കെയാണ് ബ്രീച്ച്, നിയോൺ, ക്ലോവ്. പിന്നീട് നമ്മൾ പൊതുവേ കളിക്കാത്ത ഏജന്റുകളാണ് ഈ മെറ്റ ഏജന്റ് എന്ന് പറയുന്നത്. നമ്മളെ ലോബിയിലൊന്നും കാണൂല. കായോ മനസ്സിലായി. നമ്മളവിടെയൊക്കെ പിക്ക് റേറ്റ് അത് കുറവായിരിക്കും. നമ്മൾ മറ്റേ സാധാരണ പിക്കുകൾ എടുത്ത് കളിക്കുന്നതുകൊണ്ടാണ് ഒരു ഇത് വരാത്തത്. പക്ഷെ മെറ്റ ഏജന്റ് കളിച്ച് പഠിച്ചാൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. കളിച്ച് പഠിച്ചാൽ, വെറുതെ കളിച്ചാലല്ല, കളിച്ച് പഠിച്ചാൽ. ഹാർബർ, അതെ ഹാർബർ, ആസ്ട്ര പ്രത്യേകിച്ച്. എനിക്കൊരിക്കലും പറ്റില്ല മെറ്റ ഏജന്റുകൾ കളിച്ച് പഠിക്കാൻ. Nazar sees the tail, so avoids it. Meanwhile, there's an exchange happening towards Boiler. Control now taken by the attack side up towards Kitchen. He couldn't connect his shots. Melzer playing the off angle at the window. Yes, he gets the kill with the Guardian, but all of his teammates fell down in the process. There's so much. ഇത് ഞാൻ പറഞ്ഞ കഴിഞ്ഞോണ നിങ്ങൾ പറഞ്ഞ ഇവന്മാര് കൊള്ളാം, നല്ല ടീമാണെന്ന്. ഇവന്മാര് തിരിച്ചടിക്കണല്ലോ. ഫ്യൂറിയ ഇങ്ങനെയാണ് നമ്മളുടെ ലോബിയിൽ ഒക്കെ സ്റ്റേജ് ഗ്രിംബോളൊക്കെ ആരെങ്കിലും യൂസ് ആക്കണ. പിന്നെ എത്രയോ ഗ്രിം ആവാൻ ശ്രമിക്കുന്നവരുണ്ട്. അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ പേര് തന്നെ ഗ്രിംബോൾ എന്നാണ്. മനസ്സിലായ? അത് അവൻ പേഴ്സണലൈസ് ചെയ്ത് പ്രൈവറ്റൈസ് ചെയ്ത് ട്രേഡ് മാർക്ക് അടിച്ച് കഴിഞ്ഞ അവന്റെ പേരാണ് അത് ഗ്രിം. അല്ലാതെ ഗ്രിംബോൾ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് അല്ല, അവന്റെ പേരാ അത്. അതിൽ അവൻ പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞ അവനെ പോലെ ആരും കളിക്കാൻ പറ്റൂല. പക്ഷെ അതുപോലെയായിരുന്നു ഫ്ലൈറ്റ്സ്. പക്ഷെ ഫ്ലൈറ്റ്സ് എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. ഫ്ലൈറ്റ്സ് എവിടെ പോയി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോടെ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രൊഫൈൽ എടുത്ത് നോക്കാം യൂട്യൂബിൽ. അവിടെ ഒരു വർഷം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടെന്നല്ല, ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞൂടാ. ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരാൾ എവിടെ പോയോ എന്തോ. ഓ ഞാൻ ഒരു കായോ ചത്തടി. ഫ്രോസ്റ്റി ഡേ They're still committing towards this A site, even when Noswar got dinged for 145 by the Sheriff. And Khalil just got dropped. There's a late lurk happening on the other end, so Furia has to pick up the pace, pushing out towards the backside of the A site. Sheriffs are answering back by crew. Noswar's alone now in that 5 HP. We were mentioning. അതുപോലെ ഓപ്പ് മെനിന്റെ പേര് അറിയപ്പെടണം. നമുക്കിപ്പോൾ മാർഷൽ ഉണ്ടല്ലോ, നമുക്ക് അത് മതി. മാർഷൽ എൻ്റെ ഷെറിഫാണ്. എൻ്റെ ശരിക്കുള്ള വെപ്പൺ ഓപ്പാണ്. What is this Reina? Frosty, ഞാനും സർപ്രൈസ്ഡ് ആയി.
You know the KO ult's up now for anything that's going to be coming through. അങ്ങനെ ക്രൂ ഒരു റൗണ്ട് പിടിച്ചിരിക്കുകയാണ്. ഒരു മസ്റ്റ് നീഡഡ് റൗണ്ട് ആയിരുന്നു. തൃപ്തി പിടിച്ചടേ, തൃപ്തി. ക്രൂ കൊള്ളാലോ ടീം. ഞാൻ ഇമോർട്ടൽ അടിച്ചാൽ കൂടെ കളിക്കൂ. എടാ സോപ്പേ, നീ റേഡിയന്റ് അടിച്ചാൽ പോലും ഞാൻ കൂടെ കളിക്കില്ല. എനിക്കിപ്പോൾ എൻ്റെ അടുത്തൊരു സ്നേഹമുണ്ട്, അതങ്ങ് പോകും. വെറുതെ എന്തിനാണ് ഇവിടെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ കൂടെ കളിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല. കൂടെ കളിക്കുമ്പോൾ ഞാൻ പലതും പറയും, മനസ്സിലായി. ഞാൻ നിങ്ങളെ ലൈവിൽ കണ്ടുള്ള പരിചയം ചിലപ്പോൾ ഞാൻ വിചാരിക്കും വർഷങ്ങളായിട്ടുള്ള പരിചയമാണെന്ന് വിചാരിച്ച് പലതും പറയും, മനസ്സിലായ. അതാണ് സീൻ. എൻ്റെ മോഡറേറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് കളിച്ച് ഒരുത്തം പെടുത്ത് മേവറിക്ക് രണ്ടൊരു ബോധം കെട്ട് വീണ് 4 മിണ്ടാതെയായി. അവന്മാർ വേറെ ചാനലിൽ പോയി. അതുകൊണ്ട് ഞാൻ നിർത്തി, ഞാൻ അവന്മാരുടെ കളികളെ നിർത്തി. പ്രൈം അവ എനിക്കെതിരെ ഇതൊക്കെ ഇറങ്ങി തുടങ്ങി, മറ്റേ ഹേറ്റ് ക്യാമ്പയിനൊക്കെ ഇറങ്ങി തുടങ്ങി അവൻ്റെ കൂടെ കളിച്ച്. അതുകൊണ്ട് ഞാൻ നിർത്തി, ഞാൻ കൂടെ കളിക്കൂല. ഓ അത് നൈസടാ, എൻ്റെ അമ്മ. ഈ സെറയും ആ ഫ്ലാഷും വിഷയായിരുന്നത്. ലോല അറിയാം കണ്ട സ്ഥിരം സൂപ്പർ ചാറ്റ് ചെയ്യുന്നതായിരുന്നു ഇമോർട്ടൽ. അവൻ്റെ കൂടെ കളിച്ചാൽ ഇപ്പോൾ സൂപ്പർ ചാറ്റ് ചെയ്യാതെയായി ജോജോ. കാശ്, ധനനഷ്ടം, മാനഹാനി. പിന്നെ എന്തിനാണ് ആൾക്കാർ കൂടെ കളിക്കണേ? അയക്കടാ പട്ടി 1000 രൂപ. There's that shy util as a killjoy. This is wild for Furia. They need goggles against this crew composition. One phrase is playing over in my head. Another one, and here comes ടെൻസ് ഡ്യൂവലിസ്റ്റ് കളിക്കുന്നത് കാണാൻ നല്ല രസം. കാണാൻ രസമാണ്, പക്ഷെ ടീമിന് അതല്ല വേണ്ടത്. ടീമിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ടെൻസ് നിൽക്കണം, മനസ്സിലായി. ടെൻസിന് ഏത് കൊടുത്താലും ടെൻസ് കൊല്ലും. അവൻ ഒരു പ്രോഡിജയാണ്. അവന് എയിം വൈസ് അവൻ OP-ആണ്, സ്കില്ല് വൈസ് OP-ആണ്, അവൻ്റെ വിവരം വൈസ് OP-ആണ്. പക്ഷെ അവനൊരു ജെറ്റ് കൊടുത്തു വിട്ടാൽ ആ ഒരു സൈറ്റിൽ ഒരു കില്ല് ചാവും, മനസ്സിലായോ. പക്ഷെ നിന്ന് കളിക്കാനും അവന് പറ്റും. കുറച്ചുകൂടെ സർവൈവ് ചെയ്താൽ ടീമിന് ഗുണമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളെ രഘുല് റെയിനേക്കാൾ നന്നായിട്ട് കളിക്കുന്നത് കിൽജോയാണ്. ഞാൻ പലവണ്ണം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വോർട്ടെക്സ് സ്മോക്ക് നല്ലോണം കളിക്കും. അതേപോലെ നമ്മുടെ ഇവൻ എന്തിനാ എൻ്റെ പേര്, വെജീറ്റ മൈരൻ, അവൻ ജെറ്റ് കൊടുക്കാതെ പുക കൊടുത്താൽ അവൻ കിടിലുമായിട്ട് കളിക്കും. 10-30 കില്ലൊക്കെ എടുക്കാൻ കഴിവുള്ള ഒരുവനാണ്. പക്ഷേ ഈ ഡുവലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെ വിചാരം അതാണ് കളിക്കേണ്ടത്, മനസ്സിലായ. അതാണ് ഏറ്റവും ശോകം. ഇതിലെങ്ങനെ ഒരു ക്ലാസ് ഡിവിഷൻ ഉള്ളത് ഭയങ്കര ശോകമാണ്. അതുപോലെയാണ് ചില പ്ലേയേഴ്സിന് ചില രീതിയിൽ ഇടുമ്പോഴാണ് അവർക്ക് ഫുൾ പൊട്ടൻഷ്യൽ വെളി വരുന്നത്. ഇനി ബ്രോ ഫുഡൊക്കെ കഴിച്ചു? എടേ ഫ്രോസ്റ്റി ഞാനൊന്നും കഴിച്ചില്ലടാ. ഞാൻ വൈകുന്നേരം മറ്റേ നേരത്തെ വാച്ച് പാർട്ടി കഴിഞ്ഞിട്ട് ഫിഷ് ബിരിയാണി ചൂടായി കഴിച്ചാലും പിന്നെ ഒന്നും കഴിച്ചില്ല. ഒന്നും ഇല്ല ഇനി കഴിക്കണമെന്നില്ല. കാരണം ജെറ്റിന് മുമ്പത്തെ പോലെ ഡ്യുവൽ അപ് ഡ്രാഫ്റ്റ് വന്നാൽ എന്തെങ്കിലും യൂസ് ഉള്ളൂ. പിന്നെ വിഷയമല്ലടാ അത് ഡ്യുവൽ അപ് ഡ്രാഫ്റ്റ്. നമ്മൾ മറ്റേ ഈ ഐസ് ബോക്സിൽ തന്നെ മറ്റേ ടീസ്പോണിൽ നിന്ന് പടപട അപ് ഡ്രാഫ്റ്റ് ചെയ്ത് മോളിൽ കയറിയൊക്കെ കത്തി എറിയാനൊക്കെ ഓർമ്മയില്ലേ മിഡിലുള്ളവരെയൊക്കെ. ഫ്ലൈറ്റ്സ് ഇപ്പോൾ ബോക്സിങ് ആണല്ലേ. പിന്നെ ഓർഡർ ചെയ്യുന്ന എനിക്ക് വെളിയിൽ നിന്ന് ആഹാരം ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്യാറേ ഇല്ലടാ. എന്നൊന്ന് രാത്രി ഇവിടെ കിട്ടണത് ആ ബിരിയാണി മാത്രം കിട്ടും. ഞാൻ ഇപ്പോൾ വാങ്ങിക്കാറേ ഇല്ല. ഒയ്യോ എടാ ഇവൻ വേറെ ലോബി കളിക്കേണ്ടവരാടാ. ഇവനാണ് ഫുൾ ഫസ്റ്റ് ബ്ലഡ് എടുത്ത് കൊടുക്കുന്നത്. ഈ കളി കഴിയുമ്പോൾ സെറേരെ ഫസ്റ്റ് ബ്ലഡ് കാണണം. ഇതാണ് ഇവരെ ഡ്യുവലിസ്റ്റ്. എന്റെ ആളിയ ഫ്ലാഷ് എറിഞ്ഞ് ഓമൻ ടെലിപ്പോർട്ട് ചെയ്ത് അടിച്ചു കൊല്ലണ്. പോയി ഫുഡ് കഴിക്കുക ഫ്രോസ്റ്റി. കഴിക്കാം കത്തിക്ക് മാത്രം കുത്തിയിടുന്ന ഓമൻ അറിയോ ജോൾസ്. എടാ അതൊക്കെ ചുമ്മാ വല്ല അയൺ ലോബിയിലോ വല്ല ലക്ക് വൈസോ നമ്മൾ കുത്താൻ വേണ്ടി കളിക്കണവരൊന്നും ആരും കുത്താൻ വേണ്ടി കളിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. അത് ശരിക്കും ഞാൻ പറയണം. അങ്ങനത്തെ വീഡിയോസൊക്കെ അവർ ഒരുപാട് എണ്ണം കളക്ട് ചെയ്തിടണേ. Just pretty clean and simple. Didn't really care that they got hit by the KO knife. Walk in, lockdown. Simple sight take. Nice fundamentals on that one from Furia. Not chancing anything with the ults. Vijay, hello. And yeah, always feels good when MW Zera as well. നൈഫിന് എന്താണ് ഡിമാൻഡ്? എടാ അത് ഞാൻ പറഞ്ഞുതരാം. നൈഫ് എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ നമ്മൾ ട്രീറ്റ് ചെയ്യണ രീതിയും ഇപ്പോൾ ഉള്ള ആൾക്കാർ ട്രീറ്റ് ചെയ്യണ രീതിയും വേറെയാണ്. എന്ന് വെച്ചാൽ പബ്ജിയിൽ നിന്ന് വന്നവർക്ക് ഈ പാൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോന്നും ഒരു ഭയങ്കര മോശമായ ഒരു കാര്യം പോലെയാണ് അവർക്ക്. പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളെ കുത്തിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ടീമിൻ്റെ മൊറാല് കളയുക എന്നുള്ളതാണ്. അപ്പുറത്ത് നല്ല കളിക്കണ ഒരുത്തനെ കുത്തിക്കഴിഞ്ഞാൽ അത് ഭയങ്കര നാണക്കേടാണ്. അവൻ്റെ കളി അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും.
അത് നമ്മളെ ടീമിന് അഡ്വാൻറ്റേജാണ് കുത്തിയിടുമ്പോൾ. അതാണ് നൈഫിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. ഈ നൈഫ് 2 രീതിക്ക് പോകാം. ഇതൊരു ഗ്യാമ്പിളാണ്. ഒന്നിക്ക് ആ നൈഫ് കിട്ടണമെങ്കിൽ കുരു പൊട്ടി നമ്മളൊക്കെ അടിച്ച് പണ്ണും. പക്ഷെ അതിനുള്ള ചാൻസ് ഒരു 20%. 80% ഈവൻ ടീംമേറ്റ്സുമായിട്ട് ഇതാവും. ഇവിടെ നേരെ കളി മറ്റേ മറിച്ചെന്ന് പറഞ്ഞ് ടീംമേറ്റ്സുമായിട്ട് അടിയാവുകയോ ടീമിൻ്റെ ഇടയ്ക്കൊരു റിഫ്റ്റ് വരെ എന്തെങ്കിലും ചെയ്യും. നമുക്കതാണ് വേണ്ട. മൊറാല് തകർക്കുക എന്നുള്ള നൈഫിൻ്റെ ഏറ്റവും ഉപയോഗം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഒരു സ്മൈലി മതി. അത് കഴിഞ്ഞിട്ട് ഒരു ചിരിക്കുന്ന സ്മൈലിയോ ക്യാൻ ഐ ഹാവ് മൈ നൈഫ് ബാക്ക് അത്രയും മതി. പിന്നെയാണ് പിത്തൽജി 2 ടീമിൽ കളിച്ച സീനാകും. ഫുൾ കത്തിക്കുത്താണ്. പിത്തൽജി അല്ലേ? പിത്തൽജി ഒരു നൈഫറായിരുന്നു. അങ്ങേരെ ജസ്റ്റ് ഒന്ന് ഉണർത്തി വിട്ടതേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഓടി നടന്ന് കുത്തയാണ്. പിത്തൽജി എന്നെ ഒരു ദിവസം കുത്തി. നിങ്ങൾ കണ്ടായിരുന്ന ലൈവ്? അന്ന് ലൈവ് കണ്ടൊരു ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നിങ്ങളന്ന് കണ്ടായിരുന്ന ആ ലൈവ്? ഒരു കത്തി കുത്തി കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണത്. ആനും അങ്ങേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് കൊലപാതകമായിരുന്നു. പിത്തൽജി അന്ന് കത്തി കായലി എറിഞ്ഞ് കുത്തി കായലി കളഞ്ഞെന്ന് ഒരു വട്ടം എന്നെ കുത്തി. പിന്നെ പിത്തൽജി രാവി എറിഞ്ഞ്. പക്ഷെ നമുക്ക് 2 സീനൊന്നുമില്ല. നമ്മൾ ചില്ലാണ്. വി ആർ ചിൽ അബൌട്ട് ഇറ്റ്. ഒരു ഷോർട്ട്സ് ഇടണം അങ്ങനെ കുത്തണത്. ഒരു 8 വട്ടം എന്തിനു കുത്തിയെന്ന്. പിന്നെയാണ് ഹൗ ആർ യു? സുഖല്ലേ? സുഖാടാ സുഖം. അസെൻ്റ് അല്ലേ? ഏതൊക്കെയോ മാപ്പിൽ കുത്തിയെന്ന്. നമ്മൾ കസ്റ്റം ലോബി എന്തായിരുന്നു. അപ്പം അതാണിത്. നമുക്ക് കിട്ടിയാൽ കൊടുക്കണം. പണ്ണാട കുത്തു കൊടുത്ത് ഗെയിം കയറുന്നപ്പോൾ അതെ 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 അത് തന്നെ വിഷയമായിരുന്നത്. ഡിന്നർ കഴിച്ചോ? ഇല്ലടാ AGS. ഡേയ് അണ്ണാ അതല്ല, നൈഫ് സ്കിൻ ഏതാണ് മോർ ഡിമാൻഡ്? എനിക്ക് ജെറ്റ് കളിക്കുമ്പോൾ ഓപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടം മറ്റേ കുനായി നൈഫ് പോലെ ഇരിക്കണില്ലേ, അതാണ്. അത് ഞാൻ പണ്ട് മറ്റേ ഇവൻ്റെ ഇല്ലേ നമ്മുടെ ഫ്യൂസ് ഇല്ലേ, ഫ്യൂസിൻ്റെ ഇരിക്കണണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചത്. നല്ല രസമാണ്. ഓപ്പ് ചെയ്ത് നമ്മൾ അതെടുത്ത് മാറണതാണ്. എനിക്കത് പ്രത്യേക വൈബാണ് അത് കാണാനായിട്ട്. എനിക്ക് ഓപ്പ് കളിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള അതാണ്. പക്ഷെ ആൾക്കാർ ഇടാൻ സമ്മതിക്കില്ല. അവർക്ക് കാണാൻ ഇഷ്ടമില്ല. അത് ആനിമേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ഇത് കഴിഞ്ഞ് കഷ്ടം കളിക്കും. ആളൊന്നും കാണൂല. ഹേ മെന്നിയണ്ണ, ഹേ പ്രണവേ, ഹായ് പ്രണവേ. പിന്നെ അസറയിൽ പണി കിട്ടും പിത്തൽജി കുട്ടി. എടാ അതൊന്നും നോക്കണ്ട. അത് ആ ഒരു ഇതിൽ കണ്ടാൽ മതി. മനസ്സിലായോ? ഇത് ഗിവ് ആൻഡ് ടേക്ക് ആണ്. കൊടുക്കണത് തിരിച്ച് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ആ സെൻസിൽ എടുക്കുക. മനസ്സിലായി? നമ്മൾ കൊടുക്കണുണ്ട്. കൊടുക്കുമ്പോൾ ഒരു 100 എണ്ണം കൊടുത്ത 1 തിരിച്ച് കിട്ടും. കൊടുത്തതാ തിരിച്ച് മറ്റേ എന്തിനാ പറയല്ലോ, ഒരു പഴഞ്ചൊല്ല് എവിടെ കിട്ടും എന്ന് പറയില്ല, അതുപോലെയാണിത്. ആ രീതിക്ക് എടുത്താൽ മതി. വാൻഡൽ ഓർ ഫാന്തം എനിക്ക് കളിക്കാൻ അറിഞ്ഞാൽ, പക്ഷേ ഫാന്തമാണ് കുറച്ചുകൂടെ നല്ലത്. എന്നുവെച്ചാൽ നമുക്ക് ഒരിടത്തിരുന്ന് ഇങ്ങനെ വെടിവെക്കാൻ പറ്റില്ല. വേഷവും പട്ടിയും കാക്കയും തെണ്ടിയൊക്കെ വരുന്ന സമയത്ത് ഓടിക്കൊണ്ടൊക്കെ വെടിവെക്കാൻ ഫാന്തമാണ് കുറച്ചുകൂടെ ഇത്. മറ്റേ കുറച്ചുകൂടെ ബ്രിട്ടിലാണ് വാൻഡൽ. കണ്ട ഫാന്തം വെച്ച് അടിക്കാനുണ്ട ഓടിക്കൊണ്ട് നടന്നുകൊണ്ടൊക്കെ. അങ്ങനെ അഡ്വാൻറ്റേജ് ഫാന്തത്തിന് തോന്നുന്നുണ്ട്. പക്ഷെ പഠിക്കണം ഫാന്തം വെച്ച് കളിക്കാൻ. ഫാന്തം ദൂരെയാണ് നിൽക്കണമെങ്കിൽ ഒരു വെടിക്ക് ആൾ ചാവൂല. 124 ഡാമേജ് അടിക്കും. കുറച്ചുകൂടെ ക്ലോസ് ആണെങ്കിൽ 140 കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അത് തന്നെ Crew has found at least 1 or 2 kills every time they continue someone on this long B. The one round they had a thrifty, they almost were able to take away from Furia. With the ended at A. Still many ended CS:GO skins ഒക്കെ ഇപ്പോൾ ഉണ്ടോ? ഇല്ല catching Furia off guard. So I mean, hey, they keep trying. See it again here. CS:GO സ്കിൻ എന്ന് പറയുമ്പോൾ എനിക്ക് ട്രോമയാണ്. അപ്പോഴാണ് എനിക്ക് പണി കിട്ടിയത്. ആദ്യമായിട്ട് കളി തുടങ്ങി സ്കിന്ന് വാങ്ങിക്കാൻ നോക്കിയപ്പോൾ and then that's when they get Crew. Not right at the beginning, but the double flash team, they choose what they want to do at the start. Khalil now about to meet his maker. ഒളിയാ ഇവ മൂഞ്ചി എളിയാ കാളിയെ കളിച്ച് കളഞ്ഞ്. അണ്ണാ ഞാൻ കുറച്ച് ലേറ്റ് ആയപ്പോൾ അണ്ണൻ ലൈവ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. അണ്ണാ ഞാൻ കുറച്ച് ഇല്ല ഫ്ലെക്സ് ഓൺ ഗെയിമിംഗ് കറക്റ്റ് സമയത്താണ് വന്നത്. സെക്കൻഡ് മാച്ച് ആയിട്ട് ഇന്ന് കളി ഉണ്ടെന്ന് തോന്നലടാ. ഇതേ ഉള്ളൂ തോന്നുന്നു. നോക്കണം ഇനി ഉണ്ടാന്ന്. ആളി ഇവന്മാരെ മുട്ടാൻ കളി കേട്ടാ. ക്രൂ മുട്ടാൻ കളി. ടൈം ഔട്ട് വിളിച്ച് കിട്ടിയ അടിയിൽ ഫ്ലാഷ് കിട്ടിയ അടിയിൽ ഫ്യൂറിയ ടൈം ഔട്ട് വിളിച്ച്. CS:GO സെറ്റ് ഗെയിമാണ്. CS:GO നല്ല ഗെയിമൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക്
ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാൻ ബ്രോ. ഞാൻ CSGO ഹാക്കേഴ്സ് കാരണം നിർത്തിയിട്ട് ഫുള്ളി ഡോട്ട 2 മാറി. മനസ്സിലായി? ഫുള്ളി ഡോട്ട 2 എന്ന് പറഞ്ഞൊരു കളി FPS ഗെയിംസായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കളി കളിച്ചുകൊണ്ടിരിക്കുക. 4,000-6,000 മണിക്കൂർ വെറുതെ കളഞ്ഞു. അതിൽ ഒരിടത്തും എത്തിയില്ല. പക്ഷെ ഒരു സന്തോഷമാണ് കളിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായി? നമുക്ക് ഹാക്കർമാരൊന്നുമില്ല, സന്തോഷമാണ് കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ ജോലിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോയി. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പം വാലറൻ്റ് ഇറങ്ങണത്. അങ്ങനെയാണ് തിരിച്ച് വരുന്നത്. ഞാൻ വാലോ കളിച്ചതിന് ശേഷം എനിക്ക് CS കളിച്ചിട്ട് ഞാൻ കുറച്ചേ കളിച്ചുള്ളൂ. ചിലപ്പം ഒരാഴ്ചയൊക്കെ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ എനിക്കെന്തോ വാലോ തന്നെയാണ് കൂടുതൽ ഇഷ്ടം CS-നേക്കാളും. കുറച്ചൊരു കളറാണ് ആൾക്കാർക്ക്. എന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടമല്ല ഇവിടെ നോക്കേണ്ടത്. ഒരു സ്ട്രീമർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാൻ ഇഷ്ടം വാലോ തന്നെയാണ്. മറ്റേത് കുറച്ചും കൂടെ ഒറിജിനാലിറ്റി ആയിരിക്കണം, സ്മോക്കും നെയ്ഡും ഫ്ലാഷും ഒക്കെ. ഇതിൽ കുറച്ചൊരു ആനിമേ ടച്ച് കാർട്ടൂണിഷ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. CS2 നോട്ട് കളർഫുൾ. അതെ CS2 സ്റ്റിൽ ഫുൾ ഹാക്കേഴ്സാണ്. കയറാൻ നിവർത്തിയില്ല. എനിക്കിത് പറയുമ്പോൾ റോഷനാണ് ഓർമ്മ പറഞ്ഞത്. CS2 ഇറങ്ങിയപ്പോൾ റോഷൻ എന്നെ വിളിച്ച്, ഞാൻ ലൈവിൽ ഒരു ദിവസം കളിച്ച്, റോഷൻ എന്നെ വിളിച്ച് ഇതിൽ കയറി. ഞാൻ പറഞ്ഞുതരാം, ഇത് കളി കഴിയിട്ട് എന്നിട്ട് പറഞ്ഞുതരാം, നമുക്ക് സംസാരിക്കാൻ സമയം കിട്ടും. അപ്പോൾ ഗൈസ് അങ്ങനെ 9 റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ഫ്യൂറിക്ക് 5 റൗണ്ടും ക്രൂവിന് 4 റൗണ്ടുമാണ് ഉള്ളത്. ഇത് ക്രൂവിൻ്റെ ഒരു ബൈ റൗണ്ടാണ്, ഫ്യൂറിയുടെ ഒരു ഇക്കോ റൗണ്ടാണിത്. ഈ റൗണ്ട് ഫ്യൂറിക്ക് ജയിക്കാൻ പറ്റിയ ഒരു വൻ അഡ്വാൻറ്റേജ് ആണിത്. അളിയാ ഇത് നോക്കിത്. അയ്യോ എനിക്ക് കൊതിയാവണ്. ഓമൻ ഫ്ലാഷ് നോക്കടാ. ഓമൻ ടെലിപ്പോർട്ട് ചെയ്തൊരു വർക്കിൻ്റെ ഇടയിൽ ഏർലി മോർണിംഗ് ലൈവ് ടൈം പോണത് അറിയുന്നില്ല. പ്രണവേ താങ്ക് യുടാ. ഐഫോണിൻ്റെ ഷോ ആണല്ലോടാ തണ്ടി. 179 rupees. താങ്ക് യു പ്രണവേ, താങ്ക് യു ഫോർ ദ 179 ബ്രദർ. വെൽക്കം ടു ദ സ്ട്രീം. ഞാൻ ഇനിഷ്യേറ്റർ ഡിസൈൻ ചെയ്യുവാണ്. ഒരു ലാപ്ടോപ്പ് നോക്കും. ഞാൻ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുവാണ്. ലാപ്ടോപ്പ് നോക്കുന്നത് പ്രൈമറി ഇൻറ്റീരിയർ ഡിസൈനിങ്, സെക്കൻഡറി ഗെയിമിംഗ് ആണ്. നല്ല സ്പെക്കോസ്. ബ്രോ മുഹമ്മദ് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും. ഇൻസ്റ്റയിൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരാൾക്ക് ഇതുപോലെ എഡിറ്റിങ്ങിന് വേണ്ടി ഒരെണ്ണം പറഞ്ഞു കൊടുത്തത്. അതേ ലാപ്ടോപ്പ് കൊള്ളാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ റേഞ്ചിൽ തന്നെയാണ്. എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും. മോഡൽ ഞാൻ നോക്കി പറഞ്ഞുതരാം. CSGO ക്ലിപ്പല്ല കിട്ടിയത്, CS 1.6 ക്ലിപ്പാണ് കിട്ടിയത്. അതും ധ്വനിയുടെ. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഒരു കിടിലൻ ടൂർണമെൻറ്റ് നടന്നിട്ടുണ്ട് ധ്വനി. പണ്ട് ഒരു 10-12 വർഷം മുമ്പ് ഇന്ത്യയിലെ ബെസ്റ്റ് പ്ലെയർ വന്ന് കേരളയിലെ ബെസ്റ്റ് ടീമിൽ കളിച്ചു വരണം. അതിൻ്റെ കംപ്ലീറ്റ് ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതൊരു അൺസിപ്പ് ചെയ്ത് നോക്കിയില്ല. വലിയ എൻ്റെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അവൻ പറഞ്ഞ ഉണ്ടളിയാ എന്നാണ് പറഞ്ഞത്. നോക്കട്ടെ, ഞാൻ ഉണ്ടോയെന്ന് അറിയില്ല, നോക്കണം. തൃഫ്റ്റിന്ന് എഴുതി വന്നില്ല കേട്ടോ. ഒരു പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ തൃഫ്റ്റിയാണ്. പിന്നീട് ഉമ്മ തരുമോ? എടാ ഉമ്മ CT ധ്വനി. ഓർമ്മയുണ്ടോ വെന്നി എണ്ണ? ഓർമ്മയുണ്ടോന്നോ? നമ്മൾ അവിടെയൊക്കെ കളിച്ച കളി എന്ന് പറഞ്ഞാൽ 2-3 എയ്സൊക്കെ ഉണ്ടായിരുന്നു. ആ എയ്സ് ക്ലിപ്പ് കാണുമോ? കാണണേന്നാണ് പ്രാർത്ഥന. ഇതുവരെ എക്സ്ട്രാക്ട് ചെയ്ത് നോക്കിയില്ല. എനിക്ക് ഈ PC-യിൽ എക്സ്ട്രാക്ട് ചെയ്ത് പേടിയുടെ വല്ല സാധനം വല്ല അത് കയറി ഇരിപ്പുണ്ടെങ്കിൽ ഫുൾ PC ഉണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ എവിടെയെങ്കിലും എക്സ്ട്രാക്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. ബെൻ വർഗീസ്. അതെ ബെൻ വർഗീസ് വന്ന് തന്നെ. ബാക്ക് ഇൻ ഏജസ്. ഞാൻ എന്നാ കണ്ടന്റ് ഉറപ്പായിട്ട് ഇടും. അതിൽ നല്ല ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടന്റ് ഇടും. And even all half with the amount of ultimates Crew has to throw back, they're always leaving the site open when they can get in with a lockdown or thrash. Why the got? Just the timing. Logitech G102 or Razer Death Adder, which mouse is better to buy? Please suggest. അയ്യോ അതൊരു ടഫ് സ്പോട്ടാണ് ബ്രോ. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഡെത്ത് ആർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ ഡെത്ത് ആറാണ് യൂസ് ചെയ്യുന്നത്. ജന്മനെ ഞാൻ ഡെത്ത് ആറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാലങ്ങളായി ഡെത്ത് ആർ യൂസ് ചെയ്യണേ. എനിക്ക് എൻ്റെ കൈ കൊച്ചാണെങ്കിലും തിരിച്ച് ഡെത്ത് ആർ പണ്ടേ ഞാൻ കളിച്ച് ശീലിച്ചൊരു മൗസ് ആയതുകൊണ്ട് ഒരു 10-12 ഡെത്ത് ആർ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അടിച്ചോന്നു ക്ലിക്ക് ചെയ്തോന്ന് വീണ്ടും ഡെത്ത് ആർ വാങ്ങിക്കുന്നു. മനസ്സിലായില്ലേ? എനിക്ക് വേറെ മൗസ് ഇല്ല എൻ്റെ കരിയറിൽ. പിന്നെ ഈ ഇടയ്ക്കൊക്കെയാണ് 1-2 മാറിയെടുത്ത് അതാണ് കിടില ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ തിരിച്ച് ഡെത്ത് ആറിൽ വന്നപ്പോൾ എനിക്ക് എൻ്റെ കളി തിരിച്ചു വന്നവരെ തോന്നുന്നുണ്ട്. അത് ഞാൻ വർഷങ്ങളായി ഡെത്ത് ആർ കളിക്കുന്നുണ്ടാണ്. അപ്പം G102 ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, കളിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷേ റിവ്യൂസ് വായിച്ചിടത്തോളം ആ റേഞ്ചിൽ നല്ലതാണ്. അപ്പം ഏത് ഷേപ്പ് വേണം എന്നുള്ളത് നോക്കിയാണ് എടുക്കേണ്ടത്. ബ്രോയിൻ്റെ കൈക്ക് പറ്റണ ഏതാണ് നോക്കിയാണ് എടുക്കേണ്ടത്. കുറച്ച് ഒന്നും വീഡിയോ ഒക്കെ കണ്ടെടുക്കേണ്ടി വരും. അത് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ യൂസ് ചെയ്യാത്ത സാധനത്തിനെ പറ്റി ഞാൻ എങ്ങനെ റിവ്യൂ പറയണേ? ഷേപ്പ് വൈസ് ഞാനാണെങ്കിൽ ഡെത്ത് ആർ എടുക്കും. അത് ഞാൻ ഡെത്ത് ആർ കളിക്കുന്ന ഒരാളെ ഉണ്ട്.
കാരണം ആ സ്റ്റോറി പറയുന്ന ഫുൾ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. പണ്ട് ലോക്കോയിൽ ആണ് പറഞ്ഞത് തന്നെ. ഛേ, ഓ പട്ടിയെ കൊന്നുകളഞ്ഞ് ഗൈസ്. ഇത് കഴിഞ്ഞ തവണ ക്രൂവിന്റെ ഡോമിനേഷൻ ആയിരുന്നു കഴിഞ്ഞ തവണ. പക്ഷെ ഇത്തവണ കണ്ടെടുത്തോളം ഫ്യൂറിയ കുറച്ച് വിഷയമാണ്. വാട്ട് അബൌട്ട് Ryzen 5 3600 എടുക്കുകയും ചെയ്യില്ല. എടുക്കണമെങ്കിൽ 56 തൊട്ട് എടുക്കാവുള്ളൂ. അപ്പം തൊട്ടാണ് അവർക്കൊരു മേജർ ബൂസ്റ്റ് വന്ന റൈസണിന്. ഒരു 40% പെർഫോമൻസ് ബൂസ്റ്റ് വന്നിട്ടുണ്ട് 5600 തൊട്ട്. അതുകൊണ്ട് 36 ഒന്നും ഇനി എടുക്കുകയും ചെയ്യരുത്. ഗോ ഫോർ 56. 3060 Ti കാർഡ് കൊള്ളാം. ഇനഫ് ആൻഡ് മോർ ആണ്. 3060 3060 Ti തമ്മിൽ അണ്ണാൻ്റെ വ്യത്യാസമുണ്ട്. 2 ചിപ്സെറ്റാണ് അതിൽ വരുന്നത്. ഒരു TI എന്നൊരു വ്യത്യാസമല്ല, ഒരു ഏതാണ്ട് ഒരു 50% പെർഫോമൻസ് ഡിഫറൻസ് ഉണ്ട്. ആ പ്രൈസ് റേഞ്ച് പൊളിയാണ്. അത് ഓരോരുത്തരെ ഞാൻ പക്ഷേ ഒരു കാര്യം പറയാം, ഈ കൊച്ചു കൈ കൊച്ചു മൗസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞൊരു മിത്താണ്. സത്യം പറയാണ്, എൻ്റെ കൈ കൊച്ചാണ്. ഞാൻ ഉപയോഗിക്കേണ്ട എത്താഡർ V3 Pro ആണ്. ഈ കിട്ടാന്നുള്ളത് വെച്ചിട്ട് ഏറ്റവും വലിയ മൗസാണ് ഇപ്പോഴത്തെ. ഓ പൊട്ടിയടാ, അതെങ്ങനെ പൊട്ടിയത്? അയ്യോ, as that clock is ticking down. Heat now tapping on it, force the stick to at least bring it a half. എൻ്റെ മോനെ എടാ പണ്ണി കളഞ്ഞടാ. 8-4. എൻ്റെ മോനെ കയോന്റെ മോളിൽ പൊട്ടുകൂടെ അൾട്ടി. ഡെത്താർ ഏത് മോഡലാണ് യൂസ് ആക്കുന്നത്? ഞാൻ ഇപ്പം എൻ്റെ V3 Pro ആണ് ഇരിക്കുന്നത്. റൈസർ V3 Pro എൻ്റെ ഇരിക്കണേ. റൈസർ ഡെത്താർ V3 Pro ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡെത്താർ ഏതാണെന്നറിയാമോ? അതൊന്നും ഇപ്പം കിട്ടൂല. ഡെത്താർ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മൗസാണ്. അത് ലെജൻഡറി മൗസാണ്. അതൊക്കെ അതിപ്പോൾ കിട്ടൂല. ഇത് റേസർ ഡെത്താഡർ ട്രാൻസ്ഫോമേഴ്സ് എഡിഷനാണ്. ഇതൊക്കെ പണ്ടിറങ്ങിയതാണ്. ഇതൊക്കെ ഇതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന മൗസ്, എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ഇത് തന്നെ ഞാൻ ചീത്തയായപ്പോൾ ഒരെണ്ണം കൂടെ വാങ്ങിച്ചായിരുന്നു. ഇതൊക്കെ ആ സമയത്ത് കിട്ടാനും തന്നെ ഭയങ്കര പാടായിരുന്നു. നമ്മളത് അത്രയ്ക്ക് കഷ്ടപ്പെട്ടൊക്കെ ആ സമയത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. വാങ്ങിക്കാനൊന്നും വഴിയില്ല. ഇപ്പോഴത്തെ പോലെ ഷിപ്പ് ചെയ്ത് തരൂല വീട്ടിലൊക്കെ. ഭയങ്കര പാടായിരുന്നു. അത് വിഷയമായിരുന്നു. എന്നാൽ ബിഗിനർ കളിച്ച് പഠിക്കാൻ പറ്റിയ ഏജൻറ്റ് ഏതാണ്? സേജ് കൊള്ളാം. ബിഗിനർ ആകുമ്പോൾ എന്തായാലും ലോബി ചെറുതായിരിക്കുമല്ലോ. അവിടെയൊക്കെ സേജ് കൊള്ളാം, സോവ കൊള്ളാം, കുറച്ച് ഉന്നം ഉണ്ടെങ്കിൽ റെയിന കൊള്ളാം. എടാ ഇതൊക്കെ 10 വർഷം മുമ്പത്തെ മൗസാടാ ഇതൊക്കെ. ഷിഹാദ്, ഇത് 10 വർഷം മുമ്പ് എന്തോ ഉള്ള മൗസാണ് ഇതൊക്കെ എൻ്റെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആസ് ഫക്കാണ്. ആ സമയത്ത് എല്ലാവരും യൂസ് ചെയ്യുന്ന ഇൻ്റലി 3.0 എന്ന് പറഞ്ഞൊരു മൗസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബട്ട് ഒരു മെസ്സേജ് അയക്കണേ പറ്റുകയാണെങ്കിൽ. എടാ മുഹമ്മദ്, ഇപ്പോഴത്തെ ഒരു ചെറിയൊരു തിരക്കുണ്ട്. എന്ന് വെച്ചാൽ 3-4 വാച്ച് പാർട്ടി അയച്ചാൽ എൻ്റെ ഒരു തിരക്കുണ്ട്. അത് മാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അതൊരു ഗ്യാപ്പ് കിട്ടി ഉറപ്പായിട്ട് നോക്കാം. സ്നൂപ്പ് ഡോഗ് അല്ലേ കമൻട്രി പറയണത്? ഇവനെ കണ്ടിട്ട് ആരെയോ ചായ തോന്നണടേ. അങ്ങനെ ചായയാണ് തോന്നണേ. വേണ പോയി ഉറങ്ങത്തെ. ഇപ്പൊ ഏതാണ് ബെസ്റ്റ് മൗസ് അണ്ണന്റെ POVയില്? എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ മൗസും പാഡിലും ഒന്നും അല്ല കളിയിരിക്കണം. സത്യം പറയല്ലോ, കഴിവുള്ളവന് എന്ത് വെച്ചും കൊല്ലാൻ പറ്റും. അവനൊരു 100 FPS 150 FPS കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിവുള്ളവൻ എന്തൊരു വെച്ചും കളിക്കും. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സിനുള്ളൊരു സന്തോഷമാണ്. റബല്ല ചായേ ഇവിടെ പോടാ. എനിക്ക് അവൻ്റെ ചായ ഒന്നും തോന്നിയില്ല. എനിക്ക് എന്തോ ആരെയും ഒരു ചായ തോന്നി. റബലാ നിങ്ങൾക്ക് റബല്ല ചായ തോന്നി അവനെ കണ്ടിട്ട്. പിന്നീട് ഞാൻ എത്തി. ഗൗതം കൃഷ്ണ ഹായടാ, ഹായ് ഹായ് ഹായ്. ഒരു താടി ഉണ്ട ഉടനെ റബല്. Him not really IGLing for the team anymore as well, and he has now could focus on his own game, and he's putting numbers up at the same time. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു പിസ്റ്റൽ റൗണ്ടാണ്. ഭയങ്കര ഒരു ക്രൂഷ്യൽ റൗണ്ടാണ്. ഈ റൗണ്ട് എന്താവും എന്നുള്ള അനുസരിച്ചിരിക്കുമല്ല. പിസ്റ്റൽ റൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിസ്റ്റൽ റൗണ്ട് കൂടെ കിട്ടിയില്ലെങ്കിൽ യൂറിയെ കളി കൊണ്ടു. ഫസ്റ്റ് വിക്ക് വിടിട്ടുണ്ട്.
ക്രൂവിന് വേണ്ട ഒരു മച്ച് നീഡഡ് പിക്ക് കിട്ടി. Nice opening towards the A site. They have to reset a little bit here for Crew because they got hit by the 0 point, the knife from Furuya. They couldn't really bring out that wingman to go for a plant. അത്ര ട്രക്ക് ട്രക്ക് ഇവനാണ് അന്ന് മറ്റേ എന്തൊരു അപ്ഡേറ്റ് വന്നു പറഞ്ഞ ട്രക്ക്. പവിൻ ബ്രോയിന്റെ കട്ട് തോന്നി. ശരിയാണല്ലേ, പവിന്റെ ചെറിയൊരു കട്ട് തോന്നിയായിരുന്നു. ഇവിടെ ക്രൂ അടിച്ച് മക്കളെ, ക്രൂ അടിച്ച് പിസ്റ്റൽ റൗണ്ട്. പിന്നെ യുവർ തോട്ട്സ് ഓൺ ലാംസു 4K മൗസ്? അറിയില്ല. ഞാൻ ലാംസു പ്രോഡക്ട്സും പൾസർ പ്രോഡക്ട്സും യൂസ് ചെയ്തിട്ടുണ്ട്. പൾസറും ലാംസും ഇപ്പം നല്ല രീതിയിൽ മൗസ് ഉണ്ടാക്കി കയറി വരുന്നുണ്ട്. ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല അഭിപ്രായം പറയണം. ബെസ്റ്റ് എർഗണോമിക് മൗസ് എന്നൊക്കെയാണ് പറയണത്. അറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഓ, എന്ത് ബാക്കപ്പാണ് കൊടുക്കണേ. So, was it Furia's pistol round first half, Crew pistol round on the second half here, so we trade him. ഇത് തൃപ്തി കൊടുക്കായിരുന്ന നൈസ് ആയിരുന്നു. അയ്യോ എടാ, അവൻ കേറിയടാ. ഓ അവൻ എടാ, ഒരു ഹെൽത്ത്. ഒരുത്തിന് ഓട്ടിക്കാൻ അടിക്കാൻ വേണ്ടി 21 ഹെൽത്ത് ആക്കിയിട്ട് തിരിച്ച് ബാക്ക് വന്ന്. ഓയ്യോ, ഹീല് കൊടുക്കാതിരിക്കാൻ വേണ്ടി അടിച്ചതാണ്, പക്ഷെ വെറുതെ 2 ഹീല് കൊടുത്തു. അയ്യോ എടാ, ആ പിക്ക് കിട്ടിയ വിഷയമായിരുന്നു അളിയാ. 2v3 എന്ന് പറയാൻ പറ്റില്ല, 2v1.25 2v1.25. ആർക്ക് അൾട്ടി ഉണ്ട്? റെയിനൊക്കെ അൾട്ടി കിട്ടി. Wingman now actually a tap on the first, a flash in the front. Does get the contact onto one, trying to lean out and stick it. It was planted too deep at that moment. What the fuck? On that wingman. Khalil knew he had a free. എന്റെ മോനെ. അത്തുലെ ഓക്കെ അത്തുലെ വാച്ചിങ്. ഞാൻ ഇടയ്ക്ക് സംസാരിച്ച് കൂടിപ്പോയി, എനിക്കും തോന്നിയായിരുന്നു. താങ്ക്സ് ഫോർ റിമൈൻഡിങ് ബ്രദർ. എന്റെ മോനെ. ഓ, ചാടി അടിച്ചു കളഞ്ഞടേ. Backwards diffuse through the legs. Tuck under. Try to do that in real life. All right. നിഞ്ച ഡിഫ്യൂസ് അല്ല, ടാപ്പ് ചെയ്ത് വിചാരിച്ചടേ. എന്റെ ആളിയാ, ഫ്യൂറി വിഷയമായിട്ട് കളിച്ചത് ആ റൗണ്ട്. ഫ്യൂറിയ 3 insight sitting right and ready. അവൻ വിഷയം കേട്ടാ. റെയ്ന കഴിഞ്ഞോണെ 2-3 കില്ലെടുത്താ, 2 ഹെൽത്ത് അല്ല എന്തെങ്കിലും ചെയ്തു. അൾട്ടി പോപ്പ് ചെയ്ത് റെയ്ന അൾട്ടി പോപ്പ് ചെയ്ത് പ്ലാൻ ചെയ്യാൻ പോയാണ്. പ്ലാൻ ചെയ്ത രക്തസാക്ഷിയാണ് ഉറപ്പ്. തലയുണ്ട്. ക്രൂ ഒരു ബാക്ക് സ്റ്റാ വരണുണ്ട്, ലേറ്റ് ഡാർക്ക് വരണുണ്ട്. കുറച്ചേരം സർവൈവ് ചെയ്താൽ നൈസ് ആയിരിക്കും. ഓ വിഫായടാ. അതാണ് അത് ഫാൻ വരുന്ന കില്ലാണ് കേട്ടോ. അതാണ് വാൻഡലിന്റെ പ്രശ്നം. ഒരു ചെറിയൊരു മൂവ്മെന്റ് ഇട്ട് കുനിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയി. അവന് മനസ്സിലായി. ഇത്രയും ലർക്ക് വന്ന വെറുതെ ആയി. അയ്യേ, എന്ത് കാണിച്ചത്? അയ്യോ, Conan the Barbarian. Cross don't fake. എങ്ങനെ നിഞ്ച ഡിഫ്യൂസ്? നിഞ്ച അല്ലടാ അത് അവര് ടാപ്പ് ചെയ്യില്ലെന്ന് വിചാരിച്ച്. അത് ടാപ്പ് പീക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും മറ്റേ അണ്ണാനെ കണ്ണിലും തുപ്പി കൊടുത്ത് പിന്നെ പട്ടിയെ വിട്ട്. അവർ രണ്ടുപേരും ലോ ആയിരുന്നു, ഒരാൾക്ക് ഹെൽത്ത് ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അവരൊന്ന് ഹെസിറ്റേറ്റ് ചെയ്ത് പീക്കാൻ. ആദ്യത്തെ ടാപ്പിൽ ചെയ്യില്ലെന്ന് വിചാരിച്ചാണ്. ആ ടാപ്പ് ഡെഫിനറ്റ്ലി കേട്ടിട്ടുണ്ട്, നിഞ്ച ഒന്നും അല്ല. എന്റെ മോനെ. പിന്നെ പ്ലാൻ ചെയ്ത് കുറച്ച് ഡീപ്പായി പോയി. ആ വളവിലിരുന്ന് അവനെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റി. അവിടെ ഒരു കവർ കിട്ടി. ക്രൂവിന്റെ ഒരു ബൈ റൗണ്ടും ഫ്യൂറിയയിലെ ഒരു ഇക്കോ റൗണ്ടും ആണ്. ഫ്യൂറിയയിൽ ഒരാൾ വീണു, രണ്ടാമത്തെ ആള് ലിറ്റാണ്, ഓടി. മിക്കവാറും ബി പോയിരിക്കും. Pulse was able to stay alive here. Also get the player advantage, although Orb was picked up in the process. Thrash available for Havoc. Yeah. Don't think they'll use it this time around unless you're able to get these crazy shots with the shares. The collab, he uses it, obviously, right? 100%. Gotta be.
see if he അളിയാ ദൂരത്ത് നിൽക്കണടാ. അയ്യോ അവൻ കണ്ടോടി. വീണ്ടും വന്നിടേ ഒരു 2 കില്ല് കിട്ടി. അവന് ത്രാഷും ഉണ്ട്. 2 കില്ല് കിട്ടുമോ നോക്കട്ടെ. അവന്മാർ ഇപ്പോഴും തന്നെ അടിക്കാൻ വേണ്ടി നിൽക്കാനല്ലോ. ഒരു ആർക്കും ബി താല്പര്യമില്ലേ. 4 പേര് ഇവിടെ ഉണ്ട്. ഒരു തൃപ്തി അടിക്കോ ഫ്യൂറിയ? ക്യാൻ യു ഡു ഇറ്റ്? BGMI കളിക്കൂലേ ഇപ്പോൾ? ഇവിടെ ഞാൻ സാംസങ്ങിന്റെ അതിനുവേണ്ടി മാത്രമാണ് BGMI കളിക്കുന്നത്. സത്യമായിട്ട് ഞാൻ അല്ല കളിക്കാറില്ല. മൊബൈൽ ഗെയിമർ അല്ല. പിന്നെ കളിക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് കളിച്ചു പോണാണ്. സീനായി എല്ലാരും ചത്ത്. അത് എന്തിനേ എല്ലാരും കൂടെ കയറി പണ്ണി കളഞ്ഞു. ദ്രോഹപ്പണ്ണു പണ്ണി. റിനോയ് ഹേടാ. റിനോയെ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തായിരുന്നു. റിനോയ് നീ നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും. മോഡറേറ്റേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ മെറ്റാ ഫാമിലിയിലുണ്ടോ? ഞാൻ നിന്നെ ആഡ് ചെയ്യാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു. ആഡ് ചെയ്തോന്ന് അറിയില്ല. മെനി ചേട്ടാ യുവർ ഒപ്പീനിയൻ അബൌട്ട് ദോസ് അൾട്രാ ലൈറ്റ്. എടാ നമുക്ക് മൗസിനെ പറ്റി സംസാരിക്കാം. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് സംസാരിച്ചാൽ ആൾക്കാർക്ക് ഇറിറ്റേഷനോ. പിന്നെ സംസാരിക്കാം നമുക്ക് സാധനങ്ങളെ പറ്റിയൊക്കെ. You have to rotate a little bit more, and NW0 is getting that forward position like he could. And as we mentioned that, both Kesset and Mel. ഈസിർക്ക് EMI ഉണ്ടോ? എടാ അത് ഒരേ കട അനുസരിച്ചിരിക്കണോ. എടാ ഇതിപ്പോ 3v4 ഇത്ര പെട്ടെന്ന് 3v4 ആയോ? ഒരു കൺട്രോളറും ഇല്ല. ക്രൂവിനൊരു ബാഡ് ഒരു പൊസിഷനിലാണ് ക്രൂ നിൽക്കുന്നത്. കൺട്രോളർ ചത്ത്. ഒരു 2 പിക്കെങ്കിലും വേണം. ഒരു പിക്കോ 2 പിക്കോ കിട്ടിയാലേ വലിയ നടക്കുള്ളൂ. To being planted here, but with 45 seconds left in the round as this happens, when it happens, about I don't know if they can get to rotating just yet, so we're going to see big anchor here by Furia. അലാം ബോട്ട് ഉണ്ട്. ഇതിപ്പോ ട്രിഗർ ഇത് പിഴച്ച അലാം ബോട്ട് തന്നെ. പക്ഷെ ഇവന് വേണേ ഓർബ് എടുത്തിട്ട് പ്ലാൻ ചെയ്ത് അൾട്ടി അപ്പാക്കായിരുന്നു അല്ലേ കയോയിന്. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ത്രാഷ് ഉണ്ട്. പട്ടി കത്താ? ഇല്ല പട്ടി കത്തില്ല. ത്രാഷ് അപ്പായി. ഒരു 4v3 റീടേക്കാണ് കാണുന്നത്. കിൽ ജോയ്ക്ക് മുട്ട ഉണ്ടാകുന്നത്. മുട്ടയൊക്കെ ഇരുന്ന് കളഞ്ഞെന്ന് തോന്നുന്നു. ത്രാഷ് കമ്മിറ്റ് ചെയ്യാൻ പോയാണ്. ത്രാഷ് കമ്മിറ്റ് ചെയ്ത്. പാരനോയ ഇട്ടപ്പോഴത്തേക്ക് ഹെവനിൽ ഫ്ലാഷ് ഇത് ചെയ്ത് കൊടുത്തു. അവനെ കണ്ട്. അയ്യോ കണ്ട്. നൈസ് ഓൺ 2v2 ആയി. നൈസ് ഷോട്ട് ബൈ ക്ലോസ്. എന്റെ മോനെ ഖലീൽ ഒറ്റയ്ക്ക്. ഖലീലിനെ കണ്ട് ഖലീലെ കുറച്ച് ടാഗ് ചെയ്ത് ഖലീലെ സമയമില്ല. ഖലീലിനെ പണി. ക്രൂവിന്റെ കംബാക്ക് ആണോ? റാങ്ക് പുഷിങ് ഇല്ലേടാ കാനെ. നീ കുറച്ച് ദിവസം ഒന്ന് വാച്ച് പാർട്ടി കണ്ടുപോകും. എനിക്കും പണ്ട് വാച്ച് പാർട്ടി ഓരോരുത്തരെ കാണുമ്പോഴത്തേക്ക് എനിക്കും ഹിന്ദിക്കാർ ഞാൻ കാണുന്ന സ്ട്രീമേഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് ഇതുപോലെയായിരുന്നു. കളിക്കോ എന്നുള്ളൊരു മൈൻഡ്. പക്ഷെ ഭയങ്കര അഡിക്റ്റീവാണിത്. നമുക്കത് ഓരോ ടീമിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കളി കണ്ടു തുടങ്ങുമ്പോഴേ മറ്റേ പാകിസ്ഥാൻ ഇന്ത്യയിലെ കളി പോലെയാണ്. പിന്നെ കംബാക്ക് ടൈം ഔട്ട് വിളിച്ചു. അപ്പൊ തന്നെ ടൈം ഔട്ട് വിളിച്ചേട്ടാ. പൗസ വിളിച്ച് പൗസ. ഒരു പൗസ എടുക്കട്ടെ എല്ലാവർക്കും. This is another timeout coming out from Furia, and that's our last one now of the map. Low by. That thrash is up for Havoc. Has had it for a bit, but no real. Morning. Morte had a good morning. സത്യം വാച്ച് പാർട്ടി പ്രോപ്പർ അഡിക്ഷൻ ആണ്. സത്യം അത് അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മെയിൻ ലൈനപ്പിലുള്ള ടീംസ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ സെന്റിനൽ, 100 തീവ്സ്, പിന്നെ ആരെ പറയാം ഈജിയെ പറയാം, PRX, ലൗഡ്, ഈ കളിയൊക്കെ മാത്രം കാണുകയുള്ളൂ എങ്കിൽ അത്ര ഇൻട്രസ്റ്റ് കിട്ടില്ല. ബാക്കിയുള്ള ടീമുകളെയും കൂടെ അറിയണം. എങ്കിലും അവർ തമ്മിൽ കളിക്കുമ്പോൾ നമുക്കൊന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും ആര് ജയിക്കുമല്ലേ, ആർക്കൊരു അഡ്വാൻറ്റേജ് കാണുന്നത്. പിള്ളേർ വിളിച്ച് ടിപ്സ് ഒന്നും കൊടുക്കില്ല. ഞാൻ എൻ്റെ ചെക്കനെയും ജോൺ കുട്ടിയെ മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ. അവരത്തെ അത്ര കോൺടാക്റ്റ് ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ ലൗഡോ PRX ഒക്കെ വരണം. അത്ര കമ്പനി ആയിട്ടില്ല. ആവട്ടെ. RP സ്ട്രീമിന് എന്നാണ് അണ്ണ? എടാ സത്യമായി എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ ഒരു കണ്ടീഷന് RP കയറാൻ സമയമില്ല. ഈ വാച്ച് പാർട്ടി എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. അത്ര കഷ്ടപ്പെട്ടാണ് കിട്ടിയത്. Already Kesnick gets the instant opener onto NW0. They do have a lower by the Thrifty.
on their end. KZ's being a little vocal here, as you can see, calling out. Furkru കളിയാണോ? Furkru വിഷയമാണ്. Give us an opportunity to punish the rotate, punish any overextension of Truthear rotating out towards A site. ഇവൻ ചത്തറാ നമ്മളെ സെറാ നമ്മളെ ഡുവലിസ്റ്റ് ചത്ത്. So they can get some combined trade shots out. ഇവന് അൾട്ടി ഉണ്ട്. കയോ അൾട്ടി കമ്മിറ്റ് ചെയ്യുന്നതാണ് കേട്ടാ. കയോ അൾട്ടി കമ്മിറ്റ് ചെയ്യേണ്ട സമയമായില്ല. ഇപ്പൊ ഇടും. കയോ അൾട്ടി വേണ്ടായി. 4v5 ആണ്ടാണ് ഇടാത്തെ. 4v5 വേണ്ട, പോസ്റ്റ് പ്ലാന്റ് കളിക്കാനാണ് അൾട്ടി. വൈ നോ കയോ അൾട്ടി മാൻ? ഒരു ഇക്കോ റൗണ്ട് അവരുടെ അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തുകൊണ്ട് ഇടുന്നില്ല സൈറ്റ് കയറുമ്പോ? ഇക്കോ റൗണ്ട് ആയണ്ട. അയ്യോ കാളിയെ കളിച്ച് കളി. അണ്ണന്റെ ലൈവ് ആണ്, നല്ല എന്റർടൈൻമെന്റ് ആണ്. താങ്ക് യു ബ്രോ, താങ്ക് യു. എന്നാ ഇവരെയൊക്കെ എവിടെ നിന്നുള്ള ടീംസിനാണ് ഒന്ന് പറയൂ. എടാ ഇത് ഇപ്പൊ നമ്മൾ വാച്ച് ചെയ്യണത് ബ്രോ, അത് എളുപ്പമാണ്, ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ 3 വാച്ച് പാർട്ടിയാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് പെസിഫിക് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കണ്ട്, അതിലുള്ള ടീമാണ് ഗ്ലോബൽ ഈസ്പോർട്സ് ഒക്കെ. ഉച്ചയ്ക്ക് വരണത് പെസിഫിക്. ഞാൻ പിന്നെ ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്, പറഞ്ഞുതരാം. എന്നാലും രാത്രി 2:30 തൊട്ട് രാവിലെ 7:30 വരെയൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പം കാണുന്നത് അമേരിക്കൻ ടൈമാണ് ഇപ്പം കാണുന്നത്. പിന്നെ EMEA അത് ഞാൻ വാച്ച് പാർട്ടി തുടങ്ങിയ ഇതുവരെ കളി വന്നില്ല. അതിൻ്റെ ടൈം എപ്പോഴാണെന്ന് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം 8:30 ആ സമയത്തായിരിക്കും. With an ult command too, so you're going to use those 3 to brute force towards the പട്ടിയെ കൊല്ലാൻ പറ്റൂല. ബൈ റൗണ്ട് വിഷയമായി കളഞ്ഞ കേട്ടാ. കയോ അൾട്ടി 3 കില്ല്. റെയിനയും കയയും കൂടെ സൈറ്റിൽ പണി. 2v4 2v3 തിരിച്ചെടുത്ത് 4v2 ആയി. കയോനെ തിരിച്ചെടുത്ത് കേട്ടോ, കയോനെ ജീവിപ്പിച്ച്. കയോ അൾട്ടി അടിച്ചാൽ കേറിയടേ. കഴിഞ്ഞ കളി ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്തടിക്കാത്തേന്ന്. എന്റെ അളിയാ ഇവ ഒരു കില്ല് കിട്ടാൻ അവനെയും പണി. കഴിഞ്ഞ് ഈ റെയിന വിഷയം. മെന്നി ബ്രോ ഹലോ, ഗുഡ് നൈറ്റ്. Z2 ഗുഡ് നൈറ്റ് റാ. ദിലിൻ ചേട്ടൻ ലൈവ് വരാത്ത എന്താടാ? ഈകളുടെ കറണ്ട് ഇല്ല, സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. EMEA ഈവനിങ് 8:30. എനിക്ക് തോന്നി അപ്പൊ അങ്ങനെയാണ് സമയം പോണം. അപ്പം ഉച്ചയ്ക്ക് വൈകുന്നേരം അർദ്ധരാത്രി ലൈവ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ ചാവും. ചൈന അവർ തന്നില്ല, റേറ്റ് ഞാൻ ചത്തുപോവും. വിങ്സ് വരെ 3 റീജനെ എടുക്കാറുള്ളൂ. അതുകൊണ്ട് 3 എണ്ണം 2 എടുത്താൽ മതി എന്ന് പറഞ്ഞു. 3 എടുത്താലും ചാവെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ചെയ്യാൻ പോണു. ചാവട്ടെ അങ്ങനെ. And they are just allowed to flow right now. Still towards this A play, the way they take it, the way they're easily able to. America tournament and Furia from Brazil. Why would they give up a KRU from Chile? Okay. And then they're in chaos for the round. A has been the bread and butter here for crew. That's why Furia wants to try to answer back. full match കഴിഞ്ഞു പോകുള്ളൂ. Mozilla using the smoke as a one-way, so you could just look down towards belt. But with that one-way smoke, looks like KRU wants to fall back. Tournament we can learn new things. Ade C2 ade. To get this plant down, how much more pressure they'll have to especially when teams like this is playing. ആക്ച്വലി ഇവരുടെ ഗെയിം പ്ലേ നമ്മളെ കുറച്ച് ഒരുപാടൊന്നും പറയുമ്പോൾ നമ്മളെ ലോബിയായിട്ട് കുറച്ച് സിമിലർ ആണ്. പക്ഷെ കുറച്ചൊരു ഹൈ ടയർ ടീംസ് പോകുമ്പോൾ ഉണ്ടല്ലോ, കുറെ കൂടെ ഹൈ ടയർ ടീംസ് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ ഗെയിം പ്ലേ ആയിട്ട്. ഇതൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ. എൻ്റെ പ്ലേസ് ട്രിവാൻഡ്രോടാ, കഴക്കൂട്ടം. ഗെയിമിംഗ് ഹൈഡാ, ഗെയിമിംഗ് വിത്ത് പോപ്സ് ഹൈ. Havoc trying to at least lean the rotate early to put Thrash in the right spot for this retake. അവിടെ ഒരാള് നിപ്പുണ്ട്. ഓമൻ അയ്യോ സെറെ പൊക്കി. സെറ വിഷയത്തിന് അടിച്ചു കൊന്നുറാ. ചേടാ മോനെ, സെറ KJ കൊന്ന്. 10 seconds 7 seconds ഓഫ് പ്ലാന്റിംഗ്. റീടേക്കിന് അൾട്ടി ഉണ്ട്. കിൽജോയ് അൾട്ടി പോപ്പ് ചെയ്തു. ലോക്ക്ഡൌൺ ഇട്ട് ബാക്ക് ഇറങ്ങി എല്ലാരും ഓടി. ബാക്ക് സ്റ്റാബ്. അയ്യോ ഇവന് ഓടാൻ പറ്റൂല, എന്തായാലും അടിച്ചേ പറ്റൂ. നൈസ് കളി അളിയാ.
trying to stave off the last two players. അളിയാ ക്രൂവിന്റെ പൊസിഷൻ ആർക്കും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റൂല. On the spike from the wingman. It's a full ഓ stick എന്റെ Havoc. മോനെ. The fuse will come in for Furia. Furia. They get their second round of the half. Nice. Hi Venina, good morning. Hello, hello. Conan, one of the pushes finally break the defensive. Yes, correct Benny bro. Time. It's been about എന്റെ വർക്കിലാണ് അണ്ണ സരക്കണ്ണനെ കാണാൻ എന്നുണ്ട്. ബട്ട് തല പറഞ്ഞൂടാ. അത് അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കണോടെ. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഞാനും കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുത്താണോ കണ്ടുപിടിച്ചത്. A little bit of trouble back towards that A main spot, and it pays off for Furia. Nicely done. The map control really pays off for Fury on that one. Hey Venina, good morning. It's me Frankie. Hiya. Crew. Guys, അങ്ങനെ 10-10 എന്നൊരു ടൈറ്റ് കളി ടൈറ്റ് കളി കഴിഞ്ഞ ഫ്യൂറിയസ് സ്റ്റോംപ് ചെയ്ത് ശരിക്കും ക്രൂ. ഇത്തവണ അവർ കളിക്കുന്നത് എന്താ? പക്ഷെ ഇങ്ങനെ അല്ലായിരുന്നു ഇന്ന് ഗ്ലോബൽ ഇസ്പോർട്സിന്റെ കളി. അവർക്ക് ഒന്നും തിരിച്ചു ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു കളി സ്റ്റോംപ് ആയി അടുത്ത കളി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇത് അങ്ങനെയല്ല. ഇതൊരു വൺ സൈഡ് ഗെയിം അല്ല ഇത്. വിഷയം കളി രണ്ട് ടീമും. എനിക്ക് ഗ്ലോബൽ ഇസ്പോർട്സ് നല്ലോണം കളിക്കണം എന്നുണ്ട് ഗൈസ്. എല്ലാവർക്കും ഉണ്ട്. ഓ എടാ ഇവ ഒരു രക്ഷയില്ല കളിയാ. മീസറ ഓ അപ്പുറത്ത് ഇപ്പുറത്ത് മിസ്സായടാ. എന്റെ മോനെ എന്റെ മോനെ എന്ത് കളിയാടാ നമ്മൾ കാണുന്നത്. ഞാൻ എന്തെങ്കിലും സെയിം നാട്ടിലാണ്. എടാ റിഗെയിമിംഗ് ഹായടാ. ഹായ് ഞാൻ UAE ആണ് ഇപ്പോൾ. നാട്ടിൽ വരുമ്പോൾ ഐ വിൽ ട്രൈ ടു ബൈ എ വാലോ നൈഫ് ഫ്രം ഹിയർ ആൻഡ് ഗിഫ്റ്റ്. ഓ താങ്ക് യു ബ്രോ. അത് വിഷയമായിരിക്കും. അത് അൺബോക്സിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. ഓ അങ്ങനെ അവിടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ശരിക്കും കിട്ടുമല്ലേ. ശരിയാ. താങ്ക് യു ബ്രദർ, താങ്ക് യു. അത് വാങ്ങിച്ചോണ്ട് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ആ ഒരു മനസ്സുണ്ടായിരുന്നല്ലോ അങ്ങനെ തരാമെന്ന് പറയാനെങ്കിൽ അത് വന്നു. താങ്ക് യു ബ്രോ. മാച്ച് തുടങ്ങി വന്നേടാ. മാച്ച് തുടങ്ങി. രണ്ടാമത്തെ മാച്ചാണ്. ഒരുത്തൻ കിടന്ന് ഒരുത്തൻ അവന്റെ മൂത്രം പോയ ചട്ടി വിരിച്ചിട്ട് അവിടെ അങ്ങ് കിടന്ന്. എനിക്കിനി വയ്യാന്ന് ഞാൻ തളർന്നു. So it would have been easy for Crew to move inside the A site, yet somehow MWZ on top of screens was left unwilling. Manages here to get the first kill. Makes it difficult for Crew to reach the beautiful flashes that came through from Nosworth to create that space. So ഇത് കഴിഞ്ഞ മാച്ച് ഉണ്ടാ നോക്കണോടെ എനിക്ക്. afraid to play this retakes and Crew maybe they want to say okay. ഓ മൗസ് പാഡ് വിയർപ്പ് ഉടക്കണ കയ്യില്. അതാണ് ഏറ്റവും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. കുറെ കഴിയുമ്പോഴത്തേക്ക് സ്റ്റിക്ക് ചെയ്യാം ഭയങ്കരമായിട്ട്. ചിലപ്പോ അവന്റെ രഹസ്യം അതായിരിക്കും. ജാസ്മിൻ ടിയോയിലെ വിയർത്ത മൗസ് പാഡ്. ഇനി മാച്ച് ഇല്ലെന്നാണ് തോന്നണേ. ഈ ഒരു കളി മാത്രം നോക്കിയാലേ എനിക്ക് ഓർമ്മയുള്ളൂ. നോക്കട്ടെ, എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. 2 post plants coming through very big in the last few rounds to be the reason Furia is getting these back, and they still play in a post plant fashion. 3 mid, 1 at each site. That's going to be a push into the map and then a post plant if their site gets hit, or retake I should say. That's a big knife coming out though, thrown from Boiler into the main, spotting the Reyna, spotting the Today only one match ആണല്ലേ റെഡി ആണ്. അപ്പോൾ പിന്നെ തുപ്പിയുടെ ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യും എനിക്കങ്ങനെ ഉറക്കമൊന്നും അറിഞ്ഞില്ല. ഞാൻ പോയിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പോയിട്ട് ഒരു അമേരിക്കാനോ ഓടിച്ചിട്ട് വന്നു. ആ സാധനമാണ് ഈ കഴിച്ച് ചേതനാണ് പറഞ്ഞത്. അമേരിക്കാനോ കുടിയുടെ ഞാൻ എന്നും ദുബായ് കുടിക്കാനാണെന്ന്. ദുബായിലുള്ള എല്ലാ മലയാളികളുടെയും ഫേവററ്റ് ആണ്. മറ്റേ കട്ടൻ കാപ്പിയിലെ മറ്റേ ഡിക്കോഷൻ അടിച്ച് ഒരു 4 എണ്ണം അടിച്ച് തന്നപോലെ ഉണ്ടായിരുന്നു. ഒരു അങ്ങോട്ട് കുടിച്ച് കഴിച്ച് തൂപ്പി. പിന്നെ ഞാൻ ഇരുന്നങ്ങ് കുടിച്ച് ഉറക്കം പറഞ്ഞുകൊണ്ട് മാറാൻ വേണ്ടിയിട്ട് എന്തായാലും ലൈവ് ഇടണമല്ലോ. ഉറക്കം പോയെന്ന് എൻ്റെ നാക്കിലെ രുചി വരെ പോയത് കുടിച്ച്. ഉറക്കവും പോയി. That might be a call to keep a couple of Furia players inside the B site, so they have a weak A. ഇനി 9th കഴിഞ്ഞാൽ ജെഞ്ചിയുടെ മാച്ച്. ജെഞ്ചിയും ഗ്ലോബൽ ഇസ്പോർട്സ് ആണെന്ന് കാണും. ഓ ഗൈസ് അങ്ങനെ 4v5 ആയിരിക്കാൻ അൾട്ടി അടിച്ച് സൈറ്റ് കയറി. പക്ഷെ എന്നാലും അവർ ഇതാ പ്ലാൻ ചെയ്യാൻ പട്ടി വിട്ടിട്ടുണ്ട്. പട്ടി വിട്ടില്ലേ? പട്ടി വിടണുണ്ട്. പോസ്റ്റ് പ്ലാന്റ് കളിക്കാൻ വേണ്ടിയിട്ട് വൈപ്പർ പിറ്റും മറ്റേ ഇവന്റെ മുട്ടയെല്ലാം ഉണ്ട്. എന്തിനാവും അറിഞ്ഞുകൂടാ. ഇതൊരു മസ്റ്റ് വിൻ മാച്ച് ഫോർ ക്രൂ ആണ് അളിയാ. ഇത് 4v5 ആണ്. ഒരു അഡ്വാൻറ്റേജും ഇല്ല. നമ്മളെയൊക്കെ ലോബിയിലാണെങ്കിൽ വൈപ്പർ പിറ്റിട്ടാ സേവ്. പിന്നെ കളിയില്ല ഇവിടെ. സേവ്
Trying to push across the Viper's pit. Try and Melzer are able to hold it down into numbers once again. Add One enemy remaining. the disadvantage for Furia. And Khalil realizes now Ah, that Leon it's Ori. Imperial. An imperative also that he saves his Vandal. Furia ഓടിയാൻ നോക്കി Furia വഴിയിട്ട് പൊക്കി കുറു. Keeps the game close. Google Pay എൻ്റെ gift for Eid. അയ്യോ റമീസേ താങ്ക് യു ബ്രദർ താങ്ക് യു താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. ഞാൻ ബിരിയാണി വാങ്ങിച്ചായിരിക്കും. താങ്ക് യു. One of my friends told me if you are sleepy eat an apple. I don't know if it's true or not. ചുമ്മാ എന്നെ തേച്ചാണ്. Thank you Ramesh. Thank you. Thank you brother. Good amount of post plant with fragment as well as the Viper mollies. It's been tough for Furia to retake on this. പക്ഷെ ആ കളി ഉണ്ടല്ലോ അത് അവർക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് മാച്ചാണ് ഇവർ ജയിച്ചിരിക്കുന്നത്. ക്രൂ ഇനി എന്തോ ആവാ ഇനി. അള്ളേ പിക്കിയോ ഇല്ല ഓടി. ഹാവൊക്കെ കില്ല് കൊടുക്കാതെ ഓടി. ഇവിടെ പിക്ക് വീഴുവോ? അയ്യോ അവ ഓടിയാടാ. അതൊരു ഓപ്പണിംഗ് ആയിരുന്നു പോയത്. നൈസ് അവൻ എക്സ്പെക്ട് ചെയ്തവര്. ഓർബെടുത്ത് ആരെങ്കിലും അൾട്ടി ഉണ്ടോ? അയ്യോ ഇത് ഓർബെടുത്ത് 2 ഓർബെടുത്ത് ഒരു അൾട്ടി ഉണ്ട്. ഓർബിന് വേണ്ടി കളിച്ച ചത്ത്. Havoc shows differently though, trying to get a little sneak peek there. As he rotates across, it's now the responsibility. അപ്പുറത്ത് ആർക്കൊക്കെ അൾട്ടി ഉണ്ട്? അപ്പുറത്ത് ആർക്കും ഇല്ല അൾട്ടി. ആർക്കും ഇല്ല. 2 കില്ലിട്ട് ഹാവോക്കിന് അൾട്ടി ഉണ്ട്. മാക്സിമം എല്ലാ ലൈവും കാണാൻ ശ്രമിക്കാറുണ്ട്. ബട്ട് മെസ്സേജ് അയക്കാറില്ലെന്നേ ഉള്ളൂ. ലവ് യു ഓൾ TVA മെമ്പേഴ്സ്. റമീസ താങ്ക് യു ബ്രോ താങ്ക് യു. ചാറ്റ് ചെയ്യണം റമീസ് ബ്രദർ. എന്നാ റെസ്റ്റ് എടുക്കണേ മുഹമ്മദ്. എടുക്കും ഈ കളി കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റൊക്കെ എടുക്കണുണ്ട്. ആവശ്യത്തിന് സീനൊന്നുമില്ല. എടാ ആ മോളിപ്പോളിയ ഒരുത്തൻ 2v3 എടാ കയോ അൾട്ടി പോപ്പ് ചെയ്യേണ്ടി വരൂലായിരിക്കും. അടുത്ത റൗണ്ട് പിടിക്കാറ്. എന്റെ അളിയ അത് എന്തൊരു ത്രോടാ. അയ്യോ എടാ അങ്ങനെ ബാക്ക് ഇറങ്ങി ഓടണ്ടായിരുന്നടാ. സെറ കളി പിടിച്ചു കൊടുത്തതേ ഞാൻ പറയുള്ളൂ. എന്റെ അളിയ മുട്ടൻ ത്രോ ആയിപ്പോയത് കേട്ടാ. കയ്യിരുന്ന കളി കളഞ്ഞ്. കിടിലം കളി ഒന്നും പറയില്ല. മാലി ചേച്ചി വിളിച്ച് ഒരു ഗുഡ് മോർണിംഗ് പറയാമോ? ഒരു പോള കിടന്ന അവളെ അടിച്ചാൽ കൊല്ലും. പിന്നെ എനി ഗസ് എനിക്കുള്ളത് ഓറ്റിയാണെന്ന് തോന്നുന്നു. മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കണം ബ്രോ? ജോയിൻ എന്ന് പറഞ്ഞ് കാണുന്നില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അവിടെ മെമ്പർഷിപ്പ് എന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലെടുക്കാൻ പറ്റും. Conan was even later on the rotate. They know this rotate coming around. And it's lurk rather from crew. So Furia is always ready for that when they rotate back towards the A site. കണ്ണി തുപ്പി ക്രാഷ് ഉണ്ട്. പോയി പീക്ക് ചാവായിരുന്നു മതിയായിരുന്നു. ക്രാഷിന് കളിയടാ ബാക്ക് വേടാ. പേടിയാ അവിടെ കളി കണ്ടിട്ട്. ഹാവോക്കിന് കുറച്ച് കൂടുതലാണ്. മിക്കവാറും ചാവും. ഭയങ്കര ചാട്ടവന്. ഹാവോക്കിന് ഭയങ്കര ചാട്ടം കേട്ടോ. മിക്കവാറും ചാവും. ഓടി He actually is the one that gets damaged instead. And this is Furia being like, wait, what's happening? They're near B. This is weird. They've not shown this in a while. Crew have been A, going A, looking for alert from B, going A, and they'll still end A. That's the final play. Unless this happens, look towards B. Yeah, that was close. ഇത് ബാക്ക് ഇറങ്ങുന്നതാണ്. That could have been everything too. Actually, I mean, you saw that rotate. അൾട്ടി പോപ്പ് ചെയ്ത് A കയറാനാണ് പ്ലാൻ. A site once again open. അൾട്ടി പോപ്പ് ചെയ്ത പുഷ് നിർത്തിയടാ അവര് പുഷ് അങ്ങ് നിർത്തി. അൾട്ടി പോപ്പ് 33 സെക്കൻഡേ ഉള്ളൂ. ബി ഇതുവരെ കിട്ടിയിട്ടില്ല. ബിയില് വൈപ്പർ മാത്രം ഹോൾഡ് ചെയ്യണം. റെയിന നിപ്പുണ്ട്. എന്തിനാവോ ഇത്? ബി തന്നെയാണ് പോണേ. എടാ അവര് അൾട്ടി ക്രാഷ് ഇട്ടാ. ഇൻഫർമേഷൻ എടുത്തിട്ട് ക്രാഷ് തിരിച്ചെടുത്ത്. ഒരു മുട്ടാൻ ലെർക്ക് പറഞ്ഞുണ്ട്. വൈപ്പർ ഒരു മുട്ടാൻ ലെർക്ക് പറഞ്ഞുണ്ട്. എന്താവും ഇത്? മെൽസറിന്റെ ഒരു മുട്ട ലെർക്ക് പറഞ്ഞുണ്ട് കേട്ടാ. ഒരു 1 ലേറ്റ് ലെർക്ക്. അത് എത്തുമെന്ന് തന്നെ അറിഞ്ഞുകൂടാ. അവൻ എല്ലാ ആംഗിളും ചെക്ക് ചെയ്താ പറഞ്ഞേ.
ഓ പക്ഷെ കായോ അതും പ്രഡിക്റ്റ് ചെയ്തടേ. എടാ അതും പ്രഡിക്റ്റ് ചെയ്ത് എൻ്റെ അമ്മ ഫ്യൂറി എല്ലാരെയും പണി. ഇത് കറക്റ്റാ വീണിരുന്ന അവിടെ കളി കയറുന്നതിനെ മോളിയും വിഷവും എല്ലാം നാനോ സ്വാമ്പും എൻ്റെ മോനെ വിഷത്തിരുത്തിട്ട് കളിച്ചടേ. ഫ്യൂറിയ മുട്ടൻ കളി, രണ്ട് ടീമും മുട്ടൻ കളിയടേ. എന്റെ മോനെ എന്തോ നടന്നതിപ്പം, എന്ത് നടന്നേടാ ഇപ്പം എന്റെ മോനെ. വിഷയവിടെ ഒന്നും പറയില്ല. ഓമൻ ദേവ് എൻ്റെ പോലും വിഷയം. ഈ കളി കണ്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഉള്ളവരടുത്ത് ചോദിക്കുകയാണ്, ഞാൻ ഒരു കാര്യം ചോദിക്കാം നിങ്ങളുടെ അടുത്ത്. ഇവിടെ സെൻറ്റിനലിലെ ലൗഡിൻ്റെയും PRXൻ്റെയും മാത്രം കളി കാണുന്നവർ ഇവിടെ കാണും. ഈ കളി കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു മുട്ട നഷ്ടമല്ലായിരുന്നാ എന്ന് വെച്ചാൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവരൊക്കെ എത്ര കളിക്കുന്നു മനസ്സിലായി, ഇവരെ കളി കുറേ കണ്ട് നമുക്ക് മനസ്സിലായ ആരൊക്കെ ഉണ്ട് അങ്ങനെ തോന്നിയവർ എത്ര പേരുണ്ട്. എനിക്ക് തോന്നി, ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോൾ മാറിക്കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് ഇവരെ പുതിയ ആൾക്കാരെ കാണാൻ പറ്റുമ്പോഴത്തേക്കും. സത്യമല്ലേ എൻ്റെ അമ്മോ, സത്യമാടാ. എനിക്ക് മീ എത്ര ഉള്ളൂ, ഞാൻ എല്ലാം കാണാറുണ്ട്. എടാ റേഡിയോടെ നീ അങ്കരിക്കൽ എട്ടട പട്ടി, നിനക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ നീ അങ്ങ് താത്തിക്കാണ്, നമ്മളും കയറി വരും. നീ ഐ വിൽ വാച്ച് എനിബഡീസ് ഗെയിം ഇഫ് ഐ ആം ലേണിംഗ് സംതിങ് ന്യൂ. ഓ ശരി അണ്ണാ. സത്യം എനിക്ക് മീ ഓൾസോ ബട്ട് താങ്ക്സ് ഫോർ യു അണ്ണ ഫോർ ദിസ് വാച്ച് പാർട്ടി. എടേ ഇത് നമുക്ക് പഠിക്കാനും നമുക്ക് പുതിയ ആൾക്കാരിലെത്താനുള്ളൊരു ഇതാണ്. നമ്മളെല്ലാവരും ഇതിലുള്ളത്. താങ്ക്സ് ഒന്നും പറയല്ലേ, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഇതായിട്ട് കാണുക. ഒന്നും പറയല്ലേ, സത്യമല്ലേ റമീസ്? വെനിയണ്ണ, ആകാശേ, ബിജു, നീയായിരുന്നല്ലേ. ഈ രണ്ടാമത്തെ പേര് കാണുമ്പോഴാണ് നിന്നെ ഓർമ്മ പറഞ്ഞത്. ഇത് കൊള്ളാം എൻ്റെ അമ്മ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഈ സമയം കയറി വാലറിൻ്റെ കയറി ഷെഡ്യൂൾ നോക്കാം ഇല്ലേ. ഇതിൽ ഏപ്രിൽ 9, ഇന്ന് ഡേറ്റ് എത്രയായി? ഇത് തന്നെ ഇപ്പോൾ ഇതാണ് നടക്കണത്. ഇതാണ് ഇപ്പോൾ നടക്കണത്. ഇനി ഉച്ചയ്ക്ക് ജഞ്ചിയുടെ കളിയുണ്ട്. 1:30 ജഞ്ചിയുടെ കളിയുണ്ട്. എന്നെ ആരെങ്കിലും വിളിച്ച് ഉണർത്തണം. ഇതിൻ്റെ തംബ്നെയിലും ചെയ്യാൻ പറയണേ. ഇത് രണ്ടും കാണണം. ഈ രണ്ട് കളി നാളെ ഉച്ചയ്ക്ക് കാണണം 1:30. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ്, ഇന്ത്യൻ ടൈമാണ് 1:30. അപ്പം അത് കാണണം. പിന്നെ KSCയുടെ കളിയുണ്ട് 10-ാം തീയതി. KSC കാർമൻ കോർപ്പ്. ഞാൻ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ EMEയുടെ ഒറ്റ കളി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സ്ട്രീം ചെയ്ത് ഞാൻ കണ്ടു തുടങ്ങിയതിന് ശേഷം വന്നിട്ടില്ല. ഈ കളി മിസ്സായി ഗൈസ്. നമുക്ക് ഈ ദിവസം ഏപ്രിൽ 7 എന്ന് പറയുന്നത് നമുക്ക് മിസ്സായി. അത് എൻ്റെ ബാഡാണത്. ഞാനത് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ലേറ്റായി. ഇത് ഇത്രയും മിസ്സായടാ നമുക്ക്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണാനുള്ള കളിയായിരുന്നു. ഇനി തൊട്ടെങ്കിലും എല്ലാം മിസ്സാവാതെ കാണണം. ഇതൊക്കെ എന്ത് കിടിലം കളിയായിരുന്നിരിക്കും. NRG ലൗഡിനെ പണ്ണി എന്നാണ് കേട്ടോ അന്നെടുത്തിട്ട്. എൻ്റെ മോനെ, ഇതൊക്കെ കാണാനുള്ളതായിരുന്നു. ഇനിയെങ്കിലും ഒന്നും മിസ്സാവാതെ കാണണം, ഇതെല്ലാം കാണണം. ഇപ്പം നാളെ ഇത് കാണണം. അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ KSCയുടെ കാണണം. നല്ലൊരു കളി ഇനി വരണം എന്നാണ്. ഇനി എല്ലാം EME ആണ് കേട്ടോ കുറച്ച് ദിവസത്തേക്ക്. നമുക്ക് EME നമ്മളൊന്നും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നോവ FPX, ഫെനറ്റിക് GX എല്ലാം കാണാമല്ലോ. ജെഞ്ചി PRX. ഈ കളി 13-ാം തീയതി. ഞാൻ ബാംഗ്ലൂർ ആയിരിക്കും, അത് ബാംഗ്ലൂർ ഇരുന്ന് കാണാം. റൈറ്റിൻ്റെ ഈവൻറ്റിന് വിളിച്ചിട്ടുണ്ട്, അപ്പോൾ അതിന് പോകണം. ഉച്ചയ്ക്ക് ജഞ്ചീര കളിയുണ്ടല്ലേ. ഉച്ചയ്ക്ക് ജഞ്ചീര കളിയുണ്ട്. പിന്നീട് ഞാൻ TVയെ സ്റ്റാർട്ടിങ് തൊട്ട് കാണുന്നതാണ്. ലവ് യു. താങ്ക് യു ബ്രദർ, താങ്ക് യു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മലയാളം കമ്മ്യൂണിറ്റിക്ക് വാച്ച് പാർട്ടി കിട്ടുമെന്ന്. ഓൾ എഫേർട്ട് ഗോസ് ടു യു. റേഡിയോനെ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ, അത്രയ്ക്ക്. നാവിൻ്റെ കളി നൈസായിരിക്കും. നാവി എടുത്തിട്ട് കെട്ടിയിട്ടേക്കണ മോളിൽ നോക്കിയപ്പം നാവി ജയിച്ചെന്ന് തോന്നല്ലേ ഫെനറ്റിക്കിനെതിരെ. ആർക്കെതിരെയാണ് നാവി ജയിച്ചത്? ഏതോ നല്ല ടീമിനെതിരെ ജയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെവിടെ കിടക്കണേ? അതെന്നായിരുന്നു? നാവി ജയിച്ചിരിക്കണല്ലോ. VITക്കെതിരെയാണ് അല്ലേ. പക്ഷേ ഏതോ നല്ലൊരു ടീം കണ്ട പോലെ തോന്നിയായിരുന്നു. VIT ഏത് ടീമെന്നല്ലേ പറഞ്ഞോളൂ എനിക്ക്. എനിക്കൊരു റാങ്ക് ചാലഞ്ച് തരുമോ? ലൈക്ക്
ഡയമണ്ട് അടിച്ചാൽ നാരങ്ങ വല്ലതും മേടിച്ചു തരാം എന്ന് വല്ലും. നിന്റെ റാങ്ക് എന്തോന്ന് പില്ലോ ഇപ്പം? നിന്റെ റാങ്ക് എന്തിനാണ്? ബിഗ് ഷൗട്ട് ഔട്ട് ബ്രോ. നമ്മളെ പോലെയുള്ള എല്ലാവർക്കും ഒരു ടൈം പാസ് ആണ് പ്രവാസി. ഓ താങ്ക് യു റമീസ് ബ്രോ. നമ്മൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളി എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണ്, ആൾക്കാർ ഇത്രയും ഒരു കോമ്പറ്റേറ്റീവ് ഇങ്ങനൊരു കളി എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി കഴിയുമ്പോഴേ ഈ കളി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കളി ഇപ്പോൾ CSGO ആയിരുന്നു ഇത്രയും കോംപ്ലിക്കേഷൻ ഇല്ല. എല്ലാവർക്കും ഒരു ഫ്ലാഷ്, ഒരു സ്മോക്ക്, ഒരു ഗ്രനേഡ്. ഇത് അങ്ങനെയല്ല. ഇതിലൊരു ക്ലാസ് കൊണ്ടുവന്ന് എല്ലാവർക്കും വേറെ വേറെ സ്പെല്ല് കൊണ്ടുവന്ന്, അപ്പം ഒന്നുകിൽ ഇത് കളിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ട്യൂട്ടോറിയലോ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. അതാണ് ഈ കളിയിലൊരു പ്രശ്നം. ആൾക്കാരിൽ ഇത് എത്തിക്കാൻ ഒരു പാടതാണ്. അതാണ് പ്രശ്നം. ഈ കളിയിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ആൾക്കാർക്ക് സിമ്പിൾ സാധനമാണ് പെട്ടെന്ന് ഇതാവണം, ഡൈജസ്റ്റ് ആവണം. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കുറച്ച് വേണമെന്ന് വെച്ചിരിക്കണം, കുറച്ച് മനസ്സിലാക്കാനും പഠിക്കാനും കാണാനും. ബിഗ് ബോസ് കണ്ടോ? ന്യൂ എൻട്രി സീനാണ്. ഞാൻ കാണും ബിഗ് ബോസ്. ഞാൻ ബിഗ് ബോസ് കാണും ഗൈസ്. എനിക്കിഷ്ടമാണ്. എനിക്ക് കളിക്കാൻ അറിയില്ല. TV കണ്ട മുതൽ ഞാൻ ഗെയിം ഫാനാണ്. ഓ റമീസ് ബ്രോ, അത് ഞാനൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ബ്രോയ്ക്ക്. അത് കണ്ടാൽ ഫുള്ള് മനസ്സിലാവും. ഫുള്ള് മനസ്സിലാകാൻ വേണ്ടി 2 ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഗോൾഡ്. നീ എന്നാൽ പ്ലാറ്റ് അടിക്കാൻ, നിനക്ക് ബിരിയാണി വാങ്ങിച്ചു തരാം. പ്ലാറ്റ് അടിച്ചിട്ട് നീ പറഞ്ഞു മട്ടൻ ബിരിയാണി വാങ്ങിച്ചു തരാം. ചിക്കൻ തിന്നുമെങ്കിൽ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തരാം. പില്ലോ എന്നും പറഞ്ഞ അക്കൗണ്ട്, കള്ള അക്കൗണ്ടിൻ്റെ ഫോട്ടോ എടുത്തിട്ടല്ലോ കേട്ടറാ. എടാ ഇവൻ കിടിലൻ കളിയായിരുന്നു കേട്ടോ. ഇവ ഒരു സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ ആയിട്ട് തോന്നി എനിക്ക്. കിടിലൻ കളി. പക്ഷെ അവനേക്കാൾ ഇവൻ കളിച്ചല്ലേ റെയിൻ എടുത്ത് വെച്ച്. കാണാൻ ശ്രമിക്കാം ബ്രോ. റമീസ് ബ്രോ ജസ്റ്റ് കണ്ടു നോക്ക്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. എന്ന് വെച്ചാൽ എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് വാച്ച് പാർട്ടിയാണ്. അത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കണ്ടാൽ ഈ കളിയെ പറ്റി ഫുള്ള് മനസ്സിലാവും. ഒരു ട്യൂട്ടോറിയൽ 1 ഫസ്റ്റ് ട്യൂട്ടോറിയൽ അത് കണ്ടാൽ ഫുള്ള് മനസ്സിലാവും. പിന്നെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കണ്ടു 5 മിനിറ്റ്. അതാണ്ട് ഇപ്പോൾ ഇവിടെ കളി തുടങ്ങാനുള്ള ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് ആണെങ്കിലും മതി. കണ്ടു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ബ്രോ ബർത്ത്ഡേ എന്നാ? എൻ്റെത് ഞാൻ ലീപ്പ് ഇയറിലാണ് ജനിച്ചത്. ഫെബ്രുവരി 29. അതെനിക്ക് 4 വർഷത്തിൽ ഒരിക്കൽ ബർത്ത്ഡേ ഉള്ളൂ. കറക്റ്റായിട്ട് നോക്കി എനിക്കിപ്പോൾ ഒരു 8 വയസ്സായിട്ടുള്ളൂ. ഗോഡൊരു തുമ്മിയ ചായ എടുക്കട്ടെ എന്നാ? അയ്യോ വേണ്ട എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ജാസ്മിൻ്റെ ആണോ? ടേബിൾ നിറച്ച് എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് അല്ലേ സത്യോടെ. കേക്കട്ടെ എന്ത് പറയുന്നത്. And then the second round. But then there was some silliness. This round destroyed me. Yeah, well, what is it about? Okay, so first of all, we're starting off. He's already getting overhealed. Hughes again jumps in the air. ഞാൻ ഈ കളി തുടങ്ങുമ്പോൾ വരാം. ഇതാ പറഞ്ഞു. That's a legendary movement. ഇതാ ഇപ്പോൾ വരാം ഗൈസ്. കളി തുടങ്ങുമ്പോൾ വരാം. നിങ്ങളൊന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് സംസാരിച്ചിരിക്കും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഏത് ഏജന്റാണ് OP എന്ന് തോന്നുന്നത്, അല്ലെ മെറ്റ ഏജന്റായിട്ട് വാലറണ്ടിൽ തോന്നുന്നത് എന്തുകൊണ്ട് ചർച്ച ചെയ്യും. അങ്ങോട്ട് ഇങ്ങനെ അടിയാവൂ പ്ലീസ്. 2 മിനിറ്റ്. And you're just out here. He should try harder. What, wingman, little bro? Don't listen Should to try him. harder? Yes. He's got like 1 job, bro. Yeah, and he's not doing it well. Yeah, well, I mean, Damn, hate to in see the it. wrong spot. He's not providing value for the shareholders. This is wrong. And survey does not agree with you. All right, well, let's go ahead and see where we're headed for map number 3. Go ahead and put those behind us. Now, basically a BO1. That's it. You just got to win this one, guys. If you're Crew or if you're Furious. I mean, they're just looking for that win right Crew here. have the chance to do the funniest thing ever and lose 13-11. Lose another map by 2 rounds. Of last year, where every series they're really close and then they lose by 2 rounds. I really don't want to Please see don't. that. I don't think that would actually be funny. I mean, It would be the saddest thing ever. I would laugh personally. I think that would be And comedy. he's a bad person, This is Chad. funny because it's Breeze. It's going to be a coin flip anyway. It's like in a game that, in my opinion, has been pretty coin flippy already. I think a lot of these retakes are not coming down to strategic value or anything like that. I think it's just coming down to who's getting lucky in the right moment, who's looking in the right moments in some cases. I think that's the kind of chaos that is happening in the game. We kind of expected it, and
here we are. And it's literally happening as a result, again, of how the teams are playing. Like, Crew continue sending, like, lurk on lurk in their typical fashion. We are going to see a continuation of that on this map of Breeze. That is without a doubt. I'm just wondering if there are any ideas here, like with the addition of Heat. Is it going to just be a KO on the map? Is it going to be like a Yoru plus Jet ideas? Jet comp. Yes. I want it. I also want it. He was owning that map, by the way. His utility was really good on that one. I think he's flexing over into a different role super well and still having pop-off games like that. Like, I've actually been really impressed with the guy thus far. Yeah, to be supportive as well is very interesting from the guy, too. So, yeah, I'm really curious. I do have to say, that comp, I don't think it was it, personally. I don't think it was... you can definitely see the limitations and the walls that they ran into. Especially on the defense, like what you were talking about in the pregame, Christy, right? And, like, not having those extra layers that Jet gives you, the verticality, things like that. They were really missing it. But we're into Agent Select here, and standard for the side of Furia. Remember, Furia played this in their first match against NRG, and they came out actually swinging pretty hard, but that was mostly because they were going into the stuff that we've been talking about that we want to see change, which was MW leading the charge, MW making plays for himself, MW requiring everything for himself. So let's see if that's changed at all here, and I think it might have. We're just playing default Breeze, everybody. Like, hey, the teams know each other. We know how the comps work. Like, expectations are clearly set for these two teams. It is now specifically about reading them round to round. Well, we're going to be closing out this Monday with a map 3, so let's go ahead and find out which of these teams are going to pick up their first dub and send it right back to your casters, Vansili and Remington. That's right, Rave. We have some good, old, honest Valorant on Breeze. Yeah, you're a fun duo. But yeah, some good, old, honest Breeze here. Same compositions on both ends. And yeah, I think I agree with what they're saying on the desk. It's min-maxing what you could do now. Just kind of like playing Ascent default, right? It's MW0 versus Keston. How do you activate them? How do you place them? But at least they have new support players behind that, right? On one end, it's Nosber. On the other end, it's Heat playing the KO, playing the Sova. And that's going to be the differences there of how these two players, these two star duelists, could get activated in these situations. Get me in here. Whose aim is better right now? Crew came out first map real strong. Furia is able to come out in the second one. But that firepower favoring Crew already. The buys as well. Only one classic on the board as we would expect. It's going to be a lot of long-range battling on this first round. As the wall goes towards A, a little focus towards elbow, and yeah, the push. Flash push, Havoc first blood, Melzer falls, Keston trying to answer back. Wait a minute. That one's in the drone! He's in the drone! And they both fall. Okay, well, head B. We talked about shenanigans on Iceparks. We're gonna right away here pistol round on Breeze. All the three remaining players of Furia at least make it inside an open B site for a plant. Retake, the push, really the push up? MW Zera, so risky. He needed to make plays. Now long range, it's still won by Conan as he has a sheriff in his own hands. A 2 versus 2. Enemy remaining. Landing all shots onto Heat as well, leaving Keston alone. Ghosts on a 1 versus 2. Both players with sheriffs, both playing together. And only one shot needed from Conan, so they save and salvage what happened on the A site. Yeah, I mean, they were trying to sell the fake altogether. Sold, purchased, bought. I don't know, Furia. Still able to make the B site work, though, because of that distraction, the little room that they gained. You got to work with what you got, and that timing MW0 was able to create on the one push did dwindle the numbers enough to turn that round around. Oh. Right in the eye. Swept off the feet. All right. Into second, Outlaws, Guardians, everything that would keep Crew at a long distance here getting purchased up. It's not one tap, it's the other. Yep. Havoc picks that up, getting closer to the null command, that KO ult already. As MW Zera is going to be up in halls, just looking to get a quick lurk. Hello. See what he can do from the back enemy lines if he follows all the way through. Just an open door play. Really calm by Furia. ആ ജെറ്റ് ഇറങ്ങിയെന്ന് 2 കില്ലെടുത്ത് ഞാൻ ക്ലച്ച് ചെയ്യുന്നതാണ് വിചാരിച്ചു. പക്ഷെ അവൻ പിസ്റ്റൾ എടുത്ത ആ സമയത്ത് നൈഫായിരുന്നു അടിച്ചു കൊടുത്തത്. And Crew, they have a really good opportunity with this comp. I mean, both comps are the same, but to play those retakes, if they're using Klaus's util, right? They know they're going to have to watch halls after this round. The defense is a little separated because of the low buy, but
They could really retake set this up where they're getting those retakes like they were trying to do on Furia towards Icebox. At least you have that min-maxing, right? You look at those players remaining from Crew. They don't have any armor. They probably anticipated an outlaw coming out from NW0 in the second round. NW0 continuing to try to farm more kills. It's once again NW0 just holding W, trying to use this as cannon fodder and just trying to build up the Bladestorm ASCP. Last two just holding outside of the doors. Now spotted double swing. Shy gets ഒരാളെയാണ് അവർ കൊല്ലാൻ പറ്റിയത്. കിടിലം പിക്കായിരുന്നല്ലേ അത്. എന്റെ മോനെ അത് കിടിലൻ നൈസ് ട്രൈ ആയിരുന്നു. See how Crew sets up. My eyes are on where Kesnet's going to go. Was roaming with Melzer for the first few rounds, but it seems like Kesnet will kind of be on a walkabout towards elbow. And then my next focus is MW0. What are they giving him? How are they facilitating this push into sight? Might be towards halls again. So a bit of a split with another. നിങ്ങൾ ഒരേ ഇരിപ്പിരിക്കല്ലോ, ഒന്ന് എണീച്ച് നടക്കുകയൊക്കെ ചെയ്യണം ഇടയ്ക്ക്. എണീച്ച് നടന്നൊന്ന് അങ്ങോട്ടേക്കൂടെ ചാടിയിട്ടൊക്കെ വാ. ഞാൻ അതാണ് ഒരേ ഇരിപ്പിരിക്കാത്ത, എണീച്ചൊന്ന് നടക്കും. പിന്നെ വൈകുന്നേരം ഇന്ന് നടക്കാൻ പോയി കുറേ നേരം ഓടി, ഫ്ലാറ്റിന്റെ ചുറ്റും ഓടി. അവർ വിചാരിച്ചു എനിക്ക് ഭ്രാന്താണെന്ന്. ഔട്ട്ലോ പിക്ക് എടുക്കാൻ പറ്റുമോ? ബോണസ് വിൻ ആയിരിക്കുമോ ഫ്യൂറിയക്ക്? Can they pull off one bonus? ഞാൻ ഓടി സത്യം, ഞാൻ ഒരേ ഇരിപ്പിരിക്കാൻ എത്ര മണിക്കൂർ ഇരിക്കാൻ ഇപ്പം? 9-10 മണിക്കൂർ ഇരിക്കുകയാണ് ഇപ്പം. അയ്യോ അവന് കൊടുത്തറാ. കൊള്ളാം. ഇവരിപ്പോൾ ചെയ്യണം എന്താണെന്നറിയാവോ? ഓരോരുത്തരെ ടാഗ് ചെയ്ത് അവസാനം എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളൊരു സീന. ഒരാളെ ടാഗ് ചെയ്തു, ഒരാളെ ഇപ്പൊ പോലും ഹോസ്പിറ്റൽ എടുക്കൂല. ഓ നൈസ് കളി, ഒന്നും പറയാനില്ല. ഓ ഷോട്ട് കിടിലൻ ഷോട്ടായിരുന്നു അത്. 1 HP ടാ ഇവൻ. ഓ 1 HP അവനെ പണി. അവൻ പക്ഷെ ചത്ത. ഇല്ല മോളി സ്പൈക്ക് കിട്ടി. സ്പൈക്ക് കിട്ടി. അയ്യോ ജസ്റ്റ് പക്ഷെ ലെർക്ക് വന്നവനെ എടുത്ത്. പക്ഷെ ഇത് മൂഞ്ചി. ഓ നൈസ് ട്രൈ. നല്ലൊരു ബോണസ് ആയിരുന്നു. പക്ഷെ 2 പേരെ കൊല്ലാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഒരു ബൈ റൗണ്ടിൽ നമ്മൾ ബോണസ് കളിക്കുമ്പോൾ ഒരു 3 പേരെ ബൈ റൗണ്ടിൽ ഉള്ളവരെ കൊന്ന ഒരു മണി ഫക്കാവും. എന്ന് വെച്ചാൽ 2 പേര് ചത്ത 2 പേർക്ക് ഡ്രോപ്പ് കൊടുക്കാൻ പറ്റും. 3 പേര് ചത്ത് കഴിഞ്ഞാൽ കുറച്ച് മണി ഫക്കാവും. ഒന്നുമില്ലെങ്കിൽ ഹാഫ് ആർമറെങ്കിലും കളിക്കേണ്ടി വരും. ഓ നൈസ് ഷോട്ടായിരുന്നല്ലേ അത്. It definitely looked like a little bit of a beginning of Icebox, beginning of this, where they're really over-rotating here for Furia, thinking that they could catch some players, run fakes, and just capitalize on rotates. നൈഫ് ആദ്യം എറിഞ്ഞ അവർ എത്ര വരെ പിടിച്ചടേ? എത്ര വരെ കിട്ടി? 3 പേരെ എന്തിനോ കിട്ടി നൈഫിൽ. Really stopped that train from Furia on its tracks where they couldn't get into A. നൈഫ് കൊടുത്ത് അപ്പൊ തന്നെ ഓടി. Around 4 Furia now, still with weapons. ജെറ്റ് എങ്ങനെ കേറുന്നു നോക്കട്ടെ സൈറ്റിലോട്ട്. ജെറ്റ് കേറുവോ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഈ കമ്പി എന്തിന്? ഇവരെ സ്വന്തം കമ്പിയാണല്ലേ. പൊട്ട് കൊടുത്ത് നമുക്ക് അറിയാം. ഇത്രയും ഭാഗം കൺട്രോൾ എടുത്തേ ഉള്ളൂ. വിഷം ഇട്ടിട്ടുണ്ട്. വിഷത്തിൽ കൂടെ പോവുകയാണ് ജെറ്റ് മിക്കവാറും ചാവും. ജെറ്റ് ചത്ത്. ഇല്ലടാ എന്റെ അമ്മൂടാ. ഇവൻ ഓമൻ വെച്ച് തന്നെ ഡ്യൂവലിസ്റ്റ് വരെ കളിക്കരുത്. ജെറ്റ് വെച്ച് വിഷയം കളി കേട്ടാടേ. സെറ. It's in the favor of Furia right now on his player advantage. Al Jones right there at the front of Berlin, back in the front of the site. It does get the ping onto one player. Pillar ഒരാളെ ഫക്ക് ചെയ്ത്. ഒരാൾ ട്രാപ്ഡ് അവിടെ. അതോ അവനെ ചത്തളിയോ? പൊക്കടാ അവനെ. അയ്യോ. Before he finally falls, a 2 versus 2 make that now he alone. 2v1 ആടാ. ത്രോയിന്റെ ബൈ റൗണ്ട് അല്ലായിരുന്നു. അല്ല ഇവരെ ബൈ റൗണ്ട് ആയിരുന്നു. Now finally sees him. Look at them playing the protocols, playing the time in their favor. മറ്റാള് പീക്കോലും ചെയ്യുന്നില്ല. Tap on that spike. Coden now could play the time. ഓ കിട്ടി ആളിയാ. എടാ കിട്ടുവോ? പൊട്ടിയാ? പൊട്ടി എടാ വിഷയം കളി. എടാ ഫ്യൂറിയ കളി കൊണ്ടുപോയാണല്ലോ. എന്നിട്ട് ടൈം ഔട്ട് വിളിക്കുവോ?
Fury echo boy പറ്റുള്ളൂ. എൻ്റെ അമ്മോ എന്ത് കളിയല്ലേ. ഇവൻ കുറച്ച് വിഷയം പ്ലെയർ ആണ് കേട്ടോ സേറ. കിടിലൻ കളി. That's the crazy part too, because he went down to 44 HP, yet still gets an entry frag, still gets a second kill towards the back of the site. It's all about making your enemy nice try. Think a different scenario is happening than what they were ready for, and ഇതൊരു എയർ റഷ് ആണോ കാണുന്നത്? മിഡ് കൺട്രോൾ എടുത്ത് ബ്ലേഡ് സ്റ്റോം ഉണ്ടല്ലേ. Interesting wall being thrown on the defense for the retake, so they could actually. അവൻ ചത്തറേ. മിസാവരി അവൻ എന്തൊരു സേറ അവൻ ഇപ്പോഴും ഇതാണല്ലോ കളിക്കുന്നത്. ഓ ഷോട്ട്. സേറ ഇപ്പോഴും ഇതാണല്ലോ ഔട്ട്ലോ ആണല്ലോ കളിക്കണേ. ഔട്ട്ലോ മതി ശരിയാണ്. അവർക്ക് റൗണ്ട് കിട്ടി അവരെ ഇക്കോ റൗണ്ടും ആണ്. ഔട്ട്ലോ നൈസാണ്. റൗണ്ടിനനുസരിച്ച് ഔട്ട്ലോ വാങ്ങിച്ചാൽ നൈസാണ് കേട്ടോ. ഫുൾ ആർമർ ഇല്ലെങ്കിൽ. റമീസ് ബ്രോ എൻ്റെ പേര് മെന്നിയാണ് കേട്ടോ. MENNY മെനറ്റാംസ് അത്തുൽ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. അത്തുൽ. ഓ കൊണ്ടില്ല. അവൻ എസ്കേപ്പായി. ഫുൾ ഇൻഫോ എടുത്താണ് കളിക്കുന്നത്. എത്ര പേര് എവിടെയൊക്കെയാണ്, സൈറ്റ് ക്ലിയർ ആണോ. എടാ ക്യാമറ പൊട്ടിച്ചുണ്ടാ. CT കൺട്രോൾ എടുത്ത് പ്ലാൻ ചെയ്ത്. ഞാൻ പറയണ അവരും പറയണ കണ്ട. നൈസ്. CT കൺട്രോൾ എടുത്ത്. നമുക്ക് മനസ്സിലായില്ല ലെർക്കും ബാക്കി എന്നൊക്കെയാണ് പറഞ്ഞത്. നൈസ് കളി. ഞാൻ പാർക്കെ ഹാടാ ഇംഗ്ലീഷ് കിട്ടിയോണ്ട്. എടാ 2-3 ദിവസം നമ്മൾ ഇംഗ്ലീഷാണ് നമ്മൾ വിഷയമായി. ടെൻസി KRU സ്റ്റോമ്പിങ് ഏരിയ. എടാ ബാദുഷ അത് കഴിഞ്ഞിട്ട് അടുത്ത ഐസ് ബോക്സ് ഇവര് ജയിച്ചു. ഫ്യൂറിയെ ജയിച്ചു. ഫ്യൂറി ഇപ്പൊ തന്നെ ജയിച്ചിരിക്കണം. അയ്യോ വെടി മുന്നും കൊള്ളണ്ട. ആരോ വന്ന് രക്ഷിച്ചടേ. കോണാൻ വന്ന് രക്ഷിച്ച്. ഇവൻ ചത്ത് 5 ഹെൽത്ത് ചത്ത്. ഓ ഒരു കില്ലൂടെ കിട്ടുന്നതാണ് വിചാരിച്ചു. ഒരു വെടി കൊണ്ടിരുന്ന അവൻ ചത്തേനെ. എടാ ഒരു ടൈം ഔട്ട് വിളിക്കുമായിരിക്കും കേട്ടോ. ഒരു ടൈം ഔട്ട് വിളിക്കേണ്ടതാണ്. ഈ ബൈ റൗണ്ടൂടെ പോയാൽ ടൈം ഔട്ട് വിളിക്കുമായിരിക്കും. ഓപ്പ് എടുത്ത് കേട്ടാ. ജെറ്റ് ഓപ്പ് എടുത്ത്. ടൈം ഔട്ട് വിളിച്ച്. ക്രൂ ടൈം ഔട്ട് വിളിച്ചടേ. ആ ജെറ്റ് ഓപ്പ് എടുത്ത് വെച്ച് പണ്ണും മിക്കവാറും കേട്ടാ. ഇഷ്ടമുള്ള എന്ത് വിളിച്ചാൽ സീനില്ലല്ലോ. സീനൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. Greece is attacking map, so we can't predict them. പക്ഷേ നല്ലതുപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അവര്. എന്ത് പറ്റിയാലും ഒരു 8-4 എങ്കിലും സ്കോർ ഇല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റൂല. ഇത് ഞാൻ പ്രഡിക്റ്റ് ചെയ്യണത് ഒരു 7-5 ആണ്. ക്രൂവിന്റെ ഒരു പൊതുവെ ഒരു കളി വെച്ചിട്ട് ഒരു 7-5 ആണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യണത്. നിങ്ങൾക്ക് എന്ത് തോന്നണം? സരക്കില്ലേ മെനി ബ്രോ? ഇല്ലടാ ഞാൻ മാത്രമേ ഉള്ളൂ. ക്രൂ ഷൈ മോണിറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ മൂക്ക് തട്ടിയാണ് ഇരിക്കുന്നത് മോണിറ്ററിൽ കണ്ട്. He's just trying to gain that information for the team. Disney ഒക്കെയുടെ ഇവരെ സ്പോൺസേഴ്സ്. Finding a main could be one of those possibilities for Crew once again. I mean, they've done a pretty good job on that pistol round, and especially now that they have the op in hands of Kesnet, and we all know this KO and Jet on the A side. You could do these pop flashes for peek towards A main. Yeah, he's going to hold a tighter angle here from Palm Tree. I think one of the things we look at, the mid's not being covered so much, if you look at the mini-map, is because this wall covers towards A. So if mid's open, they're trying to fight what's through the wall, but sometimes you get this cross like this from a Viper, and that allows you to play a little bit towards mid, which Crew is not doing. Yeah. So this switch-up kind of lets Furia take mid. Is playing the sights more. ഇത് എൽബോ കൺട്രോൾ എടുക്കാനാണല്ലോ കളി. സൈറ്റ് ഫുൾ ആയിട്ട് വിട്ടു കൊടുക്കുക. അല്ല സൈറ്റിൽ വൈപ്പർ നിൽപ്പുണ്ട്. ആരെയും കിട്ടില്ല. ടാഗ് ചെയ്ത് അൾട്ടി അടിക്കാൻ എന്തിനു വരുന്നതാണ് പ്ലാൻ. തിരിച്ചിവിടെ വരുമായിരിക്കുമോ? അൾട്ടിയിട്ട് കയറുമായിരിക്കും. കായോ അൾട്ടി ഉണ്ട്. അയ്യോ അടിച്ച് കയറി എറിഞ്ഞ്. ഓ പണ്ണി 4v4 ആയി. കായോ അൾട്ടി ഉണ്ട്. കായോ അൾട്ടി ഇട്ടിട്ടില്ല ഇപ്പോഴും.
Slightly flash, big camera. Oh, up, nice. couldn't contact that kill. Now Shy is going to try to rotate across, sees the top of the helm. Oh, nice. Nice read. Nice pick by Shy. Shy da monitor ന്റെ നക്കണിരുന്ന്. He runs that clock down, given a chance for the rotate. Shy nice കളി കളിച്ചു അവിടെ. Kizet still moving up with that. രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഇതൊരു വല്ലാത്ത പൊസിഷനല്ലോ. അൾട്ടി ഇടറാ. അയ്യോ ദാ റൈറ്റ് എന്ന് പറഞ്ഞേ. ഓ കേട്ട്. ഓ നൈസ് വൺ. സ്പൈക്ക് ഡ്രോപ്പ്. മോളി ഉണ്ട്. ഇപ്പുറത്തെ ആംഗിൾ ഓൾറെഡി എടുത്തു കൊടുക്കുന്നുണ്ട്. മോളി കയറി. ആ ഓപ്പിനെ പെക്കിയണേ. ഓപ്പുള്ളവനെ പെക്കിയണേ. അയ്യോ വിഫൈ. ആ നൈസ് അടി അടിച്ച് കളഞ്ഞടേ. എന്റെ അമ്മോ. ക്രൂവിന് ഒരു മച്ച് നീഡഡ് റൗണ്ട് കിട്ടി. അണ്ണാ എനിക്ക് എക്സാമാ, ഞാൻ പോവാണ്. മൈക്കി പോടാ. 5 മണിയായി. BGMI കോൺഗ്രർ പുഷ് കഴിഞ്ഞിട്ട് ഉറങ്ങിയില്ല. ഞാൻ പോട്ടെ അണ്ണാ. എടാ പോയിട്ടാടാ ഈവിൾ. ഉറങ്ങ്. This time, making Furia come in before they can get any of those fights, and that's when you're really looking nice. അവർക്ക് മച്ച് നീഡഡ് റൗണ്ട് ആയിരുന്നു ഫ്യൂറിയക്ക്. പക്ഷെ ജെറ്റിന്റെ ഓപ്പ് ഒരു ഇത് വരണം. ജെറ്റിന്റെ ഓപ്പിന്റെ ഒരു ഇമ്പാക്ട് വരണം. ഈ റൗണ്ട് മിക്കവാറും വരും. ഇത് ബ്ലേഡ് സ്റ്റോം ആണ്. മിഡ് എൽബോ തന്നെ പുഷ് ചെയ്യാണ്. എൽബോ റിവീൽ ചെയ്യുമായിരിക്കും. ഓക്കെ റിവീൽ വന്ന് ബാക്ക് ഇറങ്ങി. ഓ ക്ലോസ് 1 ടാപ്പ് ചെയ്താ ബ്ലേഡ് സ്റ്റോം ജെറ്റിനെ. അവന്റെ പാവോടെ. എന്റെ മോനെ. ക്രൂ ഇത് നൈസ് ആയിരിക്കും. ഇത് തൃപ്തി ഒന്നും കൊടുക്കായിരുന്ന സെറ്റാണ്. മാർഷലാണല്ലോ. ഓ അപ്പൊ തന്നെ അടിച്ചു. ഇവ എന്ത് ക്ലോസ് കിടിലോടെ. കിടിലം ബാക്കപ്പ് ഒന്നും പറയില്ല. ഒരാൾ ബാക്ക് ഇറങ്ങുന്ന സ്പോട്ടിൽ അവൻ വന്ന് പീക്ക് ചെയ്ത് അടിക്കുന്നുണ്ട്. നേരത്തെ മിഡും അതുപോലെ തന്നെ ബ്ലേഡ് സ്റ്റോം മറ്റേ ജെറ്റ് ഓപ്പം കൊണ്ട് ബാക്ക് ഇറങ്ങിയതും അവൻ ആ പീക്ക് എക്സ്പെക്ട് ചെയ്ത് 1 ടാപ്പ് ചെയ്ത് കളഞ്ഞു. മാർഷൽ പിക്ക് കിട്ടുവോ? ഒരു മാർഷൽ പിക്ക്. 2 days ആയി ഉറങ്ങിയിട്ട്. ഇന്നലെ ഡേ ടൈം ഉറങ്ങാൻ പറ്റിയില്ല. എടേ നീ എന്തിനു ഉറങ്ങാതിരിക്കണം? എന്തിന് കിടന്ന് ഉറങ്ങടാ പില്ലോ. ഈ ലൈവ് നാളെ കണ്ടാ നീ കിടന്ന് ഉറങ്ങ്. ഇതിങ്ങനെ ഉറങ്ങാതിരിക്കല്ലേ 2 ദിവസമൊക്കെ. സീനാണ്. എപ്പോൾ ഉറങ്ങിയാലും കുഴപ്പമില്ല, പക്ഷെ ഉറങ്ങണം. കിടന്നുറങ്ങ് പില്ലോ. ഇറങ്ങടാ. നിന്നെ ലൈവ് കാണില്ല. ഇറങ്ങടാ റാസ്കൽ. പോയി കിടന്നുറങ്ങ്. ഇവനെ ബാൻ ചെയ്യ്. ഓ നൈസ് ഒരു കംബാക്ക് കേട്ടാ ക്രൂവിന്റെ ഒരു. അവർക്ക് ആ റൗണ്ടും കിട്ടി, അടുത്ത ത്രിഫ്റ്റിയും കിട്ടി. അവർക്ക് ഒരു പയ്യൊരു മൊമെന്റം ബിൽഡ് ചെയ്യണം. ഈ റൗണ്ടും കൂടെ ക്രൂവിന് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആവും. Or just saw, sorry, a Vandal buy coming out from NW0. But that said, the main point is that maybe the lurk towards ഈ കളി കഴിഞ്ഞ് പോകാൻ ത്രില്ല് കയറണം. നീ 2 മണിക്കൂർ ഇരുന്ന് കണ്ടിട്ട് നിന്റെ അടുത്ത് ഈ കളി കാണല്ലേ എന്ന് പറയാൻ എനിക്കും തോന്നണില്ല. ഈ കളി കഴിഞ്ഞ് കിടന്ന് ഉറങ്ങണം. So all they needed was to get that economy rolling. Some hard anchors that are actually working. ആ വോള് കണ്ടോ? തിരിച്ചൊരു വോള്. എക്സ് മാർക്സ് ദ സ്പോട്ട്. ഇവിടെയാണ് ട്രഷർ ഉള്ളത്. ഇവിടെ എക്സ് മാർക്ക് ഇവിടെ. നിങ്ങളാരും ഡോട്ടയിൽ കുൺക കളിച്ചിട്ടുണ്ടാ? കുൺക കളിച്ചിട്ട് എക്സ് മാർക്ക് ചെയ്ത് ഒരുത്തന്നെ ടോറന്റ് ഇട്ട് തലയിൽ ഷിപ്പ് ഇട്ട് കൊടുക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല വേറെ എന്ത് ചെയ്താലും. ഡോട്ട കളിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഡോട്ട 2 ഡോട്ടയൊന്നും ആരും കളിക്കാൻ വഴിയില്ല. കയോ അൾട്ടി ഉണ്ട്. MW സെറ നമ്മുടെ സെറ. ഈ സമയത്ത് ഈ ടൈമിലും ഇവിടെ മാച്ച് ചെയ്യണം. ഇത്രയും വരെ എടാ സെന്റിനലിലെ ഒന്ന് മാച്ച് പോലും അല്ല. എന്നിട്ട് ഇവിടെ 220 പേരുണ്ട്. ആൾക്കാർക്കൊക്കെ ആ ത്രില്ല് അടിച്ചു തുടങ്ങി. അത് കളി കണ്ടാലേ മനസ്സിലാവുള്ളൂ ആ ഒരു ത്രില്ല്. സേവ് ചെയ്യാ 30 സെക്കൻഡ് ബാക്കി സേവ് ചെയ്യാം. സൈറ്റ് കയറുന്നത് മറ്റോ പണി കളഞ്ഞ ഹീറ്റ്. നമുക്കെല്ലാം ത്രില്ലടിച്ച് കളി കണ്ടു തുടങ്ങിയപ്പോ
down to almost nothing. And if they were only because of you, Mohammed, thank you, bro. Set up here because you have me, you onnulla more towards the A side, camera to look towards halls. They know that they can play against a lot of ults in the next round. Oh, 10 seconds left. He 4K credits. മോനെ അവര് സേവ് ചെയ്തേ 3 പേര്. Easy round for crew. Crew വിഷയട്ടാ ടൈം ഔട്ട് വിളിച്ചതിന് ശേഷം അവർ എന്തിനു മറ്റേ ചവനപ്രാവശ്യം എന്തിനു ഇറങ്ങി. Many bro സ്നൈപ്പറിന്റെ അൾട്ടി കിൽ ഫീൽ നൈസ് ആണ്. അത് നൈസ് ആണ്, പക്ഷെ ഇതൊരു കോംബോ ആണ്. അതുപോലെ ഷാഡോ ഫിയന്റിന്റെ അൾട്ടി, ഓയ്യോ അൾട്ടി ചെയ്ത് 2 റേസ് ചെയ്ത് പോലെയാണ്. ഓ അതൊക്കെ ഓപ്പോ ഷോട്ടടാ. ഓ ആ മൈക്രോ ഫ്ലിക്ക് എൻ്റെ അമ്മ അത് വിഷയമാണ്. അത് ഞാൻ ഫ്ലിക്ക് ചെയ്തിരുന്നെങ്കിൽ അത് മെറ്റൽ കേജി കൊണ്ടുതന്നെ ഞാൻ കുറച്ചുകൂടെ ഫ്ലിക്ക് ചെയ്യുമ്പോൾ മൈക്രോ ഫ്ലിക്ക് കണ്ട ചെറിയൊരു ആംഗിളിൽ മൈക്രോ ഫ്ലിക്സ് എനിക്ക് കൊള്ളയില്ല. മൗസ് പാഡിന്റെ ആണെന്ന് തോന്നുന്നു. മൈക്രോ ഫ്ലിക്ക് കൊള്ള എനിക്കൊരു ആർട്ടിസൻ മൗസ് പാഡ് വേണം, പക്ഷെ അത്രയും പൈസ ഇനി മൗസ് പാഡിൽ കൊടുക്കാൻ ഒരിക്കലും എൻ്റെ മനസ്സ് കേൾക്കൂല. കൊടുക്കില്ല, ഉണ്ടായിരുന്ന സമയത്തും എനിക്കത് പറ്റൂല. 6000-7000 രൂപയ്ക്ക് മൗസ് പാഡിന് കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്കത് ഒരു തുണിക്ക് വേണ്ടി കൊടുക്കണ പോലത്തെ ഒരു ഫീലാണ്. എനിക്ക് അത് വെച്ചൊരു 3 ലിവൈസിന്റെ ജീൻസ് എടുക്കാൻ സ്വന്തമായിട്ട്. Because the money again is not going to be good. They lose this round. Furia does. They're still on 2,900 credits. Time out വിളിച്ചേട്ടാ. They have 3,600, 35. Furia time out. പൗസ വിളിച്ച് പൗസ. It's a low buy again. Total value time എത്ര? എന്റെയാണ് ഒരു 2000 പ്ലസ് കാണുമായിരിക്കും. നോക്കാം നമുക്ക്. നോക്കട്ടെ ട്രാക്കർ. All right, we're into this one. .gg. Dang. അത് കാണാൻ പറ്റില്ല tracker.gg. ഇങ്ങനെയാണ് ഇതിൽ എടുക്കണത്. It was like felt through his teammate. ഈ സെർച്ച് വരണില്ലല്ലോ ഇതില്. Gotta watch out. Pings all to the right side. Oh my gosh, that minimap just got lit up like a light bright towards the right side of that pillar. Exactly where Mouser is standing. Let's see how they actually... They're trying to do this quick off the null command. This first null command gives a chance for Furia to get the plant. And then you could be very aggressive here for Crew on the retake, but 1867 ഒരു ഐഡിയയില്ല. എല്ലാം കൂടെ കൂട്ടി ലാനും കസ്റ്റോ എല്ലാം കൂടെ കളിച്ചോ എല്ലാം കൂടെ ഒരു 3000 മണിക്കൂർ വരും. 2500 മണിക്കൂർ എന്തായാലും വരും വാലറന്റിൽ. ഓ ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ ലൂക്കറേത്. മൗസ് പാഡ് ഇസ് വർത്ത് മോർ ദാൻ അപ്ഗ്രേഡിങ് എ കീബോർഡ്. എടാ കൊഴേ നിന്റെ മൗസ് പാഡ് ഇങ്ങോട്ട്. കൊഴയിലെല്ലാം ഉണ്ട് ഗൈസ്. ആർട്ടിസൺ ഒക്കെ ഉണ്ട്. റിച്ച് ബിച്ച്. ഒയ്യോ എടാ ക്രൂ വിഷയോടെ. അയ്യോ പണ്ണി പണ്ണി. എടാ ഓമാര് വന്ന്. ഓ എന്റെ മോനെ എന്തോന്ന് കളികളാ കളിച്ചത്. ആ 3ാമത്തെ കില്ല്. എടാ മോനെ അതാ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ ഇവന്മാര് കുറച്ച് വിഷയമാണ് ഫ്യൂറിയ. എടാ മറ്റോ ക്ലോസ് മാത്രമല്ല അളിയാ 4 കില്ലെടുത്ത്, അത് ഏറ്റവും ക്രൂഷ്യൽ സമയത്ത്. നോസ്വെയർ എന്റെ മോനെ ബെസ്റ്റ് ക്ലച്ച് ഞാൻ ഇന്ന് ഈ സീസണിൽ കണ്ട ഇതുവരെയുള്ളതില്. എന്റെ മോനെ ഇന്നലെ ഒരു ഏസ് എടുത്ത് വൈപ്പർ ക്ലച്ച്, പക്ഷെ അതിനേക്കാൾ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇത്. ഡ്രോണും തിരിഞ്ഞു പോലും നോക്കാതെ പോയല്ലോ. അതാരാണ് സെർജിയോ? എനിക്ക് ആകെ അറിയാന്നുള്ള സെർജിയോ പ്രൊഫസറാണ്. മണി ഹേസ്റ്റിലെ സ്പ്രേ ട്രാൻസ്ഫർ, അത് ഫാൻഡം പോലും അല്ല, വാൻഡൽ സ്പ്രേ ട്രാൻസ്ഫർ. എനിക്കൊക്കെ അത് സ്വപ്നം മാത്രമാണ് വാൻഡൽ സ്പ്രേ ട്രാൻസ്ഫർ. പൊന്നാളിയാ ഇതിനൊക്കെ എന്തിനു തിന്നണേ എന്തോ ചോറല്ല എന്തായാലും. Just playing behind the pit. This is a smart way to play it now for Furia. Oh, they'll open the door, and that's going to add a lot of pressure for Heat. Thankfully, there's a one-way here to help him out. And there's that first contact. No way to trade off. So this gives a chance here for Heat to run that clock down. Slow players down. Updraft. Oh, nice. അവനെ ആകാശത്തിൽ ചടിച്ചോ ഓപ്പ് വെച്ച്.
ആകാശ പണ്ണു കൊടുത്ത്. From Kesnet, who's trying to watch it from the spawn. Melzer staying inside the pit, but the spike is down. അടിച്ചു കൊന്നാ. There's a garden kill, allowing a chance for us to pick up the spike if we can. സ്പൈക്ക് എടുത്തോണ്ട് ഓടിയാ. ഓയ്യോ അത് വല്ല കൊണ്ടിരുന്നെങ്കിൽ വിഷയായിരുന്നേനെ. എന്റെ അമ്മ ഓട്ടിച്ചിട്ട് പണ്ണണടേ. ഫ്യൂറിയെ ക്രൂ ഓടിച്ചിട്ട് പണ്ണമെന്നൊക്കെ പറഞ്ഞാ അത് അണ്ടർ റേറ്റഡ് ആയിപ്പോ. ഫോർമർ പ്രൊഫഷണൽ ഫുട്ബോളർ. റേഡിയൻ നീ കൊള്ളാല്ലോടെ, നിനക്ക് നല്ല ഇൻഫർമേഷൻ ഉണ്ടല്ലോ. കൊള്ളാം ബ്രോ, അടിപൊളി. It's the split second plays where the comms can't even come through yet. That they're taking a hold of these rounds. Very nicely taken. Kesnet forward to push. Still gets the operator as he backtracks to get it after the round ends. All right, a lot of the ults have been expended. Dueling Hunter's Fury is a possibility on this round. ആനിമേ കണ്ട് തുടങ്ങാൻ വല്ല ടിപ്പ് ഉണ്ടോ? കുറച്ച് കണ്ട് തുടങ്ങുമ്പോൾ ബോറടിക്കുന്നു. ബട്ട് ഐ ലൈക്ക് ടു സീ. ഞാൻ പറഞ്ഞുതരാം മുഹമ്മദ്, ഈ കളി കഴിയട്ടെ നമുക്ക് സംസാരിക്കാം. ഞാൻ ലൈവ് കഴിഞ്ഞ് കുറച്ച് ഇരിക്കണുണ്ട്, സംസാരിച്ചിട്ട്. അവൻ കമ്പി കിടന്ന് ആടണേ. അല്ലോ ഇപ്പൊ അവൻ ഇതെടുക്കാം. കേജ് ഡൗൺ ആയി. സ്പൈക്ക് എടുത്തോണ്ട് ഓടിയാടേ. So it's going to be much more difficult to try to re-enter the B heat side. controller നിക്കയാണ്. ഈ ഹീറ്റിനെ പണ്ണു അല്ലെങ്കിൽ ഹീറ്റ് പണ്ണു. The rotate is this KO. Heat holding it down towards Castle. Melzer playing it aggressively. Shy getting the pick onto Conan. Conan ഓടി. അല്ല മെൽസർ ഓടി, കോണനെ കൊന്ന്. Extra obstacle to try to get one pick before he falls back, but he'll play the numbers. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ഓടുകയാണല്ലോ. ഞാൻ 7-5 സ്കോർ പറഞ്ഞ നേരെ തിരിച്ചു വരുന്നതാണ് തോന്നുന്നത്. ഫ്യൂറി ആവും 5, ഇവരാവും 7. എന്തായാലും 7-5 വന്ന് ഞാർക്കാണ് ആരെന്ന് പറയാത്ത ഭാഗ്യം. അയ്യോ നൈസടേ, നൈസ് കളി, ഒന്നും പറയുന്നില്ല. ആ ടൈം ഔട്ട് വിളിച്ചിട്ട് ഇവന്മാർ എന്ത് ചെയ്തത്? Really gets picked in the end as his teammates fell. Nothing to really do at that point. One Piece new episode ഉണ്ടോ? പിന്നെ ഇല്ലാതെ എന്തോന്ന് എപ്പിസോഡ് അത്. എന്റെ അമ്മയാണ്, ഞാൻ അങ്ങനെ ഒരു വിഷയം കണ്ടിട്ടില്ല. ഓ ഇവ ഓഫ് വെച്ച് പണിയടേ ഇവരെ. ഓ ഷോട്ട് അവസാനം കണ്ട അവര് മതി പട്ടിയെ കൊല്ലണമല്ലോ അടി. ഐജിയൻ റെയിനേൽ അൾട്ടിയ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സംസാരിക്കുന്നില്ല, ഈ കളിയുടെ ഇടയ്ക്ക് സംസാരിച്ചാലേ മൂട് പോകും. എടോ പേടിയായി പെട്ടെന്ന്, ഞാൻ ചത്തന്നു. അല്ല അവന്റെ പീക്ക് വെറും ഫെയിലാണ് ഹീറ്റിന്റെ. അല്ലെങ്കിൽ പീക്ക് ഞാൻ ചത്തേനെ. ഹീറ്റിനെ പണ്ണോ അതോ ഹീറ്റ് പണ്ണോ എന്നുള്ളതാണ് ചോദ്യം. ഹീറ്റ് പണ്ണിയടേ, ചെറുക്കൊന്നും എടുത്താണ്. ഓ നൈസ് 2v4. എന്തെങ്കിലും നടക്കുവോ? ഒന്നും ചെയ്യാനില്ല. അവൻ കേറി അടിക്കാൻ പോവേ. 7-5 അല്ലേ? ഞാൻ പറഞ്ഞ 7-5 തന്നെ സ്കോർ വന്ന്. പക്ഷെ 7 ഇപ്പുറത്തവർക്കാണെന്നേ ഉള്ളൂ. സോറോ വേഴ്സസ് ലൂസി ഫൈറ്റ് വരുന്നുണ്ട്. അറിയാം ഞാൻ മാങ്ക വായിക്കണോ, ഞാൻ സ്പോയിലർ പറയട്ടെ. എന്തൊരു സംശയം, സോറോ പണ്ണി എറിയും. പണ്ടേ സോറോ അവനെ പണ്ണേണ്ടായിരുന്നു. സോറോനൊരു ചാലഞ്ച് പോലും ആയിരുന്നല്ലോ, റോബ് ലൂച്ചിയൊക്കെ. അതൊക്കെ ആരാ കഴിഞ്ഞ ഓൾഡ് സ്റ്റോറി. ഞാൻ പോണു, കളി കാണണം എന്നുണ്ട്, പക്ഷെ തലവേദന എടുക്കുന്നു. ഇനി ഇരുന്നാ നാളെ ലൈവ് കാണാൻ ഞാൻ കാണില്ല. പോയി കിടക്കണ പട്ടി, ഇതല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത്. ഉറക്കം വരുന്നു. റിമൈനിങ് മാച്ച് ഞാൻ നാളെ കാണാം. ഓക്കെ C2 പോയിട്ടോ. എന്റെ പൊന്നോ എന്തൊരു കളിയടാ. ആനിമേ കാണണമെന്നുണ്ടെങ്കിൽ നീ ആദ്യം കൊച്ചു ആനിമയെ കണ്ടു തുടങ്ങണം. കൊച്ചു ഡെത്ത് നോട്ട് അങ്ങനെ നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആനിമ ഉണ്ട്.
വൺ പഞ്ച് മാന് പിന്നെ അറ്റാക്ക് ഓൺ ടൈറ്റൻ അങ്ങനത്തെ കൊച്ചു ഒരു 30-40 എപ്പിസോഡുള്ളേക്കാണ്. അങ്ങനെ കുറേ ഉണ്ട്. ജുജുത്സു കൈസനുണ്ട്. അതൊക്കെ കുറച്ച് എപ്പിസോഡ് ഇറങ്ങിയിട്ടുള്ളൂ. അതൊക്കെ കിടിലമാണ്. അതൊക്കെ കണ്ടൊന്ന് സെറ്റായിട്ട് ബാക്കി വലുത് ഗോട്ട് ഓഫ് ആനിമേസൊക്കെ കാണുന്നത്. ഗോട്ട് എന്ന് പറഞ്ഞാൽ കുറേ എപ്പിസോഡ് ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല അവരാണ് കിടിലെന്നല്ല, കുറേ എപ്പിസോഡുള്ളത്. ഡ്രാഗൺ ബോൾ സി, നറൂട്ടോ, വൺ പീസ്, അതൊക്കെ. അതിൽ എൻ്റെ ഫേവററ്റ് വൺ പീസാണ്. പക്ഷെ അതൊരിക്കലും ഞാൻ ആദ്യം കാണാൻ പറയൂല. അത് ആദ്യമേ കണ്ടാൽ ബാക്കിയൊക്കെ കാണാൻ തോന്നില്ല. പിന്നെ ടോക്കിയോ ഗൂൾ ചെറുതാണ്, ടോക്കിയോ ഗൂൾ നല്ലതാണ്. അപ്പം ഓരോരുത്തർക്കും ഓരോ ആനിമേനും ഫേവററ്റ്. എൻ്റെത് വൺ പീസാണ്. പക്ഷെ അതാണ് ഏറ്റവും ലോകത്തെ ബെസ്റ്റ് എന്ന് ഞാൻ പറയണമെന്നില്ല. എനിക്കിഷ്ടമാണ്, അത്രേ ഉള്ളൂ. ഇത് ഡീമൺ സ്ലെയർ, അയ്യോ മസ്റ്റ് വാച്ചാണ് ഡീമൺ സ്ലെയർ. നൈസാണ്. ഡീമൺ സ്ലെയറിൻ്റെ മൂവി ഒന്നും തിയേറ്ററിൽ പോയി കാണല്ലെന്നേ ഞാൻ പറയുള്ളൂ. അത് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഞാൻ മാലുവിനെ കൊണ്ടുപോയി കണ്ട് വെറുത്തുപോയി. എന്ത് തെണ്ടിത്തിനാണ് കാണിച്ചു വെച്ചേക്കുന്നത്. കഴിഞ്ഞവൻ ഇറങ്ങിയ 2 എപ്പിസോഡും 3 എപ്പിസോഡ് വെച്ചൊരു സിനിമ ഇറക്കി വെച്ചാൽ എന്തിരടേ. ഓൾറെഡി കണ്ട എപ്പിസോഡുകൾ. പിന്നെയാണ് ബിരിയാണി വാങ്ങിത്തരുന്നു, വിശക്കുന്നു. മെന്നി ഒരു ബിരിയാണി വാങ്ങിത്തരൂ, വിശക്കുന്നു. ഓ വാങ്ങിച്ചു തരാം, നിന്റെ Gpay അയച്ചു തരാം. വലുതായിട്ട് പൈസ ഇല്ല, എന്നാലും അയച്ചു തരാം, നീ വാങ്ങിച്ച് തിന്നു. വിശക്കണം എന്ന് ഒരാളെ രാവിലെ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും അയച്ചു കൊടുക്കണം. ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞാൽ 200 രൂപ അയച്ചു തരാം. എൻ്റെ അത്രേ ഉള്ളൂ. A little bit of raid boss on the attack, leaning heavily towards the B site to start. Yep. Camera watching the elbow to try to catch a timing of a walk down push on the defensive side and doesn't see nothing. Try to engage now towards B. Knife being thrown first just to flush out the initial cycle rather of the Viper util. ജോബ് എന്താ? ഒന്നുമില്ല, ലൈവ് കാണുക, ചിരിച്ചോണ്ടിരിക്കുക. അത് തന്നെ എൻ്റെ ജോലി. ജോലി മാത്രമേ ഉള്ളൂ. വൺ പീസ് ഹാവ് 1000 എപ്പിസോഡ്സ്. ഒരു ദിവസം കൊണ്ട് കാണണ്ട, പയ്യെ പയ്യെ കണ്ടാൽ മതി. പക്ഷെ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ കണ്ടു കയറാൻ അറിയൂല. എനിക്ക് നടക്കാൻ വയ്യ, ഒരു വീൽ ചെയർ വാങ്ങി തരുമോ? നിനക്ക് ഞാൻ ആദ്യം ഒരു അച്ഛനെ കണ്ടുപിടിച്ച് തരാം, അത് കഴിഞ്ഞിട്ട് ബാക്കി. എന്നിട്ട് അങ്ങേരടുത്ത് പറയണം ഒരു വീൽ ചെയർ വാങ്ങിച്ചു തരാം. കേട്ടാ പാട്ടി. അതെന്റെ മറ്റൊരു കൂട്ടുകാരനാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നല്ലാതെ അവന് വല്ല ആവശ്യമുണ്ടോ? Good lurk here from Klaus. Could just throw this all up in the air, but the lurk is through halls. Yeah, camera just spotted. Number aiche evada aiche dinki. Dinki. Broken it down, but there's that lurk from behind. Have it pushing all the way down. At 12 HP is going to fight against the other KO. Heat at 26. 1000 തന്നെ അറ്റാക്ക് ചെയ്ത് പോകുമ്പോൾ സോറോന്റെ സീനിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഏത് സീൻ? ഇത് രാവിലെ തന്നെയാണോ അതോ എനിക്ക് തോന്നുന്നതാണോ? രാവിലെ തന്നെയാണത്. ഞാൻ ഞെട്ടിപ്പോയത് കേട്ടപ്പോ. കാര്യം ചോദിച്ചായിരിക്കും. അല്ലടാ, അവൻ എന്റെ ഫ്രണ്ടാ കോഴ. എന്റെ ഭയങ്കര എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവനെ. അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞു. അല്ലേ ഞാൻ അങ്ങനെ പറയൂ? എന്തിനു പറയണത്? ഒരുത്തം വന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആരെങ്കിലും പറയൂ? അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. റൈറ്റ് ഈവന്റ് ബാംഗ്ലൂർ വെച്ചിട്ടാടാ. An error here that's going to be costly at least to start. That forces Crew Visa to be on an eco. NW0 once again with an outlaw towards me. പിസ്റ്റൽ റൗണ്ട് അവര് ജയിച്ചിട്ടുണ്ട്. ഇത് ഒരു ഫുള്ളൊരു ഇക്കോ ആണ് പോയിരിക്കുന്നത്. ക്രൂ ഇവര് അഗ്രസീവ് പിക്കാൻ പോകുന്നുണ്ട്. ജെറ്റ് പിക്കാവോ? ഒയ്യോ നൈസ് ആണ്. ഔട്ട്ലോ വെച്ച് അവർക്ക് മാത്രമല്ല നമുക്കും കളിക്കാൻ അറിയാമെന്ന് കാണിച്ചുകൊണ്ട് നമ്മളെ മിസാവരി സെറ നമ്മുടെ സെറ. മെന്നി ബ്രോ, മോസിൻ ഗെയിമർ, ഹായടാ ഹായടാ. സോറോ വിഷയമാണ് അതിൽ. ഐ തിങ്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഉണ്ടാവും.
Little window taken there by Mauser, but not much. ഞാൻ സംഭവം എന്ന് പറഞ്ഞാൽ മാങ്ക വായിക്കൂല ബ്രോ. എനിക്ക് മടിയാണ് വായിക്കാൻ. പിന്നെ എനിക്ക് മോളിയും താഴെയാണ് സൈഡിലോട്ടാണെന്ന് അറിഞ്ഞില്ല. ഞാൻ വായിച്ചു വരുമ്പോൾ കഥ മാറും. അതുകൊണ്ട് ഞാൻ മറ്റേ ആനിമെ അപ്രോർ എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്. അവൻ റിവ്യൂ ഇടും, പിന്നെ അവൻ്റെ തോട്ട്സ് ഇടും. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. ആനിമെ അപ്രോർ അറിഞ്ഞുണ്ടെങ്കിൽ ആ ചാനൽ എടുത്ത് നോക്കുക. ആനിമെ അപ്രോർ അതാണ് ഞാൻ കാണുന്നത്. എടേ നിന്റെ നമ്പർ നീ എവിടെ അയച്ചടേ? Money there for Kesnet. I don't know if they would go for it with the speed. They're going to have to play with how much space they're going to have to get these operators face themselves. But never counted out. Outlaw stands. MW Zera starts pocketing a lot of credits here for the following rounds. And we switched over. A lot of റൈറ്റ് ഇവന്റ് വ്ലോഗ് ഉണ്ടോ? എടുക്കാം വ്ലോഗ് എടുക്കാം. റൈറ്റ് ഇവന്റ് എന്തായാലും ഞാൻ വ്ലോഗ് എടുക്കും. Just this drone push. വ്ലോഗ് എടുക്കാം എന്തായാലും എടുക്കാം. Facilitating MW Zera for another outlaw hit. Not the same result from A main. No, Kesnet എടാ was സെറ എടുത്തടേ. അവൻ മറ്റേ ഔട്ട്ലോയെ കൊണ്ട് വീക്ക് എന്തിനാ പോയാണ് അടിച്ച് കായലിൽ കളഞ്ഞ്. ചേടാ മോനെ 7-7 എന്ത് കിടിലൻ മാച്ചടാ. 1-1 സ്കോർ 7-7 ടൈറ്റ്. ഇനി ഇവിടെ നിന്ന് എന്താവും എന്നുള്ളതിൽ ഒരു പിടിയും ഇല്ല. എനിക്കൊന്നും പറയാൻ പോലും പറ്റില്ല. രണ്ട് ടീം ഈവൻലി മാച്ച്ഡ് ആണ്. ഒരാൾക്ക് പോലും ഒരു അഡ്വാൻറ്റേജ് തോന്നണില്ല. That they might try to engage more aggressively, but there's nothing. So at the 1 minute mark, Spike gets picked up. 3 players are moving down towards mid. റൈറ്റ് ഇവന്റ് ഞാൻ ഈഗിൾ റബലാണ് പോണത്. That was his, KO knife thrown over towards A. We just heard it wear off onto heat, so they have a little bit of time here to get through. A lot of noise just being made on the rope. Trying to play mind games as they go through mid. It's not playing with Khalil at all. And that dart actually അയ്യോ എടാ നൈസ് ഇടിലം കളി. അയ്യോ ഇവന്റെ പൊസിഷൻ പോയി. അവനെങ്കിലും എടുക്കാൻ. അയ്യോ 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 നൈസ് കളി നൈസ് കളി. ഇടിലം കളി. മുർഷി താങ്ക് യു ഫോർ ദ സൗദി റിയാൽ ബ്രദർ. താങ്ക് യു ഫോർ ദ 5 സൗദി റിയാൽ. ഞാൻ ഇൻസ്റ്റ അയച്ചിട്ടുണ്ട് വെന്നി. ഞാൻ നോക്കാം. Shy playing on the rope, bringing back the lurk from all across the map, and you kind of saw when crew plays like that, when a team plays like that, you're expecting big pushes. You're expecting someone to push up on that bonus, get a frag, you don't want the spike to drop, so it's in spawn as you just suss out the entirety of the message. Right up the gut through mid. Actually haven't seen it a lot in this map of the series. But crew feels like it's one that they can employ. All right, all towards A. This lurk still from Shy. In a full retake, MW Zera's operator waiting, looming over the site from bridge. A null command allows for them to get inside the site for Crew Visa. Kesnet moving forward, trying to spray with the Phantom, connects onto Nosware. Meanwhile, Heat has fallen down, door gets open, flooding in all the defenders outside from the bridge, and Kesnet was alone, but at least got the info. Shy has to cut the crossfire, cross the rotate rather. As Khalil jumps up, he denies access to Furia to move inside the A site. There's only 2 players left. It's MW Zera, heavily wounded with this operator. Conan dropped. മറ്റേ സേവ് ഓടി. ഇവന്റെ എന്തിനിരിക്കണം ഓഫ് ഇരിക്കണം. ഓടിക്കോ മോനെ ഓടിക്കോ. ഒരു പീക്കോലും ചെയ്യല്. നീ കണ്ടം പിടിച്ചോ കണ്ടം. ബ്രോ മുർഷി താങ്ക് യു ഫോർ ദ 5 സൗദി റിയാൽ. ഫസ്റ്റ് സൂപ്പർ ചാറ്റ് ലൈവ് സ്ട്രീം എല്ലാം ലൈക്ക് അടിയടാ. താങ്ക്സ് യു ബ്രോ. താങ്ക് യു മീൻസ് എ ലോട്ട്. സെന്നിന്റെ കളി ഉണ്ടോ അണ്ണാ? ഇന്നില്ല നമുക്ക് നോക്കാം. യുവർ മോസ്റ്റ് ലൈക്ക് ആർക്ക് ഇൻ വൺ പീസ്. സ്കൈപ്പിയ വിത്തൗട്ട് എനി ഡൗട്ട് സ്കൈപ്പിയ. അറബസ്തേ എനിക്ക് ആ വൺ പീസിലെ പഴയ ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ബ്രോ. തമാശയും ആ ഒരു കണ്ടന്റ് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം വേറെ ഒരു എന്തോ കാണുന്നോലുണ്ട്. പഴയ വൺ പീസ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം. ഈവന്റ് ബാംഗ്ലൂർ. ഞാൻ ജാപ്പനീസ് ആണ് കാണുന്നത്. ഇപ്പൊ ഒരു ഷോട്ട് അടിക്കും. അമ്പോ അത് എന്തോന്നത്. ടൈം ഔട്ട് വിളിച്ച് മെറൈൻ ഫോർഡ് എനിക്ക് ഇഷ്ടമല്ലടാ. മെറൈൻ ഫോർഡ് എനിക്ക് ഇഷ്ടമല്ലാത്തതിന് ഒരുപാട് കാര്യമുണ്ട്. അതിലൊരുമാതിരി ആൾക്കാരെ നെർഫ് ചെയ്തിട്ട് വാർന്ന് ഇറക്കിയല്ലോ. എന്ന് വെച്ചാൽ ഹാക്കി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതിലുള്ള ആരും ഹാക്കി ഒന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അതൊരു പ്രോപ്പർ ഫൈറ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഹാക്കി എന്ന് പറയുന്ന സാധനം തന്നെ
മറൈൻ ഫോർഡൊക്കെ കഴിഞ്ഞ് ചിന്തിച്ചൊരു സാധനം പോലെ തോന്നുന്നുണ്ട്. കോൺഗ്രർ ഹാക്കി ഉപയോഗിച്ചിട്ട് സാധാ ഹാക്കി പോലും ഉപയോഗിച്ചിട്ടില്ല ആരും. ലൂഫിക്ക് ഒരു കോൺഗ്രർ ഹാക്കി ഉണ്ട്. അപ്പോൾ പിന്നെ അത് ഉറപ്പായിട്ടും വൈറ്റ് ബിയർഡിനൊക്കെ ഉണ്ടാവില്ലേ? വൈറ്റ് ബിയർഡിന് ചെയ്യാൻ പറ്റൂലായിരുന്നു. കോൺഗ്രർ ഹാക്കിയൊക്കെ കോട്ട് ചെയ്യായിരുന്നല്ലോ കയ്യിലൊക്കെ. കൈഡോയിൻ്റെ വരെ പേടിയുള്ളതാണ് വൈറ്റ് ബിയർഡിന്. അപ്പോൾ എനിക്കെന്തോ ഒരുമാതിരി ആൾക്കാരെ നെർഫ് ചെയ്ത് ഇറക്കിയല്ലോ തോന്നി അതിൽ. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. And it looks like Crew has kind of figured out how to hit these sites to give Furia the most trouble. That last one, a gun round here, and that loss is gonna. Why Skype? എനിക്ക് ആ ഒരു ഇമാജിനേഷൻ, ആ ഒരു ഡ്രീം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ആനിമയിൽ. എന്നാൽ നോമ്പുണ്ടോ? ഇല്ലടാ, ഞാൻ ആദ്യത്തെ 10-11 എടുത്തിട്ട് ബ്രേക്ക് ആയടാ, പിന്നെ എടുത്തില്ല. കറക്റ്റായിട്ട് എടുത്തോണ്ടിരുന്നതാണ്, ബ്രേക്കായി, പിന്നെ എടുക്കാൻ പറ്റിയില്ല. ചാർജില്ല ഫോണിൽ. ബൈ ബ്ലഡ് ഷോട്ടെ, ബൈഡാ. അങ്ങനെ ഒരു ടൈം ഔട്ടിന് ശേഷം കളി തിരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ക്യാൻ സെറ ഡു ദ ഇംപോസിബിൾ? Can Zera get some picks for the team? Sorry, NW0 could get that light down towards bottom middle. I gotcha. Plaguing you. Konnichiwa. Okaveri makle, Mr. Unknown, thank you for the 40. ഓയ്യോ, അത് ചോദിച്ച് വാങ്ങിച്ചേടാ. പോയി കേറി കൊടുത്ത്. അയ്യോ, ഫ്യൂറിയെ പണ്ണടേ. The best weapon, the best chance that they had here for Furia to try to get some sort of breathing room to rotate and retake the A site. That would have given an extra weapon in the hands of one of the defenders of Furia. Now Shy watches the play. Yeah, it's a long range battle. Doesn't get damaged that much. Well, Nosworth decides to fall back instead. ഈകളെ ഹല വർണ്ണ ഡിസ്കോർഡിലൊന്നും ഞാൻ ഇല്ല. വർണ്ണെങ്കിൽ ഞാൻ ഡിസ്കോർഡിലോട്ട് വരാം. ഞാൻ കളിച്ചോണ്ടിരിക്കാൻ വിളിക്കാതെ, പിന്നെ ഏതോ ടീമാണ്, അറിഞ്ഞൂടാത്ത ടീം. പക്ഷെ ഇവര് മുട്ടാൻ കളി. അയ്യോ, ഇവിടെ ഇങ്ങനെയൊക്കെ കേറാൻ പറ്റൂടെ? ഇവിടെ മോളില് ബ്രീസില് ഇങ്ങനെയൊക്കെ കേറാൻ പറ്റൂ? വിഷയം. These rounds, you think for Crew or for Furia, you build it up, you got that operator, and it's the first thing to drop. Absolutely taking any win out of the sales Furia had that round. They push around, get pulled around the map. MWZera is still going to be able to have the operator. Blade Storm, Hunter's Fury up. വിഷയമാണല്ലോ. ഇപ്പോഴും ബൈ ഉണ്ടാടാ ഇവന് ഓപ്പ്. ഇവ എന്തിന് ബാങ്കിൽ പൈസ ഇട്ടിട്ടിരിക്കണേ സെറ? എടാ, ഈ കളി സെറ എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ. കമോൺ മിസറ, കമോൺ, എന്തെങ്കിലുമൊക്കെ ചെയ്യൂ പ്ലീസ്. പവർ ഇല്ല, ഗെയിമിംഗ് റൂം AC ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല, പവർ ഇല്ലാത്തതുകൊണ്ട്. ഈകളെ ഓക്കെ സെറ്റ്. ഇത് വിഷയം കളി. ഈകളെമാര് രണ്ട് ടീമും കിട്ടില്ല. നമുക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് കിടിലൻ ടീമുണ്ട്. ഈ ലൗഡ് PRX സെന്റിനൽ മാത്രമല്ല, കുറച്ചധികം പേരുണ്ട്. ജെഞ്ചി, അവരൊക്കെ ഒന്നും അല്ലെന്നല്ല, അവർ മാത്രമല്ല, കുറേ നല്ല കളിക്കുന്നവരുണ്ട്. Although at least Melzer's able to get that pick onto Havoc. Players are falling down, hats are being thrown, and now they'll realize that Spike is up the ground quite easily. The backstab after onto MW0. ഇവിടെ പണ്ണണടേ, പണ്ണി കിട്ട്. ഇനി പൈസ പോലും ഇല്ല അവന്മാരേല്. ആകെ ബ്ലേഡ് സ്റ്റോം ഉണ്ടെങ്കിലേ ഉള്ളൂ. ഒരു ത്രിഫ്റ്റി അടിക്കാൻ പറ്റുമോ? ബ്ലേഡ് സ്റ്റോം ഉണ്ടാ? ബ്ലേഡ് സ്റ്റോം ഉണ്ട്. കയോ അൾട്ടി ഉണ്ട്. കോഴേ, താങ്ക് യു ഫോർ ദ 200 rupees സൂപ്പർ ചാറ്റ്. ബിരിയാണി ഫോർ ഈദ്. ദിസ് ടൈം വീട്ടിൽ വിളിക്കാൻ ഞാൻ സ്ഥലത്തില്ല. എടേ, അപ്പോൾ ഇത്തവണ ആരും വിളിക്കാനില്ലേ എന്നെ? എല്ലാ ഈദിനും എന്നെ റംസാനും വിളിക്കണവനായിരുന്നു. എടാ തെണ്ടി, അപ്പോൾ എനിക്ക് ബിരിയാണി ഇല്ലല്ലോ ഇത്തവണ. ചിക്കൻ ഫ്രൈയും മിസ് ചെയ്യും. ആരെങ്കിലും വിളിക്കുമായിരിക്കും. നല്ല വിശക്കണുണ്ട്. വീട്ടിൽ വല്ലതും ഉണ്ടായിരുന്നു, അതിന് പിന്നെ വെളിയിൽ നിന്ന് എനിക്ക് വാങ്ങിക്കാൻ വയ്യ. എനിക്ക് പക്ഷേ ഫ്യൂറിയ നല്ല കളിയായിരുന്നടാ ഇവര്. Kind of transferring into each other's positions if they do decide to lean. And he's trying to play behind. എടീ, എന്നാണ് ഇതെന്നാണ് ഡേറ്റ് സെറ്റ് ആയാ? ഓ, he does get one, but
ക്രൂ 4v3 ആയിട്ടുണ്ട്. പക്ഷേ സെറയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. സെറയ്ക്ക് സത്യം പറഞ്ഞാൽ ഡിഫെൻഡിങ്ങിന് വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ലടേ. ബോളിട്ട് ഏട്ട് ഒരു കയറുകയാണ്. മാൻ അഡ്വാൻറ്റേജ് 3 പേര് കയറുകയാണ്. ഒരാൾ ലെർക്ക് നിൽപ്പുണ്ട് ഹോളിൽ. മോസ്റ്റ്ലി നാളെയാണല്ലേ മലപ്പുറത്തേക്ക് വരേണ്ടി വരും. ഓഹോ അയ്യോ ഓ നൈസ് നൈസ് വൺ 4v4 ആയി. ഓ ലെർക്കിനെ കിട്ടി. എടാ അവനെ അയ്യോ അവൻ പോയടാ. അവൻ ക്രോസ് ചെയ്തടാ. ബോംബ് പ്ലാന്റ് ചെയ്ത് നൈസ് കളി. ക്രൂ രക്ഷയില്ല കേട്ടാ. എനിക്ക് ആനിമെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ബട്ട് വൺ പീസ് കണ്ടു തുടങ്ങിയപ്പോൾ 2 മന്ത് കൊണ്ട് ഉറക്കമില്ലാതെ കണ്ടു തീർത്തു. പിന്നെ മാങ്കയും വായിച്ചു കഴിഞ്ഞു. അബി അതാണ് പറയണത് 1000 എപ്പിസോഡെന്നൊക്കെ പറയണത്. നമുക്കതങ്ങ് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ നമ്മള് തീരണ അറിയൂല. ഓ സെറെ പണി കളഞ്ഞടേ. എല്ലാം മിസ്. ഓ ഇത് ഭയങ്കര ശോകമായി പോയി കേട്ടോ. ഇത് അവരെ എക്സ്പെക്ട് ചെയ്യണല്ലോ എന്നാണ്. അത്രയും ഒരുത്തൻ ചങ്ങലെ പിടിച്ചിരിക്കണം എന്നൊക്കെ. നമുക്ക് നല്ല ബിരിയാണിയൊക്കെ അടിച്ച് വൈബാക്കാം. അൽത്താഫ എങ്ങനെ വരാനാണ്? ഇത് കഴിഞ്ഞ് മാച്ച് ഉണ്ടോ? സേജ ഇല്ലടാ. ഇല്ല. ഓ പണിയാളിയാ. എടാ സെറയ്ക്ക് ഒന്നും ചെയ്യാൻ വയ്യ. അവനെ പണ്ണുക. നൈസ് ട്രൈ. ഞാൻ ദുബായിലാണ്. ജോബ് മാറിയപ്പോൾ 2 മന്ത് ഫ്രീ ആയിരിക്കുന്നുണ്ട്. കണ്ടു തീർത്തു. അതാ അങ്ങനെ. അത് കുറച്ച് സമയം എടുക്കും. എന്നാലും നമ്മളിരുന്ന് കാണും. ഭയങ്കര ഇഷ്ടപ്പെടും. എടാ 4v5 ഇടേ. WP Furia, you did well. ഓ അവൻ്റെ ആ ക്ലച്ചാണ് ഓർമ്മ വരണല്ലേ. നോസ്ഫെയറിൻ്റെ ആ ഒരു 4 കിൽ ക്ലച്ച് വെറുതെ ആയിപ്പോയല്ലോ എന്നാലേക്കും ഒരു വിഷമം. അവനൊക്കെ ചുമ്മാ ത്രോ ചെയ്യാനൊക്കെ നോക്കണം ജയിച്ചെന്ന് ഉറപ്പായപ്പോൾ. കണ്ട റീപീക്ക് കണ്ട ചെയ്യുന്നില്ല. ഒരു പീക്ക് ചെയ്ത് ഒരു വട്ടം ഒന്ന് പൊസിഷൻ ചെയ്ത് പിന്നെ ഓടി. ഓ ഒരു ക്രൂവിന് പേടിക്കാനൊന്നുമില്ലെന്നാണ് അവര് ഓടി വന്ന് അടിക്കണടേ. ഓ GG കിടിലൻ കളിയായിരുന്നല്ലേ. ഇന്നത്തെ ഗ്ലോബൽ ഇ സ്പോർട്ട് മാച്ച് മിസ്സായി. റിസൾട്ട് എന്താ? എൻ്റെ പൊന്നെ അബി ബ്രോ അത് മിസ്സായില്ലെന്ന് വിചാരിച്ചാൽ മതി. സത്യം പറയല്ലോ. നൈസ് കളി. 2 ടീമും കിടിലം വെച്ച് കളിച്ച്. കിടിലം കളിച്ച്. 2 ടീമും വിട്ടുകൊടുക്കാതെ കളിച്ചത്. ഉച്ചയ്ക്ക് ലൈവ് ഉണ്ടോ? ഉച്ചയ്ക്ക് വാച്ച് പാർട്ടി ഉണ്ട്. കിടിലൻ കളി. ഗ്ലോബൽ ഇ സ്പോർട്സ് തോറ്റു. എടാ എന്നെ ഓർമ്മിപ്പിക്കല്ലേ പ്ലീസ്. ആ കളി കണ്ട് എല്ലാവരും നമ്മൾ ഓഡിയൻസ് ആദ്യമായിട്ടാണ് ഒരു കളി കണ്ടിട്ട് അവർ വെറുത്ത് കളിയൊക്കെ കാണണം നിർത്തി വാച്ച് പാർട്ടി എന്നൊക്കെ ഇറങ്ങിപ്പോണത്. എൻ്റെ അടുത്ത് കാണല്ലേ എന്നൊക്കെ പറയണത്. എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഡാർക്ക് കളിയായിരുന്നു. വെറുത്തുപോയി. മോഡറേറ്റർ സെലക്ഷനൊക്കെ ഇവിടെയുള്ള മോഡ്സ് തന്നെയാണ് ചെയ്യണത് ബ്രോ. മുഹമ്മദ് ഇവിടെ ആക്റ്റീവ് ആയിരുന്നു. അവർ എന്നെ സെലക്ട് ചെയ്തോളൂ. ആര് ജയിച്ചു? ദാണ്ട ക്രൂ. എടാ ഗ്ലോബൽ ഇ സ്പോർട്സ് തോറ്റു. അതൊരു കളിയായിട്ട് പോലും നമുക്ക് തോന്നിയില്ല. കണ്ടിട്ട് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. എനിക്ക് ആലോചിക്കാൻ പറ്റാത്ത ജെൻജി ആയിട്ട് കളിയുണ്ട് ഗ്ലോബൽ ഇ സ്പോർട്സിന്. നാളെ മറ്റന്നാളോ. ഓഫ് അത് ആലോചിക്കാൻ വയ്യ. ഫസ്റ്റ് മാച്ച് ഞാൻ കണ്ടു. ആ ടൈമിൽ പുറത്ത് പോയോണ്ട് കാണാൻ പറ്റിയില്ല. ഓ അബി അത് ഡിസാസ്റ്റർ ആയിരുന്നു. ആ നമ്പർ ഓക്കെ പിള്ളച്ചൻ്റെ നമ്പർ നോക്കട്ടെ.
did look good. Absolutely. Looking at Naswer as well, coming in with the calls going to him. Naswer looked clean across the server. The team was getting the strats down, but again, Crew's firepower today was absolutely incredible. Yeah, and so far at least, so when you're looking at Truthear, what can you say? Akhil Raj. Any signs of hope here looking at this roster? Absolutely. Furia. ദാ നിനക്ക് ബിരിയാണി പൈസ അയച്ചിട്ടുണ്ട്. വാങ്ങിച്ച് തിന്നണം. എന്തെങ്കിലും വാങ്ങിച്ച് തിന്നു. Depending on either being fast or that lurk, and Crew picked it apart, but MWZera is still making the plays. Khalil, the timing on the റിസീവർ ബാങ്ക് സെർവർ ബിസി. ട്രൈ അഗൈൻ ഇൻ സം ടൈം. എന്റേത് പൈസയും പോയി നിനക്ക് വന്നതുമില്ല. forward and right the ship for the next time. And if at least anything, Nas were also coming in as a നമ്പർ എനിക്ക് എങ്ങനെ ലൈവിൽ കാണിക്കണേ? Straight up for that, it's going to be very good for Furia moving forward. And this is also pretty good too when you're looking റീഫണ്ട് ഓഫ് 200 കംപ്ലീറ്റഡ്. 200 തിരിച്ചു കിട്ടി. എന്റെ ബാങ്ക് സെർവർ ബിസി. SBI ആയിരിക്കും. ഇനി രാത്രി അയച്ചാൽ വരൂല. a newcomer coming in from the Union at Ascension last season going into this one and also now കിടിലം ആയിരുന്നു കേട്ടാ. കിടിലം കളിയായിരുന്നു. പറയാതിരിക്കാൻ വയ്യ കേട്ടാ. കിടിലം കളിയായിരുന്നു. അപ്പോൾ ഈ ഉച്ചയ്ക്കാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നമുക്ക് എന്തൊക്കെ കളിയുണ്ടെന്ന് നോക്കട്ടെ ഇനി. Thank you so much, Vans. Now we are here with Heat, bringing the heat. Congratulations on the win. Heat. Now, I gotta ask you, how does it feel winning in your debut on Murshin bro, thank you for the 5 Saudi Riyal brother. Thank you, means a lot bro. Thank you. Algo que emocionante. Bye bye na Dream Gamer bye da. അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്. സീയൂസ് ഗെയിമിംഗ് ബൈഡാ. അഭി പ്രകാശ് ഓക്കെ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്കാണ്. അപ്പോൾ ഒരു മിനിറ്റ് പോണതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം നോക്കട്ടെ. നമുക്കിത് ഞാൻ ക്ലോസ് ചെയ്യാം. അപ്പോൾ വാച്ച് പാർട്ടി കഴിഞ്ഞു. നാളെ എന്തിനാണ് ഡേറ്റ്? 9-ാം തീയതി. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. 9-ാം തീയതി നാളെ ഉച്ചയ്ക്ക് ജെൻജിയും TLN ഉണ്ട്. ഇത് കാണണം. പിന്നെ T1ഉം DFO ഉണ്ട്. അത് കാണണം. ഈ 2 മാച്ചും കാണണം. നാളെ ഉച്ചയ്ക്ക് ഞാൻ എണീച്ച് വന്നാൽ മതിയായിരുന്നു. ആരെങ്കിലും എന്നെ ഉണർത്തണം 1 മണിയാകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് KCയും. അത് കഴിഞ്ഞ് 10-ാം തീയതിയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഓർത്ത് വയ്ക്കേണ്ടത്. നാളെ നോക്കാം. അപ്പോൾ പെസിഫിക് കാണാം. അപ്പോൾ ബൈ ഗൈസ്. ഇനി ജെൻജിയുടെയും ഗ്ലോബൽ ഈസ്പോർട്സിൻ്റെയും കളി എന്ന് പറഞ്ഞത് നോക്കട്ട്. ജെൻജി PRX. അയ്യോ ഇനി എന്തിനൊക്കെ വരാൻ കിടക്കണ്. വിഷയമാവും ഇത്. ഓക്കെ അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. എണീറ്റാ വരാം. ഓക്കെ ഞാൻ എന്തായാലും എണീച്ച് വരും. വരാം. അപ്പം ബൈ ഗൈസ്, ലവ് യു ഓൾ. ദിസ് ഇസ് മെനറ്റാം സൈനിങ് ഓഫ്. പടം വല്ലതും തിന്നിട്ട് കിടന്നുറങ്ങട്ടെ. ടാറ്റ. ഉച്ചയ്ക്കാണ്. നാളെ ഉച്ചയ്ക്കാണ്. ടാറ്റ.